ഓക്കെ ഗൈസ്, സോ ഇന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മോഡൽ സ്റ്റാർട്ട് ടു എൻഡ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾ ബേസിക്കലി ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങളെല്ലാവരും നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ചെയ്യേണ്ടത്. ഓക്കെ, സോ എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഞാനൊരു ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മോഡൽ ചെയ്യാൻ പോവാം. സോ ആ ഒരു ബേസിസിൽ വേണം നിങ്ങൾ ചെയ്യാൻ. സോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റില്ല, ഞാനൊരു ഫോൾഡർ തുറന്നു, എന്നിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ പേര് കൊടുത്തു, അതിൻ്റെ അകത്താണ് ഞാൻ റെഫറൻസ് ഇട്ടേക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വേണം നിങ്ങളുടെ മോഡൽ ചെയ്യാൻ. ഓക്കെ, സോ ഇതുപോലെ കണ്ട ഡൗൺലോഡ്സിലും അവിടെ നിന്ന് കൊണ്ട് ഇടാണ്ട് പ്രോപ്പറായിട്ട് ഒരു റെഫറൻസ് ഉണ്ടാക്കി വേണം ഇടാൻ. സോ ഞാൻ ഓൾറെഡി ലാക്മിയുടെ ഒരു ലോഗോ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. ഒബ്വിയസ്ലി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടിയത് തന്നെ. ലാക്മി ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. പക്ഷേ നമ്മൾ ഓർക്കുക, നമ്മുടെ ലോഗോ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ബ്ലെൻഡറിനകത്താണ് നമ്മൾ ഈ പ്രോസസ്സിനകത്ത് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ടെക്സ്ചറിങ് ഉൾപ്പെടെ എല്ലാം ബ്ലെൻഡറിനകത്താണ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ആയതുകൊണ്ട് ഓബ്വിയസ്ലി നിങ്ങൾ ഈ ലാക്മിയുടെ ഡിസൈൻ പ്രോപ്പറായിട്ട് അതിനകത്ത് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരാം എങ്ങനെ നമ്മളിത് പ്രോസസ്സ് ചെയ്യണമെന്ന്. ഓക്കെ, സോ ലാക്മി ഞാനത് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ മെയിൻ ലോഗോ അതേതാണോ അതാണ് നമുക്ക് കാണേണ്ടത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് എപ്പോഴും വൈറ്റ് ആക്കുക, ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കണം. ഓക്കെ, സോ ആ ഒരു ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ നിങ്ങളുടെ ലോഗോ അതിനകത്ത് അപ്ലൈ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ നിങ്ങളുടെ ലോഗോ മാത്രം തെളിഞ്ഞാണുള്ളൂ, എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ബ്ലാക്ക് അത് കംപ്ലീറ്റ്ലി ശൂന്യമാക്കി കളയുന്നത്. ഇതാണ് ഒരു PBR വർക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന സംഭവമാണ്, മാസ്കിങ് എന്ന് പറയും. ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സെയിം പരിപാടി ആയിരിക്കും നമ്മൾ ബ്ലെൻഡറിലും അല്ലെങ്കിൽ സബ്സ്റ്റൻസിലും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓബിയസ്ലി ഈ പറയുന്നതിനകത്ത് ഞാൻ ഒരിക്കലും സബ്സ്റ്റൻസ് കാണിക്കുന്നില്ല. ഞാൻ നേരെ നിങ്ങളെ ബ്ലെൻഡറിനകത്ത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, സോ ആ ഒരു ബേസിസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ സോ ബ്ലെൻഡർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഓബിയസ്ലി നമ്മുടെ മോഡൽ എല്ലാവരുടെയും ഡിഫോൾട്ടായിട്ട് തന്നെ വെച്ചേക്കുന്നെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യുക, എക്സ്പ്രസ് ഡിലീറ്റ് കളയാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ അതാണ് നമ്മുടെ -y, അല്ലെങ്കിൽ നമ്മുടെ നംപാഡിൽ 1 പ്രസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ -y നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ വരും. സോ അറിയണമെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഫ്രണ്ട് ഓട്ടോഗ്രാഫ് എഴുതി കാണിക്കും. എപ്പോഴും പ്രോപ്പർ ഫ്രണ്ട് വ്യൂ അറിയാം, കാരണം നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യാൻ പോകും. അതുകൊണ്ട് മെഷീനകത്ത് പോവുക, എന്നിട്ട് നമ്മൾ റെഫറൻസ് ഇടാം. ഓക്കെ, അവിടെ പോയി, സോറി, അതിനകത്ത് ഇമേജ് റെഫറൻസ്. സോ ഇതിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോകുന്നു, ലിപ്സ്റ്റിക് എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ മോഡൽ ഏതാണോ അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് എൻ്റെ മോഡൽ നമ്മളെ ഇതാണ്, ലൈക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മോഡലാണ്. സോ ഇത് നാം നോക്കുമ്പം ഈ മോഡൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സിലിണ്ടർ ആയിട്ട് ഒരു ഷേപ്പിലാണ് ഇതിരിക്കുന്നത് അല്ലേ. സോ നമുക്കിത് ഒട്ടിച്ച് വെച്ചാൽ മതി. സോ അതെങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം. സോ ആദ്യം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, മെഷീനകത്ത് പോവുക, എന്നിട്ട് സിലിണ്ടർ ക്ലിക്ക് ചെയ്യുക. വൺസ് സിലിണ്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓബിയസ്ലി കിട്ടാൻ പോകുന്ന സിലിണ്ടർ 32 സൈസിലായിരിക്കും. സോ ഓബിയസ്ലി എത്രയാണോ സൈസ് അതുപോലെ വെച്ചോ. 32 കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ഇതൊരു വിഷ്വലൈസേഷൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, സോ 32യുടെ സൈസ് ഞാൻ എടുക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു വേഗ് രീതിയിൽ ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പ് മാത്രം ഒന്ന് റെൻഡർ അടിക്കാൻ പോവാം, അതെ മോഡൽ ചെയ്യാൻ പോവാം. സോ അതിനുവേണ്ടി ഞാൻ എൻ്റെ എക്സ്റേ ബട്ടൺ ടോക്കിൾ എക്സ്റേ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് Alt Z ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്റേ ടോക്കിൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ S പ്രസ് ചെയ്ത് ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഡിസൈഡായ ഷേപ്പ് എടുക്കാൻ വേണ്ടി. സോ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ ഞങ്ങളെ എത്തിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വേർട്ടീസസ് മൊത്തം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വേർട്ടെക്സിൻ്റെ സൈസ് ചെറുതായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് അത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് മോഡ് ഓണാക്കി വെച്ചോ. എന്നിട്ട് എഡിറ്റിൽ പോവുക, പ്രിഫറൻസസിൽ പോവുക, നമ്മുടെ തീംസിൽ പോകുന്നു, 3D വ്യൂ പോർട്ടിൽ പോവുക. എന്നിട്ട് ഇതിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത് ആയിട്ടിരിക്കും നമുക്ക് നമ്മുടെ വേർട്ടെക്സിൻ്റെ സൈസ് കാണാൻ പറ്റും. സോ ഇത് നിങ്ങളുടെ ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഞാൻ കൂടുതൽ അറൗണ്ട് 6 ഒതുക്കാറുള്ളൂ. സോ എനിക്ക് എൻ്റെ വേർട്ടെക്സ് പ്രോപ്പറായിട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വെച്ചാലും മതി. ഓക്കെ, കാണാനുള്ള അത്ര രീതിയിൽ മാത്രം വെച്ചാൽ മതി, കൂടുതൽ പോകണ്ട. സോ ഞാൻ വേർട്ടീസ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് എക്സ്ട്രൂഡ് ഞാൻ പ്രസ് ചെയ്യും. സെഡ് ക്ലിക്ക് ചെയ്യും ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ പ്രസ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഞാൻ നേരെ മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ അറ്റമായിരിക്കും എൻ്റെ ഫൈനൽ എപെക്സ് പോയിന്റ്. സോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ മോഡൽ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. ഓക്കെ, സോ അങ്ങനെ എനിക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് Ctrl+V ഞെക്കും. സോ ഇതിങ്ങനെ ഈ ലൈനെ സ്പ്ലിറ്റ് ചെയ്ത് ഇനി നമുക്കിങ്ങനെ ഒരു സ്പെസിഫിക് ആയ രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിൻ്റെ ആ ഷേപ്പ് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി. ഓക്കെ, സോ ഒരു ഈക്വൽ സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഭാഗത്താണ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്കിനിയിപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഡെപ്തും അതുപോലെ തന്നെ താഴത്തെ ഈ ഒരു ഡെപ്തും കൊടുത്താൽ മതി. ഓക്കെ, സോ ഓബിയസ്ലി നമുക്കറിയാം നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ക്യാപ്പിൻ്റെ അറ്റമൊക്കെ നല്ല ഷാർപ്പായിരിക്കും. ഓക്കെ, എസ്പെഷ്യലി ഈ ക്യാപ്പ് ഇപ്പോൾ നമുക്ക് കാണാൻ പറയാം ഒരു ചെറിയൊരു സ്മൂത്തിങ് മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഇവിടെ കൊടുക്കണം. സോ അതിനുവേണ്ടി ഞാൻ Alt ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പ് സെലക്ട് ചെയ്യാം. സെലക്ട് പോവുക,
സെലക്ട് ലൂപ്സിനകത്ത് പോയിട്ട് എഡ്ജ് ലൂപ്സ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് മോഡിൽ പോയിട്ട് ഈ ഒരൊറ്റ ഫേസ് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, സോ ഇന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൺട്രോൾ ബി ഞെക്കി ജസ്റ്റ് ബേസിക് ഒരു ഷാർപ്നെസ് മാത്രം കൊടുക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എപ്പോഴും ഷാർപ്നെസ് കൊടുക്കുന്നതിന് മുന്നേ ഒബ്ജക്റ്റ് മോഡിലോട്ട് പോവുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ മെഷർമെൻറ്റിനകത്ത് പോയിട്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ട് ഇവിടെ കണ്ടോ ഓരോ വാല്യൂസ് ഇറക്കുന്നുണ്ടല്ലേ, അവിടെ നമ്മുടെ സ്കെയിൽ വാല്യൂ എപ്പോഴും 1 ആയിരിക്കണം. സോ കൺട്രോൾ എ പ്രസ് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ വാല്യൂ 1 ആക്കാം. സോ കൺട്രോൾ എ എന്നിട്ട് ഫ്രീസ്. ഇത് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൽ പോവുക, എന്നിട്ട് അപ്ലൈ പോവുക, എന്നിട്ട് അവിടുന്ന് സ്കെയിൽ കൊടുത്താലും മതി. ഓക്കെ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്തു കുഴപ്പമില്ല. ഓക്കെ, സോ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഒന്നുകൂടെ ടാബ് ഞെക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റ് മോഡിലോട്ട് ഇങ്ങനെ പോവുക. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ ബി, എന്നിട്ട് ജസ്റ്റ് ആവശ്യത്തിന് വേണ്ട അത്രയും ഷാർപ്നെസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല ഒരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഷാർപ്നെസ് ഇട്ട് കൊടുക്കാം. സോ ആ ഷാർപ്നെസ് ഇവിടെ ഞാൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. സോ ഞാൻ ഫേസ് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ ബി സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാനിവിടെ നല്ലൊരു വേണ്ട ഒരു ബേസായ ഒരു ഷാർപ്നെസ് ഞാൻ കൊടുക്കും. ഓക്കെ, സോ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫേഡായ സ്മൂത്ത് കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ വൺസ് ഇത് സെറ്റ് ആയി, സോ നമ്മുടെ ഈ ഒരു മോഡൽ കംപ്ലീറ്റ് ഡൺ. സോ അതിനുവേണ്ടി ഞാൻ അവസാനം എക്സ്ട്രീം മോഡിൽ പോകുന്നു, പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഷെയ്ഡ് സ്മൂത്ത് എടുക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ബേസിക് മോഡൽ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഷെയ്ഡ് സ്മൂത്ത് അടിച്ചൊരു വിടുവല്ല, നമ്മൾ ഓൾവേസ് ചെയ്യുന്ന ഹൈ പോളി കൊടുക്കും. സോ ഞാൻ ഇവിടെ നമ്മളെ മോഡിഫൈസ് ടാബിൽ വന്നിട്ട് ജനറേറ്റീവ് പോയി, എന്നിട്ട് സബ് ഡിവിഷൻ സർഫസ് കൊടുക്കും. ഓക്കെ, സോ വൺ സബ് ഡിവിഷൻ സർഫസ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മെഷ് ഓബിയസ്ലി കുറേയും കൂടി അകത്തോട്ടേക്ക് പുഷ് ടൈപ്പും, കാരണം നല്ലൊരു സ്മൂത്തിങ് മെഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെ കഴിയുമ്പം ഓട്ടോമാറ്റിക് നമ്മുടെ മെഷ് ഉണ്ടോ ഇച്ചിരി അകത്തോട്ടേക്ക് പുഷ് ടൈപ്പും, കാരണം നല്ലൊരു പ്രോപ്പർ സർക്കിളായി മാറി. സോ നല്ല സ്മൂത്ത് ഒരു സർക്കിളായി മാറി. സോ അതുകൊണ്ടാണ് ഷേപ്പിൽ ചെറിയൊരു ചേഞ്ച് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മുടെ ആരോക്കി എടുക്കാം, എന്നിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്തെന്ന് വെച്ചാൽ മതി ഇതിൻ്റെ പോയിൻറ്റ്സ്. ഞാൻ നോക്കുമ്പം ഞാൻ ഇവിടെയും ആവശ്യത്തിനുള്ള സ്പേസ്, ഇവിടെ ആവശ്യത്തിനുള്ള സ്പേസ് വെക്കും. എന്നിട്ട് ഞാൻ എഡിറ്റ് മോഡിൽ പോകും. എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്റേ മോഡിൽ ഓൺ ആക്കുന്നു, എന്നിട്ട് എസ് ഒന്നിനെയും പ്രസ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഞാനൊന്ന് അലൈൻ ചെയ്ത് നോക്കാൻ പോകാം. ഓക്കെ, സോ ഇവിടെ ഞാൻ നോക്കുന്നത് ഈ ലൈനല്ല, പകരം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ഒരു സബ് ഡിവിഷൻ വേണ്ടി വന്ന ഈ ഒരു ലൈനാണ്. സോ ഞാൻ ഈ ലൈൻ ആ ഒരു ബേസിസിൽ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത്, എന്നിട്ട് വേണ്ട രീതിയിൽ ഞാൻ അതിനെ മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഞാൻ വീണ്ടും ഈ ഒരു പോയിന്റ് നോക്കിക്കൊണ്ടാണ് അകത്തോട്ടേക്ക് വരുമ്പം ആ ഒരു രീതിയിൽ ഞാൻ അകത്തോട്ടേക്ക് ഈ പോയിന്റ്സ് എല്ലാം പുഷ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ സെയിം തന്നെ സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്കെയിൽ നടുക്കത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കണ്ടോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു കാണുന്ന ആ ഒരു ഗ്രേ ഔട്ട്ലൈന് കറക്റ്റായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഞാൻ വരുന്നു, വെർട്ടെക്സ് മോഡിൽ പോകുന്നു, ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് വെർട്ടെക്സ് മോഡിൽ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, സോ ഓബിയസ്ലി ഞാൻ പറഞ്ഞ തന്നെ ഇതല്ല ഞാൻ നോക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇതാണ് നമ്മുടെ മെയിൻ മെഷ് അല്ലേ. സോ ഇത് വെറും ഒരു ലൈനിങ് മാത്രമാണ്, നമ്മുടെ സബ് ഡിവിഷൻ നമ്മുടെ ബേസ് മോഡലിൻ്റെ ഒരു ലൈനിങ് മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്യാണ്ട് അതിൻ്റെ ഔട്ട്ലൈനുള്ള ഫോക്കസ് ചെയ്യണം. സോ അങ്ങനെ ഞാൻ എക്സ്ട്രീം മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു മുകളിലത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ക്യാപ്പ് കംപ്ലീറ്റ്. സോ ഇനിയും നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു ലൈൻ കിട്ടിയല്ലേ. സോ നമുക്കറിയാം ഒരു ലിപ്സ്റ്റിക് ഒരു ഫുൾ ഒരൊറ്റ മെഷ് ആയിരിക്കും അല്ലേ, സ്ട്രെയിറ്റ് ആയ ഒരു മെഷാണ്. സോ നമുക്ക് ഓബിയസ്ലി രണ്ടാമതൊരു സൈൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ലൈൻ കിട്ടണം, ഈ ഒരു കറക്റ്റായ സൈസിന് കിട്ടണം. അല്ലെങ്കിൽ അടയ്ക്കുമ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരി വീതിയും പിന്നെ ഇച്ചിരി തിന്നും ആയിരിക്കും അല്ലേ. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എഡിറ്റ് മോഡിൽ പോകുന്നു, നമ്മുടെ ഔട്ടർ ലൈനിൽ നമ്മുടെ ബേസിക് ആയ ഒരു ഫോം എടുത്തതിൻ്റെ ആ ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ ഷിഫ്റ്റ് ഡി ഞെക്കി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ഞെക്കി പഴയ സ്ഥലത്തോട്ട് വെക്കും, എന്നിട്ട് നമ്മൾ മെഷിനകത്ത് പോകുന്നു, എന്നിട്ട് സെപ്പറേറ്റിൽ പോകുന്നു, എന്നിട്ട് അതിന് സെലക്ഷൻ അടിക്കും. ഓക്കെ, സോ അതൊരു സെപ്പറേറ്റ് മെഷർ മാറും. ആ സെപ്പറേറ്റ് മെഷർ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്, എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മോഡിൽ പോവുക, എന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ അതാണ്ട് നമുക്ക് ആ ഹൈലൈറ്റ് കിട്ടും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെഷ് മാത്രം കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഒന്നര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് കാണാം. ഇതായിരിക്കും നമ്മുടെ ഇതിലേക്ക് മാറ്റുമ്പോൾ കണ്ടോ നമ്മളുണ്ടാക്കിയ മറ്റേ ബേസ് മെഷിൻ്റെ പകുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ സർക്കിൾ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കാൻ പോകാം. കാരണം ഇവിടം തൊട്ട് നമ്മൾ ഇനിയിപ്പം ഈ കാണാൻ പോകുന്ന പീസ് ഉണ്ടാക്കാൻ പോകും. സോ ഒരിക്കലും എന്ത് ചെയ്താലും നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ മെഷ് ഒരിക്കലും ഒരു ചേഞ്ചസ് വരും. അല്ലെങ്കിൽ താഴത്തെ ഒരു മെഷിന് നമ്മൾ ഒരു ചേഞ്ചസും കൊടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ക്ലോസിങ്ങും അടപ്പിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ബേസിൽ ഓബിയസ്ലി മാച്ച് ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു അടിവശം നമ്മൾ പണിയത്തില്ല, നമ്മൾ ഇവിടുന്ന് മുകളിലോട്ടേക്കുള്ളത് മാത്രമേ നമ്മളിങ്ങനെ പണിയത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ വരുന്നു, ഞാൻ ഇതുപോലെ ഇതിൻ്റെ അപ്പെക്സ് എന്നിങ്ങനെ രണ്ട് മിഡിൽ പോയിൻറ്റിൻ്റെ രണ്ട് കർവ് വരുന്നതിൻ്റെ മിഡിൽ പോയിൻറ്റ് നോക്കി ഞാൻ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഒന്നുകൂടെയും എക്സ്ട്രൂഡ് ചെയ്തിട്ട് താഴെ വെക്കും. എന്നിട്ട് അതിന് ഞാൻ
എസ് പ്രസ് ചെയ്ത് അകത്തോട്ട് പുഷ് ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്ക് കുറേ കൂടി സിമ്പിളായ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഈ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ മുകളിട്ട് മൂവ് ചെയ്യാം അല്ലേ. മുകളിട്ട് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ തോന്നിയ പോലെ വരുന്നത്. അപ്പം ഞാൻ സെഡ് കൊടുക്കും, കാരണം സെഡ് ലോക്ക് ചെയ്യണം കേട്ടോ, നമ്മുടെ സെഡ് ആക്സിസ്. സോ അത് ലോക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ആരക്കി ഉപയോഗിച്ച് തന്നെ ഞാൻ ഇതിനെ മുകളിലോട്ടേക്ക് പുഷ് ചെയ്യും. ഓക്കെ, സോ ആരക്കി ഉപയോഗിച്ച് മുകളിൽ പുഷ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഡെപ്ത് വരും. സോ ആ ഡെപ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് പ്രസ് ചെയ്യാം. എഫ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടില്ല. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങും, മെഷീൻ ഇങ്ങനെ ഫോളോട്ടിരിക്കണേ. ഓബിയസ്ലി നമുക്ക് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് മോഡിഫയേഴ്സിനകത്ത് പോയിട്ട് ഈ കാണുന്ന ഇതങ്ങ് ഓഫ് ചെയ്താൽ മതി. നമുക്ക് ആ ബേസിക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിനി ഒരു ഡെപ്ത് കൊണ്ടുവരണം അകത്തോട്ടേക്കുള്ള പുഷ് അല്ല. അത് നമ്മൾ ഐ പ്രസ് ചെയ്ത് ഇൻസെർട്ട് ചെയ്യും. ഇൻസെർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് നമ്മളെല്ലാം അച്ചീവ് ചെയ്യും. ഓക്കെ, സോ വൺസ് ഈ ഒരു ഷേപ്പ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെയും ഈ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് ഒന്നുകൂടെയും പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് സെഡ് ലോക്കായി തന്നെ ഇരിക്കും. ഓക്കെ, സോ വൺസ് ഞാൻ ഈ ഒരു പോയിന്റിൽ ഇത്ര വരെ പുഷ് ചെയ്യുമ്പോൾ അടുത്ത എനിക്ക് അകത്തോട്ടേക്ക് പിന്നുള്ള പുഷാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, ഇതൊരു സെപ്പറേറ്റ് മെഷാണ്. പിന്നെ അത് മാത്രം ഇതൊരു മെറ്റാലിക് വ്യൂ അല്ലേ. സോ ഓബിയസ്ലി ഇതൊരു സെപ്പറേറ്റ് മെഷായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. സോ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഐ ഞെക്കി വീണ്ടും ഇതിനകത്തോട്ട് ഇൻസെർട്ട് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് അകത്തോട്ട് പുഷ് ആവും അല്ലേ, കാരണം ഇതൊരു സെപ്പറേറ്റ് മെഷാണ്, ഇതൊരു സെപ്പറേറ്റ് മെഷാണ്. ഞാൻ ഈ പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും മോഡൽ. ഓക്കെ, സോ വൺസ് ഇതിനകത്തോട്ട് ഇതിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഞാൻ ഈ മെഷീൻ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെയും പി നോക്കും. ഓക്കെ, ഈ പ്രഷർ ഞാൻ ഇതിനെ ഫുള്ളാക്കി സെലക്ട് ചെയ്ത് മാറ്റും. അപ്പോൾ എൻ്റെ സമയം കൊണ്ടുവന്ന് അടിവശത്ത് ഫേസിന് ഡീസ് സെപ്പറേറ്റ് മെഷായി മാറും അല്ലേ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നു. എന്നിട്ട് ഞാൻ ഈ കാണുന്ന ഫേസ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ പ്രാവശ്യം ഈ ഫേസ് സെലക്ട് ചെയ്ത സമയത്ത് ഞാനിതിന് ഈ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് മോഡ് ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് മാറി ഇതിൻ്റെ എഡിറ്റ് മോഡിൽ ഇട്ടു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഫേസിൻ്റെ. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് എക്സ്റേ ഓണാക്കാം. താണ്ട താഴെ ഇട്ടുകൊണ്ട് എ പ്രസ് ചെയ്ത് ആ മെഷീൻ മൊത്തം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റ പുഷ് മോളിലേക്ക് കൊണ്ടുവരും. ഓക്കെ, സോ അങ്ങനെ മോളിട്ട് കൊണ്ട് കഴിയുമ്പോൾ താണ്ട എനിക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ആ ഒരു ബേസിക് ആ സെപ്പറേറ്റ് മെഷീൻ്റെ ഷേപ്പ് വരും അല്ലേ. ഇനി ഞാൻ ചെയ്യണ അകത്തോട്ടേക്ക് എനിക്ക് പുഷ് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇമേജ് കാണാൻ പറ്റുമല്ലേ, നമുക്ക് ഇത്രയേ ഉള്ളൂ വീതി, അധികം ഇത്രയും സ്പേസ് ആയിട്ടാണ് ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. പക്ഷേ നമുക്കത് ചില സമയത്ത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നമായിരിക്കും, നമുക്ക് അങ്ങനെ തോന്നിക്കേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ബേസിക് ഒരു നടുക്കായിട്ട് ഓൾമോസ്റ്റ് ഒരു പറ്റുന്ന രീതിക്കകത്ത് നമ്മൾ വെച്ചാൽ മതി. സോ തൽക്കാലത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇത്രയും എമൗണ്ട് ഒന്ന് പുഷ് ചെയ്ത് വെക്കും. സോ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടി തന്നെ, പക്ഷേ എന്നാലും ഒരു ഇത്തിരി അകത്തോട്ടേക്ക് പുഷ് ചെയ്യാം, കാരണം എൻ്റെ പ്രോഡക്റ്റ് അല്ലേ, എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുവാന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതും അതുപോലെ തന്നെ ഈ പ്രസ് ചെയ്ത് വീണ്ടും അകത്തോട്ടേക്ക് പുഷ് ചെയ്യണം, കാരണം എന്നാ അവിടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലേ, അതൊരു സെപ്പറേറ്റ് മെഷാണ്. ഓക്കെ, ഇതൊരു സെപ്പറേറ്റ് മോഡൽ തന്നെ അല്ലേ. ഇനി ഞാൻ ഇത് ചെയ്യുന്നു ഇതുപോലെ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന സെയിം മെത്തേഡ് തന്നെ ചെയ്യും. ഞാൻ വീണ്ടും ഈ മെഷീനെ ക്ലിക്ക് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് പോയിട്ട് സെലക്ഷൻ കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കാണുന്ന ഫേസും സെപ്പറേറ്റ് മെഷായി മാറും അല്ലേ. ഞാൻ എന്നെ ചെയ്യണേ, ഞാൻ വീണ്ടും എഡിറ്റ് മോഡിൽ മാറി ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുക ആ മെഷീനെ ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും അതിൻ്റെ എഡിറ്റ് മോഡിലോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും എ ഞെക്കി അത് ഫുൾ സെലക്ട് ചെയ്യും. ഇപ്രാവശ്യം നമ്മൾ അതിനെ ഈ ഒരു മെഷായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകാം. സോ ഓബിയസ്ലി നമുക്കറിയാം ഇത് മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇതാണ്, ഷെയ്ഡാണ്. സോ ആ ഷെയ്ഡിന് വേണ്ടി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പ് കൊണ്ടെത്തും. ഓക്കെ, സോ ഇതെടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുന്നു. ഓൾമോസ്റ്റ് എൻ്റെ കറക്റ്റ് ഒരു അലൈൻമെൻറ്റ് കിട്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ പ്രസ് ചെയ്ത് വീണ്ടും ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും വരെ കറക്റ്റാണ് അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഷേപ്പ് ഇങ്ങനെ പതുക്കെ അകത്തോട്ട് ഇങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അതുപോലെ ഈ പ്രസ് ചെയ്ത് വീണ്ടും ഞാൻ ഇതിനെ മുകളിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഒന്ന് ബെൻഡ് ചെയ്യും ഈ ഒരു ഭാഗം. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കും. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ഒരു രീതിയിൽ ഒന്ന് അലൈൻ ചെയ്ത് വെക്കും. പിന്നെ ഒന്നുകൂടെ ഞാൻ ഈ പ്രസ് ചെയ്ത് അങ്ങ് മുകളിൽ വരെ കൊണ്ടുപോകും. എന്നിട്ട് ഇതിന് ഞാൻ ഇതുപോലെ തന്നെ ഒന്നുകൂടെ അലൈൻ ചെയ്യും. ഓക്കെ, സോ ഇവിടെ വീണ്ടും നമുക്ക് എക്സ്റേയിലോട്ട് പോകാം. സോ മറ്റേതേ കാണാൻ വേണ്ടി എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതാണ്, ഞാൻ 6 ഞെക്കി ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ 6 ഞെക്കി ഇങ്ങനെ റൊട്ടേറ്റ് കൊടുക്കും. ഓക്കെ, കാരണം നമുക്ക് കാണാൻ പറ്റുമല്ലേ നമ്മുടെ ഈ മെഷീൻ ചെറുതായിട്ടൊന്ന് ബെൻഡായി വരുന്നത്. സോ ഇത് ഇങ്ങനെ ഞെക്കുന്നു, ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് വീണ്ടും സ്കെയിൽ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, ഇനിയും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിതിനെ ഒന്നുകൂടെ നമ്മുടെ എക്സ്ട്രൂഡ് ഉപയോഗിച്ച് നമ്മളിതിനെ പ്രോപ്പറായിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇതുപോലെ തന്നെ സ്കെയിൽ ചെയ്ത് അതിൻ്റെ പൊസിഷൻ തന്നെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് 6 ഞെക്കി ഞാൻ ഇവിടെ ഈ ഒരു ഷേപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, എന്നിട്ട് സെയിം രീതിയിൽ തന്നെ ഇതിങ്ങനെ പുഷ് ചെയ്ത് സൈഡിലോട്ടുണ്ടെന്ന് വെച്ച് 6 ഞെക്കി വീണ്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ അലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു മെഷീൻ്റെ ഒരു ഷേപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ഡൺ. ഓക്കെ, സോ 6 ഞെക്കി ജസ്റ്റ് ഞാൻ ഈ ഒരു പൊസിഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റായ ഒരു പൊസിഷൻ അനുസരിച്ച്
ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഷേപ്പ് ഒക്കെ. സോ ഓബിയസ്ലി നമ്മുടെ ഫൈനലായ ഈ ഒരു ഡിസൈൻ കിട്ടി. സോ ഞാൻ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് ഒരു നല്ലൊരു നീറ്റ് ആയ ഒരു പോളിഗൺ ഷേപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സോ അങ്ങനെ ഈ ഒരു പോയിന്റ്. സോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് മെഷർ കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് സ്മൂത്ത് അടിച്ച് വെക്കാം അല്ലേ. നമ്മുടെ മെഷർ മൊത്തം ഇതുപോലെ ചെത്തിട്ടിരിക്കുന്ന പോലെ ഇരിക്കുക. സോ ഞാൻ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ഷെയ്ഡ് സ്മൂത്ത് ഇരിക്കുന്നു. അടുത്ത റൈറ്റ് ക്ലിക്ക്, ഷെയ്ഡ് സ്മൂത്ത്, റൈറ്റ് ക്ലിക്ക്, ഷെയ്ഡ് സ്മൂത്ത്, ഷെയ്ഡ് സ്മൂത്ത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എല്ലാത്തിനും ഇപ്പം സബ്ഡിവിഷൻ കൊടുക്കാൻ പോകാം. സോ നമുക്ക് തുടക്കത്തിൽ ഇവിടെ തന്നെ വെച്ച് തുടങ്ങാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ടോപ്പ് എഡ്ജാണ്, നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ്. സോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എപ്പോഴും നല്ല ഷാർപ്പായിട്ടിരിക്കില്ല, ചിലയിടത്തൊക്കെ ഷാർപ്പായിട്ടിരിക്കും. സോ നമുക്ക് ആ രീതിക്കനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഇത് കൊടുക്കാം. ഓക്കെ, സോ എൻ്റെ രീതിയിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഷാർപ്പ്നെസ് ഡീറ്റെയിൽ. സോ ഞാൻ അതിനനുസരിച്ചുള്ളത് കൊടുക്കും. ഓക്കെ, ഓബിയസ്ലി ഈ ഒരു ഭാഗം എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഓക്കെ, സോ ഇത് ചില സ്ഥലത്തൊക്കെ ഫ്ലാറ്റ് ആയിട്ടിരിക്കില്ല, ഇച്ചിരി ഒരു കയറ്റം പോലെ തോന്നിക്കും. ഓക്കെ, ഇത്രയല്ല, ആവശ്യത്തിനുള്ള. സോ അത് എത്തിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഐ ഞെക്കി ഒരു ഇൻസെറ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ വൈ ആക്സിസിൽ പോകുന്നു, ജി ഞെക്കുന്നു, എന്നിട്ട് ജസ്റ്റ് ഇത്തിരി ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ വീണ്ടും അന്നേരം ഐ ഞെക്കി അകത്തോട്ട് വെച്ചിട്ട് ഈ പ്രാവശ്യം എന്ന് ഞെക്കി അതിനെ കൊളാപ്സ് എടുക്കും. വേർട്ടെക്സസ് പോകുന്നു, ആ മെഷർ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് മുകളിലോട്ടേക്ക് കൊണ്ടുവന്ന് നോക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു ചെറിയൊരു ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് നല്ലൊരു ബിവൽ ഷേപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മളിവിടെ നമ്മുടെ സബ്ഡിവിഷൻ ഓൺ ആകും. ഓക്കെ, നോക്കുമ്പോൾ അടിവശം കണ്ട് ഇങ്ങനെ ഇരിക്കണം അല്ലേ. സോ അത് ഫിക്സ് ആണ്. സോ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു, സ്ലാഷ് ഞെക്കുന്നു, എന്നിട്ട് അടി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെഷ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് മെഷ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടുന്നത് അല്ലേ. സോ ഈ ഷേപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ 3 പ്രസ് ചെയ്തിട്ട് ഈ ഭാഗത്തെ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ആ ഫേസ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ്ട് ഇവിടെ നല്ല ഷാർപ്പായിട്ട് കിട്ടി. സ്ലാഷ് ഞെക്കി തിരിച്ച് പഴയ പോലെ ഒരു നമ്മുടെ ഈ ഡീറ്റെയിൽ കഴിഞ്ഞു. ഇനി അടുത്ത ഡീറ്റെയിൽ നമ്മൾ ചെയ്യാൻ പോകാം. സോ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകാം. സോ അതിന് മുന്നേ നമ്മൾ ഈ മെഷീനെ ഇതുപോലെ തന്നെ സ്ലാഷ് അടിച്ച് പുറത്തോട്ട് വരുന്നു. നോക്കുമ്പോൾ താഴെ ഒരു ഫേസ് ഉണ്ട്, അതിൽ ഞാൻ എഫ് നെക്കി ഫേസ് കളയുന്നു. ഞാൻ ഇതിൻ്റെ അടിയിലെ ഫേസ് കളയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടിവശത്തെ ഫേസിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല അല്ല. നമ്മൾ രണ്ടെണ്ണം നമ്മൾ എന്തായാലും അടിവശത്തെ ഫേസ് കാണുന്നില്ല, അപ്പോൾ വെച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഈ ഒരു 2 ഭാഗം ലൈക്ക് ഈ 2 ഫേസസിൻ്റെ ഈ 2 ഭാഗം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിന് ഞാൻ കൺട്രോൾ ബി ഉപയോഗിച്ച് ഞാനിവിടെ എനിക്ക് വേണ്ട എത്രയാണ് ഡെപ്തിൻ്റെ ഡീറ്റെയിൽ ആ ഡെപ്തിൻ്റെ ഡീറ്റെയിൽ കൊടുക്കും. സോ ഇവിടെ നിങ്ങൾ എന്ത് ഡെപ്തിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു അത് നിങ്ങൾ അടുത്തിട്ടുള്ള എല്ലാ പീസസിനും കണ്ടിന്യൂ ചെയ്യണം. സോ ഞാൻ കൊടുത്തിട്ടുണ്ട് 0079 ആണ് എൻ്റെ ബിവലിലെ ഓഫ്സെറ്റ്. സോ എനിക്ക് വേണമെങ്കിൽ 00785 പകരം എനിക്ക് 0078 ആക്കാം. ഓക്കെ, സോ 0028 ആയിട്ട് ഞാൻ മാറ്റി തരാം. ഓക്കെ, സോ അങ്ങനെ ഇവിടെ 0028 ആയിട്ട് തന്നെ ആയിരിക്കും എൻ്റെ മോഡൽ. ഓക്കെ, സോ ആ ഒരു ബേസിസിൽ ഞാൻ എന്നിട്ട് ഇനി ഒബ്ജക്റ്റ് മോഡിൽ പുറത്തോട്ട് കൊണ്ടുവരാൻ പോകാം. കീബോർഡ് ഒന്ന് ഇതായി ലാഗായി. സോ ഓക്കെ, സോ ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബാക്കി ഡീറ്റെയിൽ ചെയ്യാൻ പോവാം. സോ അതിനുവേണ്ടി ഞാൻ നമ്മൾ കൊടുത്തേക്കുന്ന 0028 തന്നെ ഞാൻ ഇനിയും താഴത്തേക്കുള്ളതിനൊക്കെ ഫോളോ ചെയ്യാൻ പോവാം. സോ വൺസ് ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയി ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സബ്ഡിവിഷൻ അങ്ങ് ഓൺ ആക്കും. ഓക്കെ, സോ സബ്ഡിവിഷൻ വൺസ് ഓൺ ആയി കഴിയുമ്പോൾ കണ്ട നല്ല ഷാർപ്പായ ഒരു ഡീറ്റെയിൽ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്ത് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ സെയിം നമ്മൾ കൊടുത്തേക്കുന്ന തിക്നെസ് ആണ് ഞാൻ ഇവിടെ കണ്ടിന്യൂ എക്സെപ്റ്റ് അടിവശത്ത്. ഓക്കെ, അടിവശത്ത് നമ്മൾ ആ സെയിം ഫോമിൽ ഫോളോ ചെയ്തില്ല, കാരണം ടോപ്പും ബോട്ടവും എപ്പോഴും ഒരു ചെറിയൊരു ബിവിൽ കാണും, ഷാർപ്പായിരിക്കാതിരിക്കാൻ വേണ്ടി. സോ അത് നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. സോ ഇവിടെ വരുന്നു സെയിം തന്നെ എനിക്കിത് മൊത്തം ടോപ്പ് എഡ്ജസ് സെലക്ട് ചെയ്യണം. എളുപ്പത്തിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജ് മോഡിൽ പോവാം, സെലക്ട് ക്ലിക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരുപാടുണ്ടല്ലേ, ഷിഫ്റ്റ് ഹോൾഡ് ലൂപ്പിൽ നിൽക്കിക്കൊണ്ടിരിക്കണ്ടേ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു രീതി ചെയ്യാം. ഒന്ന് ഈ എഡ്ജസ് എല്ലാം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഏതൊക്കെയാണ് നമുക്ക് ഷാർപ്പായിട്ട് വേണ്ട എഡ്ജസ് അതെല്ലാം അങ്ങ് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ടിനകത്ത് പോവാം, എഡ്ജ് ലൂപ്പിനകത്ത് പോവാം, എഡ്ജ് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ലൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജ് മോഡിൽ പോവാം, സെലക്ട് പോവുക, ഷാർപ്പ് എഡ്ജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എല്ലാ ഷാർപ്പായ എഡ്ജസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വരുന്നു, കൺട്രോൾ ഡി, എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ബോക്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുത്തിരുന്നത് 28 ആയിരുന്നു. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന് 0028 കൊടുത്തു. ഓക്കെ, സോ 28 എടുത്ത് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ആ സെയിം ഷേപ്പിൻ്റെ കൊടുത്തേക്കുന്ന ആ സ്മിത്തിൻ്റെ വാല്യൂ എനിക്കിവിടെ കിട്ടും. വൺസ് അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഓബിയസ്ലി അടിവശത്തും ആ സെയിം സംഭവം തന്നെ സെറ്റ് ചെയ്യണം അല്ലേ. സോ അതിന് ഞാനിവിടെ ഫേസ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ കൊടുത്തേക്കുന്ന ടൈപ്പ് തന്നെ ഒരു ഷെയ്ഡിങ് നമുക്കിവിടെ അടിയിൽ കൊടുക്കണം. ഓക്കെ, ഓബിയസ്ലി ടോപ്പും ബോട്ടും എക്സാക്ട് സെയിം ആവണമെന്നില്ല. സോ ഞാൻ കൺട്രോൾ ബി ഞെക്കി
ഞാൻ സ്മൂത്ത് കൊടുക്കുമ്പം ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഇച്ചിരി കൂടി മറ്റവരെ പോലെ 2 വെയ്റ്റിനുള്ള ഇത്രയും കൊടുക്കത്തില്ല. ഇച്ചിരി കൂടി ഒരു നല്ലൊരു ഫോം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള സ്പേസിങ് കൊടുക്കും. സോ ഇവിടെ കൊടുത്ത സെയിം സ്പേസിങ് തന്നെ അറൗണ്ട് 0.01 ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ 0.6 കൊടുത്തേക്കുന്നത്. 0.1 ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിത് വൺസ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അടിവശം നമ്മളെപ്പോഴും ഓർക്കുക, അടിവശത്തിലാണ് ഈ സാധനം ഇങ്ങനെ പ്രോപ്പറായിട്ട് മേശയിൽ വെക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, സോ നമ്മൾ ടോപ്പ് ചെയ്ത പോലെ ചെറുതായിട്ട് കയറ്റം അത് വേണ്ട. ഇവിടെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് ഫ്ലാറ്റ് ചെയ്ത് വെട്ടാൻ മതി. സോ ഐ ഞെക്കുന്നു, ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്ന് അടിക്കുന്നു, അതുപോലെ തന്നെ 1.5 അടിക്കുന്നു, എന്നിട്ട് അതിനെ ഞെക്കാം, എന്നിട്ട് അറ്റ് സെൻറ്ററിൽ അടിച്ചാൽ മതി കളേഴ്സ്. ഓക്കെ, ഇനിയും സെയിം ജസ്റ്റ് ഒന്ന് ഇതിന് മുകളിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ മെഷീനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിന് വേണ്ട ഒരു ലൂപ്പ് ആവശ്യത്തിനുള്ള കൊടുക്കും. ഓക്കെ, കാരണം ഇതൊരു ഫ്ലാറ്റ് ഒരു സർഫസ് ആണ്. സോ ഫ്ലാറ്റ് സർഫസിന് വേണ്ട അത്രയും നമ്മൾ പോളിഗൺ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ആ ഒരു ഷേപ്പിൽ ഇത് റീറ്റെയിൻ ചെയ്തിരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. സോ അങ്ങനെ വരെ ഇരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട അത്രയും പോളിഗൺ ലൂപ്പ് ഇട്ട് നേരിടുന്ന സെറ്റപ്പ് ചെയ്ത് വെക്കുക. സോ അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഒരു മെഷീൻ എനിക്ക് വേണ്ട ഡെപ്തിൻ്റെ ഡീറ്റെയിൽ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ വേണം നമ്മളിതിന് സബ്ഡിവിഷൻ കൊടുക്കാൻ പോകും. സോ ഓൾറെഡി ഇതിന് സബ്ഡിവിഷൻ കൊടുത്തു, താഴത്തേനും കൂടി സബ്ഡിവിഷൻ ഓൺ ആയി കഴിയുമ്പം അങ്ങനെ ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. സോ അങ്ങനെ നമ്മുടെ ക്യൂടെക്സ് കംപ്ലീറ്റ് ഡൺ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യൂടെക്സ് ഓക്കെ ഈ അടപ്പ് നമുക്ക് ഇതിന് മുകളിൽ കൊണ്ട് ഇങ്ങനെ വെക്കണ്ടേ, ഇങ്ങനെ അടച്ചു വെക്കണം അല്ലേ. സോ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ വശമാണ് നമ്മൾ ഇവിടെ കൊണ്ട് അടയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ടിപ്പിൽ വേണം നമ്മുടെ ഒറിജിൻ പോയിന്റ് വന്ന് കിടക്കാൻ. ഓക്കെ, സോ ആദ്യം ഇത് ഒറിജിൻ പോയിന്റ് വെക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഓർക്കുക ഫൈനൽ സെക്ഷനാണ്, നമ്മൾ അൺറാപ്പിലോട്ടൊക്കെ പോകുമ്പോൾ വേണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മെഷ് അങ്ങ് സെലക്ട് ചെയ്യുക, എല്ലാം അങ്ങ് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ മോഡിഫൈ ടാബിനകത്തൊന്നും കാണാൻ പാടില്ല. ഓക്കെ, സോ ഞാനിതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, അപ്ലൈ ക്ലിക്ക് റൈറ്റ് അപ്ലൈ ഇത് അപ്ലൈ. ഓക്കെ, സോ അങ്ങനെ എല്ലാ മെഷീൻ ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, വൺസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഇമേജ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഓക്കെ, സോ ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ Z ഞെക്കി ഇതിൻ്റെ ഈ നമ്മൾ താഴെ വെച്ചിരുന്ന ക്യൂടെക്സിൽ ഓൾമോസ്റ്റ് താഴെ കൂടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കും. ഓക്കെ ഓക്കെ സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ വരുന്നു, നമ്മുടെ മോഡലിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ Z ആക്സിസ് മുന്നോട്ടേക്ക് ഞാൻ ഇങ്ങനെ പുഷ് ചെയ്ത് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ഉണ്ടാക്കുക. നമുക്ക് ആരൊക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട് അറിയാം കേട്ടോ. ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത് GZ ഒക്കെ ഉപയോഗിച്ച്. ഓക്കെ, സോ എനിക്ക് എൻ്റെ അടിവശം പ്രോപ്പറായിട്ട് എൻ്റെ മുകളിൽ കൊണ്ട് നോക്കണം. സോ ഞാൻ എന്നാ ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മെഷീൻ്റെ ഈ കാണുന്ന ടിപ്പ് ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഞാൻ Shift+S പ്രസ് ചെയ്തിട്ട് ഞാൻ കർസർ ടു സെലക്റ്റഡ് എടുക്കും. സോ അങ്ങനെ നമ്മൾ എൻ്റെ കർസർ കൃത്യം എൻ്റെ സെലക്റ്റഡ് ആയ പോയിന്റ് വന്ന് കിടക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഓപ്ഷൻ മോഡിൽ പോയിട്ട് ഞാൻ പറയാൻ പോകും എൻ്റെ ഈ മിഡ് പോയിന്റ് കൃത്യം എൻ്റെ 3D കർസറാണ് അവിടെ തന്നെ വന്ന് ലോക്ക് ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഈ മോഡലിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ ആയിരിക്കും വന്ന് നടക്കുന്നത്. ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, എന്നിട്ട് സെറ്റ് ഒറിജിനിൽ പോകുന്നു, എന്നിട്ട് ഒറിജിൻ ടു 3D കർസർ കൊടുക്കും. ഓക്കെ, സോ വൺസ് ഒറിജിൻ ടു 3D കർസർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ 3D കർസർ നമ്മുടെ ഒറിജിൻ പോയിന്റ് ഉണ്ടോ കൃത്യം എൻ്റെ പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പാടുന്നതാണ് ഞാൻ എൻ്റെ 3D കർസർ എടുത്തിട്ട് ഞാൻ പറയാം എനിക്ക് ഈ സാധനം കൃത്യം ഈ അറ്റം എവിടെ ഇരിക്കണേ ആ അറ്റത്തിന് മുകളിൽ തന്നെ വന്ന് ലോക്ക് ആയിരിക്കണം. ഓക്കെ, സോ ഞാൻ ഈ ഒരു മിഡ് പോയിന്റ് അങ്ങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കി ഞാൻ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാൻ പോകും. ഓക്കെ, സോ ഇവിടെ തക്കത്തേക്ക് ഇതിൻ്റെ മുകളിൽ വശം ഒന്ന് ചൂസ് ചെയ്ത് വെക്കാൻ പോകും. ഓക്കെ, സോ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു, Shift+S പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ കർസർ ടു സെലക്റ്റഡ് കൊടുക്കും. സോ അങ്ങനെ നമ്മുടെ കർസർ ഈ സെലക്റ്റഡ് ആയ സെക്ഷനിൽ വന്ന് കിടക്കും. ഓക്കെ, എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകും എൻ്റെ സെലക്ഷന് എൻ്റെ കർസറിന് അവിടെ തന്നെ വരാൻ വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്യും. സോ പെട്ടെന്ന് സ്നാപ്പ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കറക്റ്റ് സ്ട്രേറ്റ് ഒക്കെ ആക്കി വെക്കണ്ടേ, അതൊരു മെനക്കേടാം, മനസ്സിലാക്കി എടുക്കാനും ഒരു മെനക്കേടാം, കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി. സോ ഇതൊരു എളുപ്പമുള്ള മെത്തേഡ് ഈ പരിപാടി. സോ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ Shift+S പ്രസ് ചെയ്ത് ഞാൻ പറയുന്ന സെലക്ഷൻ കർസറിലോട്ട് കൊണ്ടുപോകാം. ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ കർസർ നേരെ എൻ്റെ കർസറിൻ്റെ സെൻറ്റർ എവിടെയാണോ ആ കൃത്യം പോയിന്റ് വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലോക്ക് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ക്യൂടെക്സ് ഇടാം. സോ നമ്മളിപ്പോൾ ഓർക്കാം നമ്മളിപ്പോൾ നമ്മളിതിനെ റെൻഡർ അടിക്കാൻ പോലെ. സോ റെൻഡർ അടിക്കുമ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരും ലൈക്ക് നമ്മൾ ബ്ലഡർ കിറ്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ചുമ്മാ കിട്ടുമല്ലോ, നമുക്കൊരു പ്ലസിൻ്റെ പോലത്തെ ഒരു പടവ് കൂടെ കാണുമല്ലേ. സോ അതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു പേരൻറ്റ് കൊടുക്കുകയാണ്, നമ്മൾ അതിൻ്റെ ഒരു അച്ഛൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ പിള്ളേരുടെ അച്ഛൻ കൊടുക്കുക. അപ്പം അച്ഛൻ അങ്ങോട്ട് പോകുന്ന എൻ്റെ കൂടെ തന്നെ പിള്ളേർ വേണം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പേരൻറ്റ് പോലെ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം നമുക്ക് നമ്മുടെ ഈ മോഡൽ എക്സാക്ട് സെൻറ്റർ പോയിന്റ് കൊണ്ടുവന്ന് നോക്കണം. സോ അതിനുവേണ്ടി നമ്മളിവിടെ നമ്മുടെ ഈ എല്ലാ വാല്യൂസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. സോ കൺട്രോൾ സെലക്ട് ചെയ്യുക. ഓർക്കാം ഇപ്പോൾ വീണ്ടും ലാഗായി. ഓക്കെ, സോ
ബേസിക്കലി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ മോഡൽ കറക്റ്റായിട്ടൊന്ന് മൂവ് ചെയ്ത് ഇതിൻ്റെ പോയിന്റിൽ ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കാൻ പോകാം. ഓക്കെ, സോ നമുക്കറിയാം നമുക്ക് എക്സ് ആക്സിസിൽ ഇതെല്ലാം മൂവ് ചെയ്യണം. സോ ഓബിയസ്ലി നമുക്കെല്ലാം നമ്മുടെ ഈ മോഡലിൻ്റെ വാൾ മൊത്തം സെറ്റ് അതിൻ്റെ എക്സ് ആക്സിസ് നമുക്ക് 0 അടിച്ചാൽ മതി. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. സെലക്ട് ആയില്ല, സോ അൺഫോർച്ചുനേറ്റ്. സോ തൽക്കാലത്തേക്ക് നമുക്കിതെല്ലാം അങ്ങ് സെലക്ട് ചെയ്യാം, കൺട്രോൾ എ കൊടുക്കാം. എന്നിട്ട് സോറി സെഡ് ആക്സിസ് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ എങ്ങനെ ഫോക്കസ് നമ്മുടെ ഈ കാണുന്ന ഈ വയൽ ലൈനിലെ ഈ വയൽ ലൈൻ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തൊന്ന് കൊണ്ടുവന്നെന്ന് വെച്ചാൽ മാത്രം മതി. ഈ ഒരു പോയിന്റിലോട്ട് കൃത്യമായിട്ടൊന്ന് കൊണ്ടുവന്നൊന്ന് സ്നാപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ബേസിക്കലി ഞാനിത് ഓൾമോസ്റ്റ് ഒരു സെൻറ്റർ കൊണ്ടുവച്ചു. സോ സെയിം ആയിട്ട് തന്നെ ഞാൻ ഇവിടെ നോക്കും കറക്റ്റ് സെൻറ്ററിലാണോ, ഇത് പെർഫെക്റ്റ് ആണ്, ഇവിടെ കുഴപ്പമില്ല. ആകെ ഈ ഒരു ആംഗിൾ മാത്രം പ്രശ്നമുള്ളൂ, കാരണം നമ്മൾ ഇമേജിൻ്റെ ബേസിസിൽ ചെയ്യുക, അതുകൊണ്ട്. ഓക്കെ, സോ ഒരു ഏകദേശത്തിൽ ഇത് ഒരു സെൻറ്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ നോക്കുന്ന ഈ ഒരു ലൈനും ഈ ഒരു പോയിന്റുമാണ്, ഈ ഒരു ലൈൻ ഈ ഒരു പോയിന്റാണ്. സോ സെൻറ്ററാണ്. സോ ഇത് ഞാൻ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് നമ്മുടെ കെർസർ ഞാൻ എൻ്റെ വേൾഡ് ഒറിജിനിൽ കൊണ്ടുവന്ന് വെക്കാൻ പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഓരോ മിഡ് പോയിന്റ്സ് അല്ലേ, ഈ കാണുന്ന ഓരോ മിഡ് പോയിന്റ്സ് ഞാൻ എടുത്ത് എൻ്റെ 3D കസ് എഡി കൊണ്ടുവന്ന് വെക്കാൻ പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഞാൻ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ സെറ്റ് ഒറിജിൻ ടു 3D കസ് കൊടുക്കുമ്പോൾ എൻ്റെ എല്ലാ ഒറിജിനും 3D കസറിൽ വന്ന് കിടക്കും. ഓക്കെ, സോ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒറിജിൻ ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒറിജിൻ ഇവിടെ വേണം. സോ അങ്ങനെ ഇതിൻ്റെ എല്ലാ ബാക്കി ഒറിജിൻസ് അതുപോലെ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ഈ മെഷീനെ ഒറ്റത്തോടെ. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു എം ടി ആഡ് ചെയ്യും. ഓക്കെ, ഈ എം ടി ആണ് ഈ പറഞ്ഞ പ്ലെയിൻ ആക്സിസ്. സോ നിങ്ങൾ അറിയായിരിക്കും, നിങ്ങൾ ബെൻഡൊക്കെ മോഡലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്സിസ് കാണും അല്ലേ, ഈ ഒരു ആക്സിസ് ആയിരിക്കും അത് അനക്കുന്ന നമ്മുടെ മോഡൽ അങ്ങോട്ടേക്കോട്ടും. ഓക്കെ, അറിയാത്തവർക്ക് ഇതാണ് അനകം. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എസ് ഞെക്കി എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്പേസിങ് മാത്രം ഞാൻ കൊടുക്കാൻ പോകും ഈ ഒരു മോഡൽ. ഓക്കെ, സോ വൺസ് ഞാൻ ഇത് കൊടുത്തു, ഞാൻ ഇങ്ങോട്ട് പറയാൻ പോയി ഇതിൻ്റെ പാരറ്റ് ആകാൻ പോകാം. സോ പാരറ്റ് ആകുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഓർക്കാം, നമ്മൾ ആദ്യം ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മുടെ റിയൽ വേൾഡ് ഒരു മനുഷ്യൻ്റെ ഹൈറ്റിന് അത്രയും വെക്കണം. സോ അതങ്ങനെ ചെയ്യണം കാണിച്ചു തരാം. സോ ആദ്യം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം, എന്നിട്ട് മെഷിൽ പോവാം, എന്നിട്ട് നമ്മൾ ഒരു ക്യൂബ് എടുക്കും. ഓക്കെ, സോ ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 2 മീറ്ററാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെക്കാളും ഹൈറ്റ് ഉണ്ട്, ഒരു ഡോറിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട്. ഓക്കെ, വീണ്ടും അകത്തോട്ട് കയറി ചെല്ലുന്ന ഒരു ഡോറിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് ഈ പറയുന്ന ക്യൂബിന്. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇതവൻ്റെ ഷൂസ് ആയിരിക്കും, എന്നിട്ട് പിന്നെ അവൻ്റെ പാൻ്റ് ആയിരിക്കും, ഇതവൻ്റെ അര, പിന്നെ അവൻ്റെ ബോഡി ഇങ്ങനെ. അങ്ങനെ നമ്മുടെ കൈ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു അര വരെ വരും അല്ലേ. സോ ഓൾമോസ്റ്റ് നമ്മുടെ കൈ ഈ ഒരു റേഞ്ചാണ്, ഈ 2 ക്യൂബിൻ്റെ അത്ര റേഞ്ചാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂടെക്സ് എന്തായാലും ഒരു പകുതി വരെ കാണുള്ളൂ അല്ലേ. 2 കൈ ആണെങ്കിൽ അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ മുക്കാൽ വരെ മാത്രമേ ക്യൂടെക്സ് കാണുള്ളൂ. സോ നമുക്കത് സെറ്റപ്പ് ചെയ്യണം അല്ലേ. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം എൻ്റെ മെഷ് മൊത്തം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ടെസ്റ്റ് ഞെക്കി ഇതിനെല്ലാം അങ്ങ് ഒറ്റ ചെറുതാക്കും. സോ ചെറുതാക്കാൻ വേണ്ടി ഒരു കാര്യം ഓർക്കാം, ഇത് എപ്പോഴും ബോക്സ് മോഡ് കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ പോയിന്റ്, നമ്മുടെ മിഡ് പോയിന്റ് എവിടെ നമ്മുടെ മിഡ് പോയിന്റ് താഴെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മിഡ് പോയിന്റ് ഒറ്റ സ്കെയിൽ പിടിച്ച് വലിച്ചാൽ മതി, കൃത്യം മിഡ് പോയിന്റ് നമുക്ക്. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ മിഡ് പോയിന്റ് ഒന്ന് വലിച്ച് നമ്മളോട് ഓൾറെഡി പറഞ്ഞല്ലോ 2 ഒരു ക്യൂബിൻ്റെ ഒരു പകുതി വരെ കാണുള്ളൂ അല്ലേ. സോ നമുക്ക് നേരെ ഈ ഒരു ക്യൂബിൻ്റെ പകുതി വരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. സോ ഈ ഒരു ക്യൂബിൻ്റെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചാണ് അല്ലേ. സോ കയ്യിൽ ഒതുങ്ങുന്നത് ചിലരുടെ ക്യൂടെക്സ് ഒക്കെ ഇച്ചിരി വലുതാണ്. സോ ആ ഒരു രീതി അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തൊരു ക്യൂബിൻ്റെ ഈ ഒരു 3 ക്യൂബിൻ്റെ ഒരു പൊസിഷൻ ആണെങ്കിൽ വെക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മനുഷ്യൻ, അവൻ്റെ കൈ ഇത്രയാണ് ഹൈറ്റെങ്കിൽ ഈ ക്യൂടെക്സ് ഇത്രയും കാണുള്ളൂ എന്ന രീതി. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇത്രയും ചെറുതാക്കേണ്ട, വേണമെങ്കിൽ ഒരു ക്യൂബിൻ്റെ അത്ര ഹൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ തൽക്കത്തേക്ക് ഒരു ക്യൂബിൻ്റെ അത്ര ഹൈറ്റ് വെക്കാൻ പോവാം. എൻ്റെ ലിപ്സ്റ്റിക് ചൂടെ വലുതാണെന്ന് വിചാരിച്ചോ. ഓക്കെ, കയ്യിൽ ഒരു ഫുൾ പാമ്പിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലാണെന്ന് വിചാരിച്ചു. സോ ഞാൻ അങ്ങനെ മോഡൽ ഉണ്ടോ ഉണ്ടാക്കിയല്ലേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിൻ്റെ ഒരു സ്കെയിൽ വാല്യൂ കാണും കണ്ടോ എല്ലാത്തിനും. സോ നമുക്ക് ഈ സ്കെയിൽ വാല്യൂ മൊത്തം അപ്ലൈ ചെയ്യണം. എല്ലാ മെഷർമെൻറ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ എ കൊടുക്കാം, എന്നിട്ട് റൊട്ടേഷൻ ആൻഡ് സ്കെയിൽ അടിക്കാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതിനും കിട്ടും, എം ടിക്കും കിട്ടും, പിന്നെ എല്ലാ മെഷീനും ഇതുപോലെ റൊട്ടേഷൻ ആൻഡ് സ്കെയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഒരു പ്രോപ്പർ രീതിയിൽ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത്രയും മെഷേഴ്സിന് നമ്മൾ ഒരു എന്താ പറയുന്നത്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കാൻ പോകാം. സോ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ന്യൂ കളക്ഷൻ കൊടുത്തിട്ട് ഈ ന്യൂ കളക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ലിപ്സ്റ്റിക് എന്ന പേര് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മോഡലിൻ്റെ എല്ലാം ഇതിനകത്ത് ഒന്ന് കിടക്കും, വേറെ ഒന്നും ഇതിനകത്ത് വരില്ല, മോഡൽസ് മാത്രം വരുള്ളൂ. സോ ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എം പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക് എന്ന കളക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈ കളക്ഷനിലോട്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ലിസ്റ്റിനകത്ത് കൊണ്ടുവന്ന് ഇട്ടാലും മതി. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യുക, സെലക്ഷൻ മൊത്തം ഇങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്തിട്ട് ഈ കാണുന്ന ഫോൾഡറിനകത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാലും മതി. ഓക്കെ, സോ അങ്ങനെ ഇതൊരു ഗ്രൂപ്പിനകത്ത് കയറിയിരിക്കും. ഇത് നമ്മുടെ റഫാണ്, സോ റഫറൻസ് ആണിത്. സോ നമുക്ക് ഈ ഒരു കളക്ഷനൊക്കെ അതിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ നമ്മുടെ മോഡൽസ് മാത്രം വന്ന് കിടക്കുള്ളൂ, വേറെ ഒന്നും കിടക്കില്ല. ഇനി നമുക്ക് എല്ലാം കറക്റ്റായിട്ടൊന്ന് നെയിം ചെയ്യാം. ഓക്കെ, സോ അടിവശമായിരിക്കും നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ. സോ എപ്പോഴും ഓർക്കാം, നമ്മൾ ആദ്യം നമ്മുടെ ഒരു മോഡലിൻ്റെ പേര് അത് കൊടുക്കുക, എന്നിട്ട് സ്പേസിന് വരെ നമ്മൾ അണ്ടർസ്കോറാണ് കൊടുക്കുന്നത്. സോ ലിപ്സ്റ്റിക്ക് അടിവശം നമുക്ക് നമ്മുടെ ബോട്ടം എന്ന് കൊടുക്കാം. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടം സൈഡ്. അത് കഴിഞ്ഞിട്ട് ഈ വെച്ചേക്കുന്ന ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മെയിൻ കൺട്രോളർ. ഓക്കെ, സോ ഇതിന് ഞാൻ
ലിപ്സ്റ്റിക്ക് അടിച്ചിട്ട് ഡാഷ് അടിച്ചിട്ട് ലിയറോ അല്ലെങ്കിൽ കൺട്രോളർ എന്ന് പറയും. സോ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് മൊത്തം ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഇത് മൂവ് ചെയ്യാൻ പോകും. ഇത് നമ്മുടെ അച്ഛനാവാൻ പോവാം. ഇതെല്ലാം അച്ഛൻ്റെ പിള്ളേർ. ഓക്കെ. സോ അടുത്ത് നമ്മൾ സിലിണ്ടർ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ബേസിക്കായ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ്. സോ ഇവിടെ ലിപ്സ്റ്റിക് അണ്ടർസ്കോർ ഷെയ്ഡ്. ഓക്കെ. സോ ഷെയ്ഡായി. അതൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിന് വേണ്ടിയുള്ള ഒരു ഇത് സപ്പോർട്ട് അല്ലേ. സോ ഇത് ലിപ്സ്റ്റിക് അണ്ടർസ്കോർ ഷെയ്ഡ് കവർ നോക്കും. ഓക്കെ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പേരെടുത്തോ. ഷെയ്ഡ് കവർ പറഞ്ഞില്ല കണ്ടോ, സ്പേസ് കൊടുക്കാൻ പാടില്ല, പകരം അണ്ടർസ്കോർ ഇല്ല. ഓക്കെ, അടിവശത്ത് ഇല്ല. ഓക്കെ. ഷിഫ്റ്റും പിന്നെ നമ്മുടെ മൈനസ് ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി കീബോർഡിൽ. ഓക്കെ, അണ്ടർസ്കോർ കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സിലിണ്ടറിൻ്റെ ക്യാപ്പാണ്. സോ ഇത് നമ്മൾ ഒന്നുകൂടെ സെയിം ആണ്, ലിപ്സ്റ്റിക് അണ്ടർസ്കോർ ക്യാപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ലിഡെന്നോ അങ്ങനെ എന്ത് വേണം കൊടുത്തു. ഓക്കെ, പേര് ഞാൻ ക്യാപ്പിന് കൊടുക്കാൻ പോവാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിനും കറക്റ്റ് നെയിം കൊടുത്തു അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ ഈ ഹോൾ ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും ആദ്യം. ഓക്കെ. സോ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഫുൾ അങ്ങ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ കീബോർഡിലെ കൺട്രോൾ ഹോൾഡ് ചെയ്യാം, ലിപ്സ്റ്റിക് അങ്ങ് ഡീസെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് പിന്നെ വീണ്ടും അതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവം തന്നെ ഇതെല്ലാം റെഡ് ആയിട്ടിരിക്കും. ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്ഛൻ ആരാക്കാൻ പോകുന്നത്, ആ അച്ഛന് നമ്മൾ എപ്പോഴും ഓറഞ്ച് കളർ ഇരിക്കണം. ഓക്കെ, അതായിരിക്കും വേറെ സെലക്ഷൻ. നമ്മൾ കൊണ്ടുമ്പോൾ കണ്ടോ, ഡാർക്ക് ബ്ലൂ, ഇത് ലൈറ്റ് ബ്ലൂ, സെയിം തന്നെ ആയിരിക്കും. റെഡിഷ് ഓറഞ്ചും പിന്നെ ഒരു ഓറഞ്ചും അല്ലേ. സോ വൺസ് ഈ സെലക്ഷൻ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കൺട്രോൾ പി ഞെക്കും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേരൻ്റ് എന്നൊരു സാധനം കണ്ടോ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യും. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് തന്നെ ഇതിനെ പേരൻറ്റും ഇതും ആക്കാൻ പോവാം. ലൈക്ക് എന്താ പറയുന്നത്, പേരൻറ്റും അതിൻ്റെ ഓഫ്സെറ്റ് കീപ്പ് ചെയ്യാൻ പോവാം. സോ ഈ നമ്മൾ സിമ്പിളായിട്ട് ഇതിനകത്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മൾ കൺട്രോൾ പി ഞെക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഒബ്ജക്റ്റ് കീ ട്രാൻസ്ഫോം കൊടുക്കും. ഓക്കെ. സോ ഞാൻ ഒബ്ജക്റ്റ് കീ ട്രാൻസ്ഫോം കൊടുത്തു കഴിയുമ്പോൾ അതിനെ സംഭവിക്കുന്നുണ്ടോ, നമ്മൾ ആ ലാസ്റ്റ് സെലക്ട് ചെയ്ത് ആ മെഷായിരിക്കും ഇതിൻ്റെ അച്ഛൻ, ബാക്കിയെല്ലാവരും അതിൻ്റെ പിള്ളേരായിട്ട് വന്ന് നടക്കും. ഓക്കെ. സോ ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു സാധനം സെലക്ട് ചെയ്ത് ഞാൻ ജിക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, എൻ്റെ ലിപ്സ്റ്റിക്ക് മൊത്തം മൂവ്. എനിക്ക് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട് പോയി എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. എനിക്ക് ആകെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ജി എനിക്ക് എങ്ങോട്ട് മൂവ് ചെയ്താലും അതിൻ്റെ പൊസിഷനിലോട്ട് ഇതിങ്ങനെ മൂവ് ആയിപ്പോളും. ഓക്കെ, വേറൊന്നും സെലക്ട് ചെയ്യാണ്ട് എപ്പോഴും നമ്മുടെ മോഡൽ ഇങ്ങനെ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഒക്കെ. ഓക്കെ. സോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു മോഡലിൻ്റെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്ചർ ചെയ്യാൻ പോകാം. സോ ഞാൻ തൽക്കാലത്തെ റെഫറൻസ് ഇതിൻ്റെ ഒപ്പത്തിൻ്റെ ചെറുതാക്കി വെക്കാൻ പോകാം, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ. സോ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ റെഫറൻസിൻ്റെ കളർ മാറ്റാം. സോ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു മെറൂൺ കളർ അല്ലേ. പക്ഷേ ഇതിൻ്റെ മുകളിൽ കാണുമ്പോൾ ഒരു റെഡ് പോലെ തോന്നും. ഇത് സത്യം പറഞ്ഞാൽ ഒരു എഫക്റ്റ് അല്ല, ഇത് ലൈറ്റിംഗ് അടിക്കുന്നതുകൊണ്ടുണ്ടാകും. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ എങ്ങനെ ഇത് ഗ്രേഡിൻ്റെ പോലത്തെ വൈബ് കൊണ്ടുവരാൻ പറ്റുന്നത് ക്യാപ്പിൽ. ഓക്കെ. സോ നമുക്കിപ്പം ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം, ഇന്ന് ഇങ്ങോട്ടേക്കുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ചെയ്യണം. ഓക്കെ. സോ ആദ്യം നമ്മൾ നമ്മുടെ ഈ മോഡൽ സെലക്ട് ചെയ്തു. ഓബിയസ്ലി നമ്മൾ ഇതിന് അൺറാപ്പ് ചെയ്യണം. പക്ഷേ ഇവിടെ ഞാൻ ഒരു ചെറിയ ട്രിക്ക് കാണിച്ചാൽ അൺറാപ്പ് ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷേഴ്സ് സിമ്പിൾ കളറാണെങ്കിൽ പിന്നെ എല്ലാം അൺറാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡീറ്റെയിൽ അവിടെ കൊടുക്കണേ, അവിടെ മാത്രം അൺറാപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അതാണ് ഒരു ബ്ലെൻഡറിൻ്റെ രീതി. ഓക്കെ. സോ അങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യാം. സോ ഞാൻ ഇവിടെ വരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ ഈ മോഡലിൽ നമ്മൾ ടെക്സ്റ്റ് അടിക്കാൻ പോകാം. സോ ആദ്യമേ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോഡൽ സെഡ് ക്ലിക്ക് ചെയ്തിട്ട് മെറ്റീരിയൽ പ്രിവ്യൂലോട്ട് പോകും. ഓക്കെ. സോ എൻ്റെ മോഡൽ മെറ്റീരിയൽ പ്രിവ്യൂവിലിരിക്കും. സോ ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന ടെക്സ്റ്റേഴ്സ് എല്ലാം എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി. സോ ഞാൻ ആദ്യം എൻ്റെ ഈ ക്യാപ്പ് സെലക്ട് ചെയ്യാൻ പോകാം. നമ്മൾ ഈ പറഞ്ഞ ഒരു ഗ്രേഡിൻ്റെ ഒരു ഫീൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ നമുക്കിതിപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പൊസിഷനിലോട്ട് പോകാം. പക്ഷേ ഇത് നല്ലൊരു മനസ്സിലാക്കി കഴിയുമ്പോൾ എളുപ്പമാണ്. ഓക്കെ. സോ ഞാൻ ഇവിടെ വരുന്നു. എൻ്റെ ഈ മോഡിൽ പോയിട്ട് ഞാൻ ഷെയ്ഡ് റൈറ്റർ അങ്ങ് ഓൺ ആക്കാൻ പോവാണ്. ഓക്കെ. സോ ഇവിടെ വന്നിട്ട് ഷെയ്ഡ് റൈറ്റർ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഷെയ്ഡിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ. എന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കളയാൻ നമുക്ക്. ഓക്കെ. ഇവിടെ ഞാൻ എൻ്റെ മെഷർ സെലക്ട് ചെയ്തു. മെറ്റീരിയലിനകത്ത് പോയിട്ട് ഒന്ന് ന്യൂ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പുതിയൊരു മെറ്റീരിയൽ ഇതിനെ ക്രിയേറ്റ് ആയി. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ടോപ്പ് ക്യാപ്പ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ. ടോപ്പ് ക്യാപ്പ്. ഓക്കെ. സോ ടോപ്പ് ക്യാപ്പിൻ്റെ മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ സെയിം നെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് ക്യാപ്പ് എന്നാണ്. സോ എനിക്ക് വേണമെങ്കിൽ ഇത് തന്നെ കോപ്പി ചെയ്യാം, എന്നിട്ട് ഈ പേര് തന്നെ എനിക്ക് ഇവിടെ കൊടുക്കണം. ഓക്കെ. അതായിരിക്കും ഇച്ചിരി നല്ലത്. ഓക്കെ. സോ ഞാൻ പേര് കൊടുത്തു. ഇനി ഓബിയസ്ലി എനിക്ക് ഇവിടെ മറ്റേ മെറൂൺ കളർ കൊടുക്കണം. സോ സിമ്പിളായിട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ. ഈ ഐ ഡ്രോപ്പർ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നേരെ പോയിട്ട് ഈ കാണുന്ന ഇമേജിൻ്റെ ഒരു ബേസിക് ടോൺ, ഒരിക്കലും ഈ ബ്രൈറ്റ് എടുക്കില്ല, ഇത് ലൈറ്റിംഗ് വന്ന് അഫക്റ്റ് ചെയ്തേക്കണം. ഇത് നേരെ ഇപ്പുറത്തെ കളർ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കളറിൻ്റെ ഒരു ഫോം ഇവിടെ കിട്ടി അല്ലേ. സോ അങ്ങനെ നമുക്ക് ഷേപ്പ് കിട്ടും. പക്ഷേ നമുക്കിപ്പം ഇതുപോലത്തെ ഒരു ഫേഡ് ചിലപ്പോൾ നമുക്കൊരു ഗ്രേഡിൻ്റെ വൈബ് കൊടുക്കും, ഡാർക്കിന്ന് റെഡിലോട്ട് ഒരു ടോൺ. പക്ഷേ ഇത് ലൈറ്റിംഗ് അല്ല, ഇതിൽ തന്നെ എനിക്ക് കൊടുക്കേണ്ട ഒരു ഫേഡാണ്. എൻ്റെ ടൈപ്പ് പ്രൊഡക്റ്റിൽ എനിക്ക് കൊടുക്കേണ്ട ടൈപ്പ് ഒരു ഗ്രേഡിൻ ഫീൽ. ഓക്കെ. അത് വെച്ചാൽ ലിപ്സ്റ്റിക്കിന് എൻ്റെ ബ്രാൻഡിന് ഞാൻ അങ്ങനെ കൊടുക്കാൻ പോകുന്നത് ഗ്രേഡിൻ ടൈപ്പ് ഡിസൈൻ. ഓക്കെ. ഇവിടെ ഡാർക്ക് മുകളിൽ വരുമ്പോൾ ലൈറ്റ് ടോണായിട്ട് ഒരു കളർ. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഡീറ്റെയിൽ കൊടുത്തല്ലേ. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കളർ റാമ്പ് വരും. കാരണം കളർ റാമ്പിൽ നമുക്ക് ഗ്രേഡിൻ അല്ലേ, ബ്ലാക്ക് വൈറ്റ് അങ്ങനെ.
സോ ഞാനത് കൊടുക്കാൻ പോകും. സോ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു ബേസ് കളർ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഈ കടത്തേക്കുന്ന മെറൂണിൻ്റെ ഈ കളർ ഞാൻ കോപ്പി ഹാഷ് ഐ ഡി കോപ്പി ചെയ്യും. എന്തിനാന്ന് പറഞ്ഞാൽ സോ ഞാനിത് എടുത്തിട്ട് ഈ ഒരു മെഷീൻ ഞാനിപ്പം ഡ്രാഗ് ചെയ്ത് ഈ കളർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ലൈക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ. സോ ആ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ തുടക്കത്തേക്ക് എൻ്റെ ഈ കാണുന്ന ഈ വൈറ്റിൽ ഞാൻ പോയി എൻ്റെ സൈഡ് ആഡ് ചെയ്യും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി ഇതായിരിക്കും എൻ്റെ ഇത്. പിന്നെ ഇതെൻ്റെ ഡാർക്കർ ടോണാണ്. സോ ഓബിയസ്ലി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുന്ന മറ്റേ കളർ കൊടുക്കാം. ഓക്കെ, ഈ കാണുന്ന ബ്രൈറ്റ് കളർ കൊടുക്കണമെന്ന് വിചാരിച്ചു. സോ ഇവിടെ വരുന്നു എന്നിട്ട് ഞാനിവിടെ ഈ ഒരു കാണുന്ന ഒരു ബ്രൈറ്റ് കളർ കൊടുത്തു എന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ടൈപ്പ് വൈറ്റിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രേഡിങ് പോലത്തെ ഒരു വൈബ് ഇന്ന് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ അവിടെ നമ്മളിത് കൊടുത്തു. പക്ഷേ ഓബിയസ്ലി നമുക്ക് മനസ്സിലാവുന്നില്ല എവിടെ നിന്നാണ് ഈ എഫക്റ്റ് ഉണ്ടാകുന്നതല്ലേ, നമുക്കൊരു കൺഫ്യൂഷൻ വരും. സോ ഇതിനുവേണ്ടി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒന്നുകൂടെ സ്പേസ് എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ സ്പേസിൽ ഗ്രേഡിയൻ്റ് പേര് കൊടുക്കും. ഓക്കെ, സോ ഗ്രേഡിയൻ ടെക്സ്ചർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇത് ഞാൻ കളറിലെടുത്തിട്ട് ഈ ഫാക്ടറി കൊണ്ടുവന്നാൽ കണക്ട് ചെയ്യും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി കാരണം നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് കാണാൻ പറ്റും, ഇവിടെ റെഡ് കാണാൻ പറ്റും അല്ലേ. സോ നമുക്ക് ഓബിയസ്ലി ഇതിനെ ട്വീറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ നോഡ് റാങ്കുലർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ നോഡ് റാങ്കുലർ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ എഡിറ്റ് മോഡിൽ പോവുക, പ്രിഫറൻസസിനകത്ത് പോവുക, എന്നിട്ട് നമ്മുടെ ആഡ് ഓൺസിനകത്ത് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ നോഡ് റാങ്കുലർ എന്നിട്ട് ഇവിടെ വന്നിട്ട് NODE അടിച്ചാൽ മതി. ഈ സാധനം എപ്പോഴും ഓൺ ആക്കി വെക്കാം. അത് മതി, അത്രേ ഉള്ളൂ. ഓക്കെ, സോ വൺസ് ഈ നോഡ് റാങ്കുലർ ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് ആ ട്വീക്ക് നടത്തണം അല്ലേ. സോ നമുക്ക് ആ എന്താ ഇവിടെ നടക്കാൻ പോകുന്നുള്ള ചേഞ്ച് കാണണം. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ നോഡ് റാങ്കിൽ Ctrl+T അങ്ങനെ ഞെക്കി. ഓക്കെ, Ctrl+T ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. സോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേഡിന് മാറ്റാൻ പറ്റും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫേഡ് നല്ല സ്ട്രോങ് ആക്കാൻ പോവാം കേട്ടോ. സോ എനിക്ക് കാണാൻ പറ്റും ഡാർക്കും ഇതിനും തമ്മിലൊരു വ്യത്യാസം എടുത്തറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്കിത് ഫേഡ് ചെയ്ത് മാറ്റണമല്ലോ, റൊട്ടേറ്റ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടി സോ ഞാൻ ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട കറക്റ്റ് പൊസിഷൻ കിട്ടിയല്ലേ. സോ ഇനി ഇവിടെ വന്നിട്ട് ഈ പറയുന്ന വാല്യൂവിൽ ഞാൻ 90 കൊടുത്തു. ഓക്കെ, മീൻസ് 90 കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. എനിക്കെന്നെ ഡാർക്ക് താഴെ വരണ്ട അല്ലേ. സോ നമുക്ക് ജസ്റ്റ് കളർ അങ്ങ് സ്വാപ്പ് ചെയ്താൽ മതി. സോ ഇവിടെ ഞാൻ എന്നാ ചെയ്യുന്നത് വീണ്ടും ഈ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ കളർ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുത്തെ സൈഡ് വരുന്നത് ആഡ് ചെയ്യാൻ പോകും. സോ അതായിരിക്കും ഈ ഒരു വാല്യൂ കോപ്പി. എന്നിട്ട് നേരെ പോയിട്ട് ഈ കൊടുത്തേക്കുന്ന കളർ മുകളിലത്തെ ഈ റെഡ് എനിക്ക് അതാക്കണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ആ കളർ അങ്ങ് പേസ്റ്റ് ചെയ്യാൻ പോകാം. എന്നിട്ട് ഈ താഴെ കാണുന്ന ഈ സൈഡിൽ ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഡാർക്ക് ടോൺ കൊടുക്കാൻ പോകാം. സോ ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഈ ID ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണുന്ന ഡാർക്ക് ടോൺ എടുക്കും. സോ അങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, സോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ നമ്മൾ ആ ഫേഡിൻ്റെ ഫീൽ കൊടുക്കാൻ പോകും. സോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കണ്ടാൽ നമുക്ക് ആ ഒരു ഡാർക്കർ ഫേഡ് ഇതുപോലത്തെ ടൈപ്പ് ഒരു ഫേഡ് ഫീൽ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, എൻ്റെ മോഡൽ. സോ ഇത് ചിലപ്പം നിങ്ങളുടെ ബ്രാൻഡിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫേഡ് കൊടുക്കണമായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫേഡ് ഫീൽ കൊടുക്കാം. ഓക്കെ, സോ എൻ്റെ മോഡൽ ഞാൻ ഇങ്ങനെ ഒരു ഗ്രേഡിന് ഫേഡ് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് മോഡൽ എൻ്റേതായ രീതിയിലുള്ള ഒരു എന്നാ പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റിൻ്റേതായ രീതിയിൽ ഒരു വൈബ് ഞാൻ ഇന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു മോഡൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ അടിവശത്തും ഓൾമോസ്റ്റ് ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ഡിസൈൻ കൊടുക്കുന്നു. സോ നമുക്കറിയാം ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കളർ ടോൺ. സോ ഇതിൽ ഞങ്ങൾ കോപ്പി ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാൻ അടി വന്നിട്ട് ഇവിടെ ഞാനൊരു പുതിയ ഒരെണ്ണം ഉണ്ടാക്കും. സോ ഇത് നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടം പാർട്ടാണല്ലേ. സോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ സെയിം പേര് തന്നെ കൊടുക്കും, ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടം. Ctrl പേസ്റ്റ്. ഓക്കെ, സോ അത് Ctrl+C Ctrl+V. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ട് Ctrl+V അടിക്കാം. എന്നിട്ട് ഇതിന് ക്ലിക്ക് ചെയ്യുന്നു, ഈ മെറ്റീരിയലിനകത്ത് പോകുന്നു. എന്നിട്ട് ഈ മെറ്റീരിയലിനകത്ത് ഞാൻ ഈ സൈഡിൽ ഇതിനെ പേസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ടോൺ ആവശ്യം. സോ ഞാൻ അന്നേരം ഇവിടെ വന്നിട്ട് ഒന്ന് കോപ്പി ചെയ്യുക, സെയിം നമ്മുടെ മെറ്റീരിയൽ ID ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ഈ ബേസിക് മെറ്റീരിയലിനകത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് അപ്ലൈ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് അടിവശത്ത് കണ്ടോ ആ ഒരു ഫേഡ് വരുന്നുണ്ടോ, ഫേഡ് ഔട്ട് പോലത്തെ എഫക്റ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒത്തിരി ഓവറായിട്ട് അത് ഇതായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. സോ നമുക്ക് ഒരു ഫേഡ് ഔട്ടിൻ്റെ ഒരു വൈബ് കൊടുക്കാൻ പറ്റും. ഇതാണ് മോഡൽ. സോ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ നല്ലൊരു സ്മൂത്ത് ഫേഡ് കൊടുക്കാൻ പോകാം. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് കിട്ടിയല്ലേ. സോ നമ്മുടെ ലിപ്സ്റ്റിക് കംപ്ലീറ്റ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്തെ ഓരോ ഭാഗം നമ്മൾ അണ്ടർ ടെക്സ്ചർ ചെയ്യണം അല്ലേ. സോ അങ്ങനെ ഈ രണ്ടിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയി. സോ ഇനി ഇതും ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ ഞെക്കി ഹൈഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതൊരു നല്ല മെറ്റാലിക് ടൈപ്പ് ടോണാണ് അല്ലേ. സോ അത് നമുക്ക് ആഡ് ചെയ്യണം. സോ സെയിം പരിപാടി തന്നെ ഇവിടെ നിന്ന് മെറ്റീരിയൽ കൊടുക്കുന്നു, ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ കാണുന്ന കളർ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസ് ടോൺ എന്ന് പറയുന്നത് സംവെയർ ഈ ഒരു കളറായിരിക്കും. ഈ ഡാർക്കും ഈ ഒരു ബ്രൈറ്റും നടുക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ടോൺ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണത് മെറ്റാലിക് വാല്യൂ ഫുൾ അങ്ങ് മാക്സ് ആക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടോൺ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എൻ്റെ റഫ്നെസ് ഒന്ന് രീതിയിൽ വെച്ചാൽ മതി. ഓക്കെ, ഓബിയസ്ലി നല്ല ബ്രൈറ്റ് ആയിട്ട് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ഇല്ല, നമ്മൾ ബ്രൈറ്റ് ആക്കും ഇപ്പോഴല്ല റെൻഡറിങ്ങിൽ. ഓക്കെ, സോ നമുക്ക് വേണ്ട റഫ്നെസ് എത്രയാണോ ആ ഒരു രീതി കൊടുക്കാം. നമുക്കിവിടെ നോക്കാൻ പറ്റും ഇതിൻ്റെ ഷാഡോയിലെ കട്ട് എന്തുമാത്രം ഷാർപ്പാണ്. സോ ആ ഒരു ബേസിസ് വേണം നമ്മളിവിടെ അതിൻ്റെ ഷാർപ്നെസ്സിൻ്റെ കട്ട് കൊടുക്കാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു സ്ട്രോങ് അല്ല, ബട്ട് ഈ ഒരു അമൗണ്ടിൽ ആയ റഫ്നെസ് വാല്യൂ 0.2. ഓക്കെ,
ഈ ഒരു റേഞ്ച് നമുക്ക് 0.2 ആയിട്ട് തന്നെ ആക്കാം. അടിച്ചിട്ട് 0.2 തന്നെ ആക്കാം. നമ്മുടെ 13 വേവല്ലേ. ഓക്കെ, സോ അങ്ങനെ ഞാനൊരു 0.2 കൊടുക്കുന്നു. നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കും. ഇച്ചിരി കൂട്ടാം. 3 ഓക്കെ. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഈ ഒരു ഭാഗത്തെ ടെക്സ്ചർ കംപ്ലീറ്റ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണേ, നമ്മൾ മുകളിലത്തെ ക്യൂടെക്സ്. സോ അതിന് മുമ്പേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. സോ ഞാൻ ഈ മെഷീനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഷെയ്ഡിൻ്റെ കവർ കോപ്പി ചെയ്തിട്ട് ആ മെറ്റീരിയലിനും Ctrl+C Ctrl+V അടിച്ച് ഷെയ്ഡിൻ്റെ പേര് അവിടെ കൊടുക്കാൻ പോവാം. ഇനി മുകളിൽ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അത് ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. ഇന്ന് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. അതിനെ ക്ലിക്ക് ചെയ്ത് അതിനെ Ctrl+V ഞെക്കി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ഈ ഷെയ്ഡിന് ഇതുപോലെ നമ്മൾ പിങ്ക് കൊടുക്കാൻ പോവാം. സോ ഇത് പിങ്ക് കൊടുക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് കൊടുക്കാൻ പറ്റും ഇവിടെ. ഞാൻ ജസ്റ്റ് ഇതങ്ങ് ഫോളോ ചെയ്തങ്ങ് പോവാം. സോ ഇതിൻ്റെ ഇത് ഡാർക്ക് ടോൺ ആണ്. ഇത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് കളർ ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ് ടോൺ ആണ് ഈ കാണുന്നത്. സോ നമ്മൾ തലപ്പത്തേക്ക് ഈ ഒരു കളർ ഇങ്ങനെ പിക്ക് ചെയ്യാം. ഓക്കെ, വൺസ് പിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ലിപ്സ്റ്റിക് ആണ്. സോ ലിപ്സ്റ്റിക്കിന് അതിൻ്റേതായ ഒരു മെറ്റാലിക് ടോൺസ് ഒക്കെ അതിനകത്ത് കാണും. ശരി, സോ ജസ്റ്റ് ആ ഒരു ബേസിസ് ഷേപ്പിനനുസരിച്ച് ഞാൻ ചെറുതായിട്ട് ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ട ഒരു ചെറുതായിട്ട് ഒരു മെറ്റാലിക് ടോൺസ് നിന്ന് ആഡ് ചെയ്യും. എന്നിട്ട് റഫ്നെസ് ഞാൻ പരമാവധി ഒന്ന് ലിമിറ്റ് ചെയ്യും. ഓക്കെ, നോർമൽ ലിപ്സ്റ്റിക് ഒത്തിരി ഗ്ലോസി ആയിരിക്കുകയല്ല. ചിലതുണ്ട് നല്ല ഗ്ലോസ് ചെയ്ത്, ചിലത് നല്ല ഇതാണ്. പക്ഷേ എൻ്റെ ബ്രാൻഡിന് വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇത്തരം ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ടോണാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ വൺസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് കംപ്ലീറ്റ് ആയി. നമ്മുടെ ക്യാപ്പും എല്ലാം ഇടണം അല്ലേ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇതൊന്ന് അൺഹൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് നമ്മുടെ എല്ലാം ഷേപ്പ് ശരിക്കും. ഇനി നമ്മൾ നോക്കാം, നമുക്ക് നമ്മുടെ ബ്രാൻഡ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ബ്രാൻഡിങ് കാണും. ചിലർക്ക് ലാക്മേയുടെ വേറെ ബ്രാൻഡ് കാണും, ചിലർക്ക് വേറെ കാണും. സോ എൻ്റെ അകത്ത് ഞാൻ ലാക്മേ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് ചിലപ്പോൾ ലോഗോ ഞാൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് എൻ്റെ അതിനകത്ത് എൻ്റെ ലാക്മേയുടെ ഒരു ലോഗോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നോക്കുമ്പോൾ കണ്ട എൻ്റെ ഇമേജ് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വന്ന് എന്നിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഈ ഇമേജ് അങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ വൈറ്റ് കാണുന്ന ഏരിയയിൽ മാത്രം ഗോൾഡ് ആണുള്ളൂ. ഇതായിരിക്കും ബ്ലാക്ക് അല്ലേ. ഇവിടെ അപ്പോൾ നമ്മുടെ മെറൂൺ കളറായിട്ട് വരും. കാരണം നമ്മൾ ഇതൊരു മാസ്കിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ബ്ലെൻഡർ മാത്രമല്ല സബ്സ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന മാസ്കിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് എന്ന് പറഞ്ഞ ഭാഗങ്ങളെല്ലാം ക്ലീനാണ്, സീറോ. എന്നിട്ട് അവിടെ ഒന്നും കാണില്ല. ഓക്കെ, വൈറ്റ് എന്ന് പറഞ്ഞ ഏരിയ എന്താണോ ആ തെളിഞ്ഞിരിക്കുന്ന അവിടെയാണ് വൈറ്റ്. ആ വൈറ്റിൽ മാത്രമേ ഈ ഡിസൈൻസ് കാണത്തുള്ളൂ. അതാണ് ബേസിക് ആയ ഒരു മാസ്കിൻ്റെ ഒരു ഇത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഇതിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചാൽ എങ്ങനെ ചെയ്തതെന്ന്. സോ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്യാം. എനിക്ക് ഫോട്ടോഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോപ്പി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉപയോഗിക്കാൻ പോകാം. സോ ഫോട്ടോപ്പി തന്നെ ഫോട്ടോഷോപ്പിൽ തന്നെ, പക്ഷേ ഫ്രീ ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഓൺലൈനിലുള്ള കുറച്ച് സംഭവം. സോ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കിനകത്ത് പോകുന്നു. എന്നിട്ട് ഞാൻ ലാക്മേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കുന്നുണ്ടോ വൈറ്റ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഇങ്ങനെ ആക്കി എടുക്കും. അതോ നിങ്ങൾക്ക് ഇങ്ങനെയല്ല വന്നത്, നിങ്ങൾക്ക് എന്നെ പോലെ ഇങ്ങനെ ആദ്യം കിട്ടിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, Ctrl+I ഞെക്കി ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ ലെയർ സ്റ്റാക്ക്. Ctrl+I ഞെക്കി ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പം ഈ വൈറ്റ് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, Ctrl+L പ്രസ് ചെയ്യാം. നമ്മുടെ ലെവൽസ് ഫോട്ടോഷോപ്പിൽ സെയിം തന്നെ ലെവൽ വാല്യൂ ഒന്ന് കൂട്ടാം. ഓക്കെ, അത്ര ചെയ്താൽ മതി. സോ അങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഇത് പ്യുവർ വൈറ്റോട്ട് മാറും. എന്നിട്ട് ഫയൽ, എന്നിട്ട് എക്സ്പോർട്ട്, സേവ് ആസ് ചെയ്ത് PNG ആയിട്ട് സേവ് ചെയ്യുക. എപ്പോഴും ഓർക്കാം ഈ നമ്മൾ ഉണ്ടാക്കുന്ന ബ്ലാക്ക് മാസ്ക് എപ്പോഴും PNG ആയിട്ട് വേണം സേവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇത് ഓൾറെഡി ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനിത് രണ്ടാമത് നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ ബേസിക്കലി ഈ ലോഗോ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ട്. ഓക്കെ, സോ ബ്ലെൻഡറിനകത്ത് വരുന്നു. എന്നിട്ട് ഞാനിവിടെ എൻ്റെ ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ താഴത്തെ മെഷീനായിരിക്കും നമ്മൾ ഈ ഡീറ്റെയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ പ്രിവ്യൂടെ ഒരു പോയിന്റ് ഇവിടെ കൊണ്ട് നോക്കാൻ പോകും. എന്നിട്ട് ഞാനിവിടെ പറയാൻ പോവാം, എനിക്ക് രണ്ടാമതൊരു എന്താ പറയുന്നത് ഒരു ഇതുപോലത്തെ ഒരു ഷെയ്ഡർ ഉണ്ടാക്കണം. കാരണം ആ ഷെയ്ഡറിന് ഞാൻ ഈ പറയുന്ന പോലത്തെ ഇതേ ബ്രാസ് സ്ട്രക്ചർ എനിക്ക് അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ അതിനുവേണ്ടി എനിക്ക് രണ്ടാമത് ഞാൻ ഒരു ഷെയ്ഡർ മെറ്റീരിയൽ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഇതിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ. സോ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കൊരു പ്രിൻസിപ്പൽ PS ഇവിടെ ഉണ്ടല്ലോ. സോ ഇതിൻ്റെ ഒരെണ്ണം തന്നെ ഞാൻ ഒന്നുകൂടെ എടുക്കാൻ പോവാം. സോ ഞാൻ Shift+D ഞെക്കി കഴിഞ്ഞാൽ എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കാൻ പറ്റും ഈ പ്രിൻസിപ്പൽ PS തന്നെ. ഓക്കെ, ഈ പ്രാവശ്യം ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ കാണുന്ന പിക്ചർ ഹൈഡ് കഴിഞ്ഞാൽ എനിക്ക് ഇതേ ടോൺ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ വേണ്ടത്. ഓക്കെ, ഈ സെയിം കളറായിരിക്കും എനിക്ക് വേണ്ടത്. സോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ മെഷിനകത്ത് പോയിട്ട് ഈ കാണുന്ന ഈ പ്രിൻസിപ്പൽ PS ഒന്ന് കോപ്പി ചെയ്യാം. ഇത് നമ്മുടെ ഈ ആദ്യവശത്തെ മെഷോട്ട് വന്നിട്ട് വേണമെങ്കിൽ ഇത് ഡിജിറ്റ് വന്നിട്ട് തലത്തിലേക്ക് Ctrl+P നീക്കി കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ ഈ മെറ്റൽ തന്നെ എനിക്കിവിടെ കൊടുക്കും. ചിലപ്പോൾ എനിക്ക് ഇതേ മെറ്റീരിയൽ തന്നെ ആയിരിക്കും എനിക്കിവിടെ എന്താ പറയുക ടെക്സ്ചറിൻ്റെ ആ മെറ്റാലിക് ലോഗോ ആയിട്ട് തന്നെ കിട്ടേണ്ടത്. സോ ഞാൻ ബേസിക്കലി അപ്പുറത്തെ ഷെയ്ഡിനകത്ത് പോയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കവറിൽ പോയിട്ട് ഈ മെറ്റീരിയൽ ഞാൻ Ctrl+C ഞെക്കി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ Ctrl+V ഞെക്കി പേസ്റ്റ് ചെയ്യുക. അതേ പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യണം, എനിക്ക് ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഈ മെറ്റീരിയലും മിക്സ് ചെയ്യണം. നമുക്കറിയാം ഇതൊരു പ്രിൻസിപ്പൽ PS ഇതൊരു പ്രിൻസിപ്പൽ PS ഇതെന്നുള്ള പറയുന്നത് നമ്മുടെ ഷെയ്ഡറാണ്, മെയിൻ ഷെയ്ഡർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിക്സ് ഷെയ്ഡർ ആഡ് ചെയ്യും. ഓക്കെ, കാരണം ഇത് ഷെയ്ഡർ ആയതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡറായിട്ട് തന്നെ മിക്സ് ചെയ്യണം.
സോ നെക്സ്റ്റ് ഷെയ്ഡർ ഇന്നും കൂടെ നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം, സെക്കൻഡ് വൺ വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതാക്കാം, എന്നിട്ട് മൂന്നാമത്തെ ഇത് ഇന്നും കൂടെ കൊണ്ടുവന്ന് ആക്കാം. അപ്പോൾ എന്നെ സംഭവിക്കുന്നുണ്ടോ, ഒരു മെറൂണും ഈ ഒരു ഗോൾഡും കൂടെ കമ്പൈൻ. അപ്പം ഇതിനൊരു ഐഡിയ വേണം, ലൈക്ക് ഞാൻ കമ്പൈൻ ചെയ്തു, പക്ഷേ നമുക്ക് വേണ്ടുന്ന ലാക്മേ മാത്രമാണ് ഇവിടെ വരേണ്ടതല്ലേ. സോ അവിടെയാണ് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്ക് ഇടുന്നത്. ഈ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മാസ്ക് ഇടാൻ വേണ്ടിയുള്ള സെക്ഷനാണ്. സോ ഇവിടെ ഞാൻ എൻ്റെ ലാക്മേയുടെ ലോഗോ, നിങ്ങൾ എന്ത് ലോഗോ ഉണ്ടാക്കി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു, എന്നിട്ട് അത് ഇവിടെ കൊണ്ടു നിർത്തും. സോ ഓർക്കുക, കാണേണ്ട ഭാഗം വൈറ്റ് ആയിരിക്കണം, വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ആയിട്ടിരിക്കും. ഓക്കെ, ഇതുപോലെ ഇരിക്കും. സോ എൻ്റെ ലോഗോയിൽ ലാക്മേ വരണം, സോ ലാക്മേ ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ലോഗോ എന്താണോ അത് വൈറ്റ് ആയിട്ടിരിക്കും. ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും ഇമേജ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ ഇമേജ് ഡ്രാഗ് ചെയ്ത് എൻ്റെ ഫാക്ടറി കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ബേസിക്കലി പറയും എവിടെ എനിക്ക് ആ ലോഗോ ഉണ്ടോ അവിടെ എനിക്ക് ആ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മളിത് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഓബിയസ്ലി നമ്മളിതിപ്പം കാണുന്നില്ല, കാരണം അത് ഓൾറെഡി മിക്സ് ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ. ഓക്കെ, സോ അതിന് തന്നെ ഒരു ഐഡിയ കിട്ടുന്നത് അത് എവിടെ പോയി ഇരിക്കണേന്ന്. ഓക്കെ, അൺറാപ്പ് നമ്മൾ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അതും അതിൻ്റെ ഒരു ഫാക്ടർ. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാൻ ഇതങ്ങ് ഊരുന്നു, എന്നിട്ട് ഞാൻ ഇത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കും, ഇതെടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കും. കാരണം നമുക്ക് ഈ ഒരു വശം എപ്പോഴും നമ്മുടെ പ്യുവർ കളറായിട്ട് എടുക്കണം. എൻ്റെ കൊടുക്കാൻ പോകുന്ന ലാക്മേ ആയിരിക്കും അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നതല്ലോ. സോ നമുക്ക് അങ്ങനെ അത് ചെയ്യേണ്ടത്. സോ തൽക്കാലത്തേക്ക് ഞാൻ ഇതിങ്ങനെ വെക്കുന്നു, എന്നിട്ട് നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ടെക്സ്ചർ ഇവിടെ കൊണ്ടുവരുത്തുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവന്നെത്തിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ കിട്ടി, നമുക്ക് നമ്മുടെ ടെക്സ്ചർ അതിനകത്ത് ആഡ് ചെയ്യണം. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമ്മുടെ ഈ മെഷീനകത്ത് പോകുന്നു, എന്നിട്ട് ഇതിൻ്റെ എഡിറ്റ് നമ്മൾ ബേസിക്കലി യൂബി എഡിറ്റ് ടാബിലോട്ട് പോകാൻ പോകും. സോ ഞാൻ ഇവിടെ നിന്ന് ഒരു പുതിയ മെഷ് ക്രിയേറ്റ് ചെയ്യാൻ പോകും, ഇവിടുത്തെ ഡ്രാഗ് ചെയ്ത്. ഓക്കെ, സോ ഡ്രാഗ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വെർട്ടിക്കൽ സ്പ്ലിറ്റ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ലൈൻ വരും, ആ ലൈൻ അവിടെ കൊണ്ട് നോക്കുന്നു, അവിടെ നിന്ന് വെർട്ടിക്കൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഈ യൂബി എഡിറ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ യൂബി എഡിറ്റർ പോയിട്ട് ഞാൻ ലാക്മേ അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ മെഷീനെ എഡിറ്റ് മോഡിൽ പോയിട്ട് ഇതങ്ങ് സെലക്ട് ചെയ്യും. ഓക്കെ, ഒബിയസ്ലി ഈ മെഷ് ഇവിടെ നിന്ന് ക്രിയേറ്റഡ് ആയിട്ടില്ല. സോ ഞാൻ എന്നാ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷ് ഇവിടെ ഒന്ന് അൺറാപ്പ് സെറ്റപ്പ് ചെയ്യാൻ പോയില്ല, കാരണം എനിക്ക് ഈ ലാക്മേയുടെ ലോഗോ പ്രോപ്പറായിട്ട് അവിടെ കിട്ടണം. സോ അതിനുവേണ്ടി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ എൻ്റെ ഈ മോഡലിൻ്റെ ഈ ഒരു പോയിന്റ് എനിക്കൊന്ന് ഈ ഒരു പോയിന്റ് തൊട്ടും പിന്നെ ഈ താഴത്തെ ഇത്ര ഒരു പോയിന്റ് ഞാൻ തലക്കാലത്തേക്ക് റൈറ്റിലേക്ക് ഞെക്കി മാർക്ക് സീം അടിക്കാൻ പോകും. കാരണം എനിക്ക് ഇത്ര ഒരു പോയിന്റ് നിന്ന് മാറി വേണം എൻ്റെ ബാക്കി ഡീറ്റെയിൽസിൻ്റെ ഷേപ്പിലൂടെ വരുത്താൻ. ഓക്കെ, സോ ഞാനിത് ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് പിന്നെ എനിക്കറിയാം ഇതെൻ്റെ ഫ്രണ്ട് വ്യൂ -y അല്ലേ. സോ -y ഇതാണെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഞാനൊരു ലൂപ്പ് കൊണ്ട് ഇത്ര ഒരു ഭാഗത്തിന് നടുവേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. സോ ഇവിടെ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മാർക്ക് സീം അടിക്കും ഇവിടെ. ഓക്കെ, സോ മാർക്ക് സീം അടിച്ച് കഴിയുമ്പോൾ നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. സോ ഇവിടെ നിന്ന് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു, Ctrl L ഞെക്കുന്നു. ഓക്കെ, ഫേസ് മോഡിൽ പോവാം, ഇവിടെ വന്നിട്ട് Ctrl L ഞെക്കാം, ലിങ്ക്. ഓക്കെ, L. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് യു ഞെക്കുന്നു, എന്നിട്ട് അൺറാപ്പ് ആംഗിൾ ബേസ്ഡ് കൊടുക്കും. ഓക്കെ, വൺസ് അൺറാപ്പ് ആംഗിൾ ബേസ് കൊടുക്കുമ്പോൾ കണ്ട് നമ്മുടെ ലാക്മേയുടെ ആ ലോഗോ ഇവിടെ വരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമുക്ക് ആ ലാക്മേയുടെ ലോഗോ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ പറയും. സോ അതിന് വേണ്ടി ഞാൻ ജി ഞെക്കുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെക്കാൻ പോകാം. ഓക്കെ, സോ ഇവിടെ നമ്മളിത് വെക്കാവുന്ന സമയത്ത് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. എനിക്ക് ഈ ഒരു ഭാഗം എനിക്ക് റഫ് ടെക്സ്ചർ മാത്രം കണ്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും എനിക്ക് കാണണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കൊണ്ട് മൗസ് ഇവിടെ കൊണ്ട് ഹവർ ചെയ്തിട്ട് സ്ക്രോൾ വീലുകൊണ്ട് പുറത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ തൽക്കാലത്തേക്ക് ഞാൻ ഓഫ് ചെയ്യാൻ പോകും. ഓക്കെ, സോ എനിക്ക് എൻ്റെ ലാക്മേയുടെ ലോഗോ കാണാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിങ്ങനെ പോകുന്നത്. പക്ഷേ പ്രശ്നം ഉണ്ടോ, ഞാൻ ഡ്രാഗ് ചെയ്യും തോറും മൾട്ടിപ്പിൾ ആയിട്ട് ലാക്മേ ഡിസൈൻ വന്നിരിക്കുക. എനിക്കങ്ങനെ വേണ്ട, എനിക്കൊരു സ്പെസിഫിക് ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ മെഷീനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന റിപ്പീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അത് നമ്മൾ ക്ലിപ്പ് കൊടുത്താൽ മതി. അപ്പം ഇവിടെ മാത്രമുള്ളത് മാത്രം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അൺട്രാപ്പ് നമുക്ക് ചെറുതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിനുള്ളിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എൻ്റെ ലാക്മേയുടെ ലോഗോ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ചിലപ്പം ചെറുതാക്കി വെക്കത്തുള്ളൂ എൻ്റെ ലാക്മേയുടെ ലോഗോ. സോ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ GZ അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷനിങ് പോകാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആരോഗ്യം ക്ലിക്ക് ചെയ്യാം. അത് നമ്മുടെ ടൂൾസ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് Y ആക്സസിൽ ഇങ്ങോട്ട് പുഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതല്ല വേണ്ടത്, X ആക്സസിലാണ്. സോ X ആക്സസിൽ ഞാൻ ബേസ് അനുസരിച്ച് ഇതിനെ വേണ്ട പൊസിഷനിൽ കറക്റ്റായിട്ട് ഒന്ന് മൂവ് ചെയ്ത് വെക്കും. ഓക്കെ, സോ എനിക്ക് എൻ്റെ ലാക്മേയുടെ ലോഗോ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ താഴോട്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് ഞാൻ അടിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, സോ ഈ ഗോൾഡൻ സ്ട്രിപ്പ് എങ്ങനെ അടിക്കണമെന്ന് ഞാൻ അയച്ചുതരാം. സോ നമ്മളിപ്പോൾ നമ്മുടെ ഈ മോഡൽ കംപ്ലീറ്റ് ആക്കി അല്ലേ. സോ ഇനിയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ എൻ്റെ ഓവർലേ ഒന്ന് ഓണാക്കാൻ പോകാം. വീണ്ടും സ്ക്രോൾ ചെയ്തിട്ട് ഇപ്രാവശ്യം നമ്മൾ ഇതിനൊരു UV സീം കൊടുത്തില്ല. സോ ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യും, ഫേസ് മോഡൽ. ഈ ഒരു ഫേസും ഈ കാണുന്ന എനിക്ക് ചിലപ്പം ഇത്ര ഒരു ഭാഗം വരെ ഗോൾഡ് കൊണ്ടാകും, ആ ഒരു നമ്മളുണ്ടാക്കിയ ബ്രാസിനും ഡീറ്റെയിൽ കൊണ്ടാകും. സോ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇത്ര ഒരു ഏരിയയിൽ ഞാനൊരു സീം അപ്പോൾ നമ്മുടെ മെഷർ ഇതുപോലെ എനിക്ക് കയറി പോകുന്നത് സൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ടായി പോകും. അത് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ പാനലിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ആരോ ഇല്ലേ, ഈ കാണുന്ന ആരോ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വ്യൂവിനകത്ത് പോയിട്ട് ഇതങ്ങ് 0 ആക്കി മതി. ഓക്കെ, ഫുള്ള് പുറത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ മതി. അപ്പം ഇങ്ങനെ 0.001 കൊടുത്താൽ മതി. ഓക്കെ, എളുപ്പം നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ടതാണോ ആ ഒരു പോയിന്റ് എത്ര വരെ എനിക്ക് ആ ഗോൾഡൻ ലൈനിങ് വേണോ അവിടെ വരെ അങ്ങ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു,
മാക്സിമം അടിക്കുന്നത്. എന്ത് ഞാൻ മാക്സിമം അടിക്കുന്നതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്ത് പോകാൻ പറ്റും അതിന് വേണ്ടി. സോ വീണ്ടും ഫേസ് മോഡിൽ പോകുന്നു. 3 പ്രസ് ചെയ്ത് ഞാൻ ഫേസ് മോഡിൽ പോകും. ഫേസ് മോഡ് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യും, തൊട്ടാഴത്തെ ഒരു ഫേസ് സെലക്ട് ചെയ്യും, എന്നിട്ട് കൺട്രോൾ എൽ കൊടുത്തു കഴിയുമ്പോൾ ആ 2 ഫേസ് മാത്രം സെലക്ട് ചെയ്യും. എന്തുകൊണ്ട് അത് 2 മാത്രം വരുന്നത്? കാരണം ഞാൻ മാക്സിമം അടിച്ചത് കൊണ്ട് മാക്സിമിനുള്ളിൽ എന്തൊക്കെയുണ്ടോ അതുവരെ മാത്രമേ അത് സെലക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊന്നും സെലക്ട് ചെയ്തില്ല. അതൊരു റെസ്ട്രിക്ഷൻ പോലെയാണ് സെലക്ഷനിൽ. ഓക്കെ, സോ ഞാനിത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ യു ഞെക്കി ആംഗിൾ ബൈ സെൻറ്റർ അപ്പ് ആക്കാൻ പോവാം. ഓക്കെ, ആ ആംഗിൾ ബൈ സെൻറ്റർ അപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇതിനെ ഈ ഏരിയയിൽ നമുക്ക് ആ ഗോൾഡ് വേണമല്ലേ. സോ ഞാൻ പരമാവധി ചെറുതാകും, കാരണം ഇത് നമുക്ക് വലിയ ഇതിൽ വേറൊരു ടെക്സ്റ്റിനകത്ത് വരാൻ പോകണില്ല അല്ലേ. സോ ഞാനത് പരമാവധി ചെറുതാക്കിയിട്ട് ഇതൊരു ഗോൾഡ് ഭാഗമല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, ഈ ഡീറ്റെയിൽ ഗോൾഡിൽ ആഫക്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഇതിനകത്ത് കൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നോക്കും. കണ്ടോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് ആ ഗോൾഡ് ഞാനിപ്പം ആ ഒരു ഗോൾഡിന് പകരം ഞാൻ മാറ്റി ഇവിടെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി അത് മെറൂണായി മാറും അല്ലേ. പക്ഷേ എനിക്ക് ഗോൾഡ് തന്നെ വേണം. സോ ഞാൻ ആ ഗോൾഡിൻ്റെ ലൈൻ ഏതാണോ ആ ലോഗോയിൽ ഞാൻ എവിടെയാണ് ഗോൾഡ് കൊടുത്തത് ആ ലോഗോയുടെ അവിടെ കൊണ്ടുവന്ന് ഞാൻ അൺട്രാപ്പ് കൊണ്ടുവന്ന് കയറ്റി. ഓക്കെ, ഭയങ്കര ചെറുതായി, കുഴപ്പമില്ല, കാരണം ഇതൊരു വിഷ്വലൈസേഷൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഇതാണ് ഇങ്ങനെ എനിക്ക് എൻ്റെ ലോഗോയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ബ്രാൻഡിങ് ആയ രീതിയിൽ ഞാൻ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഈ ഒരു ഭാഗത്ത് എനിക്ക് എൻ്റെ ഈ ഒരു ഗോൾഡ് സ്ട്രിപ്പിൻ്റെ ഡിസൈൻ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇനിയിപ്പോൾ നമ്മുടെ മുകളിലിരിക്കുന്ന ക്യാപ്പിലും അതുപോലത്തെ ഒരു വൈബ് കൊടുക്കണം. ഓക്കെ, സോ അതുപോലത്തെ ഒരു വൈബ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ വരുന്നു, എൻ്റെ ഈ മുകളിലത്തെ ക്യാപ്പ് അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോകും. ഓക്കെ, സോ മുകളിലത്തെ ക്യാപ്പിൽ എനിക്ക് ലാക്മേഡ് ഇത് കൊടുക്കണം, പക്ഷേ എനിക്ക് കാണുന്ന ഗോൾഡ് സ്ട്രിപ്പ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാക്മേയുടെ എൻ്റെ ഇതിനകത്ത് ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആബ്സല്യൂട്ട് എന്ന് വേണമെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാക്മേ എന്താണ് ആ പേര് അവിടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ട് അവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ എൻ്റെ രീതിയിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ മതി. സോ ഞാനിത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ എനിക്ക് ജസ്റ്റ് എൻ്റെ ഗോൾഡ് സ്ട്രിക്സ് മാത്രം ആഡ് ചെയ്താൽ മതി. സോ ഞാൻ ലിപ്സ്റ്റിക്കിനകത്ത് വരുന്ന ഈ ലിപ്സ്റ്റിക് ക്യാപിറ്റൽ കടത്തി വന്നിട്ട് ഞാൻ എനിക്കിവിടെ അതിനകത്ത് മാത്രമായിട്ടൊരു ഗോൾഡിൻ്റെ സ്ട്രിക്ക് ആഡ് ചെയ്യും. സോ ഞാൻ ഇതിൻ്റെ ടാബ് നിൽക്കുന്നു. ഇതിനു വേണ്ടി ഞാൻ നമ്മുടെ പഴയ പോലെ തന്നെ ഒരു ഇത്ര ഒരു ഭാഗത്ത് എനിക്കൊരു ഗോൾഡിൻ്റെ ലൂപ്പാണ്. സോ ഞാൻ ഇത്ര ഒരു ഭാഗം റെസ്ട്രിക്ട് ചെയ്യാൻ പോകാം. എഡ്ജ് മോഡിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുന്നു, ഒരു ലൂപ്പിൻ്റെ ഒരു ഫേസ് എനിക്ക് അവിടെ എനിക്ക് ഒരെണ്ണം വേണം. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ എനിക്ക് എൻ്റെ നെക്സ്റ്റ് ഓപ്പണിങ്ങിൽ എനിക്ക് ഇവിടെ ആയിട്ട് ചിലപ്പം ഒരു സീമും വേണം. സോ ഈ 2 സീം സെലക്ട് ചെയ്യുന്നു, സെലക്ടിനകത്ത് പോകുന്നു, അല്ലാത്ത നമ്മൾ സെലക്ട് ഓപ്ഷനകത്ത് പോയി എഡ്ജ് ടു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെയും ലൂപ്പ് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 2 ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ഞെക്കുന്നു, എന്നിട്ട് പിന്നെ മാക്സിമം ആഡ് ചെയ്യും. ഓക്കെ, വൺസ് മാക്സിമം ആഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന് മറ്റേ ടെക്സ്ചേഴ്സ് ആഡ് ചെയ്യണമല്ലേ. സോ ഞാൻ ഓബിയസ്ലി ഒരു പുതിയൊരു മെറ്റീരിയൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ പോകാം, കാരണം എനിക്ക് ഇവിടെ ഒരു ഗോൾഡിൻ്റെ സ്ട്രിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ പോയിട്ട് ഞാനിവിടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കവറും കൊടുക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കവർ ഇവിടെ വരും. സോ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കവർ സെലക്ട് ആക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യും, ഈ ഒരു ഭാഗത്ത്, പിന്നെ ഈ താഴത്തെ ഒരു ഭാഗത്ത് ഫേസ് സെയിം പരിപാടി കൺട്രോൾ എൽ കൊടുത്തു കഴിയുമ്പം അത് ഓട്ടോമാറ്റിക് റെസ്ട്രിക്റ്റഡ് ആവും ആ 2 ഏരിയ അല്ലേ. സോ അങ്ങനെ ഗോൾഡായിട്ട് വന്നു ഇവിടെ. സോ എപ്പോഴും ഓർക്കുക അത് ഫേസിൽ തന്നെ ചെയ്യാം. നിങ്ങളിപ്പം എഡ്ജ് മോഡിൽ പോയിട്ട് ചെയ്യാൻ നോക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഈ ഒരു ഫേസ് എടുത്ത് കൺട്രോൾ എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും വർക്ക് ആവില്ല. സെയിം അതിനായിട്ട് വേർട്ടെക്സ് എടുക്കും. ഓക്കെ, കൺട്രോൾ എൽ എനിക്ക് കിട്ടത്തില്ല. സോ നമ്മളത് എപ്പോഴും ഫേസ് മോഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, ഫേസ് മോഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാർക്സിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടന്നു പോകാത്ത രീതിയിൽ ലോക്ക് ചെയ്തിരിക്കും. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ്ലി ലോക്ക് ആയിരിക്കും. ഫേസ് മോഡിൽ ചെയ്യുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. ഓക്കെ, വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിപ്സ്റ്റിക്ക് ക്ലിക്ക് ചെയ്യുന്ന ഗ്ലാസയും കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്നെ സംഭവിക്കണേ എനിക്കിവിടെ ഈ ഡീറ്റെയിൽ വർക്ക്. ഓക്കെ, എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡിസൈൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാക്മേയുടെ ലോഗോ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, സോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഞാൻ അത് ആഡ് ചെയ്യണില്ല. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ബേസിക്കായ ഡീറ്റെയിൽ ഇവിടെ സെറ്റപ്പ് ആയി അല്ലേ, നല്ല നീറ്റായി. ഓബിയസ്ലി ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ നോട്ടീസ് ചെയ്തായിരുന്നു, ലൈക്ക് എൻ്റെ ഇവിടുത്തെ ഡീറ്റെയിലിങ് നല്ല നീറ്റായിട്ടെല്ലാം തന്നെ. സോ ഓബിയസ്ലി ഞാനിവിടെ മറ്റേ എന്നാ പറയുന്നത് ഇൻസെർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇൻസെർട്ട് ചെയ്ത് കൊളാപ്സ് ചെയ്തില്ല ഇവിടെ, അതാണ് ഇങ്ങനെ ഫോളോ ആയിട്ടിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല, ആസ് ലോങ് ആസ് നിങ്ങൾ മോഡുലേഷൻ കാണിക്കുന്നില്ലെങ്കിൽ. പക്ഷേ ഞാൻ ഇങ്ങനെ ഹവർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലൈൻ പോലത്തെ സംഭവം കാണുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് കാണിച്ചിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന്. സോ ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മാക്സിമം ഇതുപോലെ തന്നെ അടിക്കാൻ പോവാം. എന്നിട്ട് ഈ കാണുന്ന അകത്തെ ഫേസ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൽ പ്രസ് ചെയ്തിട്ട് ഞാനിതിനെ ഫേസ് അങ്ങ് എടുത്ത് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കാണുന്ന ലൂപ്സ് മൊത്തം ഞാൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, ലൂപ്പ് ടൂൾസിൽ പോയിട്ട് ഞാൻ സർക്കിൾ ആക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൂപ്പ് ടൂൾസ് കിട്ടുന്നില്ലെങ്കിൽ എഡിറ്റ് മോഡിൽ പോവുക, പ്രിഫറൻസസിനകത്ത് പോവുക, ഗെറ്റ് എക്സ്റ്റൻഷൻസിനകത്ത് പോവുക. എന്നിട്ട് ഇവിടെ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഓൺലൈനും ഓഫ്ലൈൻ ആക്സസ് കൊടുക്കാൻ പറയും. സോ ഓൺലൈൻ ആക്സസ് അലോ ചെയ്യുക, അലോ ഓൺലൈൻ ആക്സസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ലൂപ്പ് ടൂൾസിന് പേര് കൊടുക്കുക. ഓക്കെ, വൺസ് പേര് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലൂപ്പ് ടൂൾസിന് ഇത് വരും. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ വരും, അതാണ് ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എഡ്ജ് മോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൂപ്പ് ടൂൾസ് തന്നെ മുകളിൽ കിടക്കും. അത് സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പർ സർക്കിളാക്കി മാറ്റി തരും നമുക്ക്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് എഫ് ഞെക്കി ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒരു ഐ ഞെക്കി ഒന്ന് ഇച്ചകത്തോട്ട് ഇൻസെറ്റ് ചെയ്തു. ഓക്കെ, സോ വൺസ് ഒരു ഇത്രയും എമൗണ്ട് അകത്തോട്ട് ഇൻസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പുഷ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മോഡുലേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു ഐ ഞെക്കി അകത്തോട്ടേക്ക് ഒന്ന് പുഷ് ചെയ്യുന്നു. ഈ ഒരു പുഷ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് മുന്നോട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് വൺ ഇവിടുന്ന് ഒന്നൊരു ഐ ഞെക്കാം. എന്നിട്ട് എം ഞെക്കിയിട്ട് കൊളാപ്സ് അടിക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മുകളിൽ കൊണ്ടുവന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ഇത്തിരി മാത്രം കിട്ടിയാൽ മതി. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ ഇവിടുത്തെ ആ ഫേഡിൻ്റെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി ഒഴിവായി അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. സോ ഞാൻ ബേസിക്കലി ഇനി വന്നിട്ട് ജസ്റ്റ് ഈ ലൂപ്സ് ഏരിയസിലൊന്ന് കൺട്രോൾ പിന്നേക്ക് ഒന്ന് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് എൻ്റെ ലൂപ്സ് ഒക്കെ ആയിരുന്നു ഫോളോ ചെയ്യാൻ വേണ്ടി ഞാനിന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പോകും. സോ ഇങ്ങനെ എനിക്ക് നല്ലൊരു ഫേഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഇവിടെ ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒഴിവായി പോയി. ഇനി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഇത് നല്ല നീറ്റായി എൻ്റെ മോഡുലേഷൻ. ഇതൊക്കെ ഓരോ ട്രിക്സ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളി കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കിത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ എല്ലാം തന്നെ ഞാൻ ടെക്സ്ചർ ചെയ്തിട്ടുണ്ടോ. ടെക്സ്ചർ ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമുക്കിത് റെൻഡർ ആയി. ഇനിയിപ്പോൾ നമുക്ക് റെഫറൻസിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫറൻസ് കളയാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, സോ നമ്മുടെ മോഡൽ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ടെക്സ്ചറിങ്ങിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിങ്ങിലോട്ട് പോകാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെറിയൊരു സംഭവമുണ്ട്. അത് ഞാൻ മനസ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനിയിപ്പോൾ ലൈറ്റിങ്ങിലോട്ട് കയറാൻ പോകും. അപ്പോൾ നമുക്ക് ഓബിയസ്ലി കാണുന്ന സീൻ നമുക്ക് താല്പര്യമായിരിക്കും. ഇതിങ്ങനെ ഇരിക്കുന്നൊക്കെ അല്ലേ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോപ്പർ വ്യൂ മാത്രം കണ്ടാൽ മതി. സോ ഓബിയസ്ലി ഈ ഒരു സൈഡിൽ നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് 3D വ്യൂ പോട്ട് വെക്കാൻ പോകും. ഇവിടെ ആയിരിക്കും നമ്മുടെ ചേഞ്ചസ് എല്ലാം ചെയ്യുന്നത് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ. ഇത് ഒരെണ്ണത്തിൽ മാത്രം നമ്മുടെ റെൻഡറിങ് മാത്രം വെക്കാൻ പോവാം. ഓക്കെ, സോ ഞാൻ ഇവിടെ എൻ്റെ ഷെയ്ഡ് റേറ്റർ ആക്കി വെക്കാൻ പോവാം. സോ എങ്ങനെ എനിക്ക് ഷെയ്ഡ് റേറ്ററിൽ എന്തെങ്കിലും ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ട്വീക്ക് ചെയ്യാമല്ലോ അതിന് വേണ്ടി. ഓക്കെ, സോ എന്നിട്ട് ഇത് എൻ്റെ മെയിൻ റെൻഡറിങ് ഇമേജ് ആയിട്ട് ഞാൻ മാറ്റാൻ പോകും ഈ ഒരു ഭാഗം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ എന്നാ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇതിൻ്റെ എടുത്തിട്ട് അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയൽ ഒന്ന് സേവ് ചെയ്താൽ സേവ് ആസ് ചെയ്യുക. നമ്മൾ എവിടെയാണ് ഫോൾഡർ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് തുറന്നിട്ട് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് എന്നിട്ട് ഇവിടെ ലിപ്സ്റ്റിക് എന്ന് പേര് കൊടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡിൻ്റെ പേര് ലിപ്സ്റ്റിക് തന്നെ അണ്ടർസ്കോർ കൊടുത്ത് പേര് ഇട്ടാൽ മതി. ഞാൻ ഇരുന്നൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, ഞാനും ക്രാഷ് ആയപ്പോഴേ പണി കിട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ എൻ്റെ ഈ മെഷ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ മെഷ്. സോ ഇതിന് ഞാൻ ഇന്ന് ആദ്യമേ നമ്മൾ നേരെ റെൻഡറിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പോവാം. സൈക്കിൾസ് ഓൺ ആക്കുന്നു. CPU ഒന്ന് മാറ്റി GPU ആക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ റെൻഡറിൻ്റെ ഓപ്ഷൻ 4096 ആണ്. അത് മാറ്റി ഞാൻ 2048 ആക്കും. ഓക്കെ, 48 റെൻഡർ സാമ്പിൾസ് ആക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഡീനോയ്സിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂസ് GPU ആകാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ചെയ്യുമ്പം വ്യൂ പോർട്ടിലെ വാല്യൂ അല്ല കുറയ്ക്കേണ്ടത്, ഈ കാണുന്ന റെൻഡറിലെ വാല്യൂ ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, വ്യൂ പോർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ വ്യൂ പോർട്ടിൽ കാണുന്ന റെൻഡറാണിത്. പക്ഷെ നമ്മൾ ഫൈനൽ റെൻഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ഈ വാല്യൂ ഞാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പെർഫോമൻസിനകത്ത് വരുന്നു. ഈ പറയുന്ന പെർസിസ്റ്റൻറ്റ് ഡേറ്റ അങ്ങ് ഓൺ ആക്കാൻ പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കളറിലോട്ട് വരുന്നു. എന്നിട്ട് AJX മാറ്റി പഞ്ചാക്കും. ഓക്കെ, ഈ ലുക്കിൻ്റെ ഇവിടെ AJXൻ്റെ താഴെയുള്ള പഞ്ചാക്കി കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു വൈബ് വരും. ഓക്കെ, സോ വൺസ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് മോഡലിൻ്റെ റെൻഡർ റെഡിയായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ക്യാമറ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ഒരു മെഷീനകത്ത് വരിക. എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ക്യാമറ ഇടാം. ഓക്കെ, ഓബിയസ്ലി നമ്മുടെ ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ക്യാമറയിലോട്ട് ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിയുമ്പോൾ കണ്ട ഇങ്ങനെ ഇരിക്കണം അല്ലേ. എനിക്കപ്പോൾ ഈ ക്യാമറയിലൊന്നും കാണാൻ മേല കാണണമെന്നുണ്ട്. ലൈക്ക് നമുക്ക് സ്വന്തമായിട്ട് ക്യാമറയുടെ മൂവി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. എന്നിട്ട് ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന ലോക്ക് ബട്ടൺ ലോക്ക് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അതാണ് നമുക്ക് നമ്മുടെ മോഡലിംഗ് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇങ്ങനെയൊക്കെ വ്യൂ ചെയ്യാം. പക്ഷേ എനിക്ക് ഓബിയസ്ലി ഈ കാണുന്ന ഒരു ക്യാമറയുടെ ലൈൻ വേണ്ട. എനിക്കിത് പ്രോപ്പർ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പ്യുവർ ഫ്രണ്ട് വ്യൂ എന്ന് കാണുന്ന രീതിയിൽ എനിക്ക് ചെയ്യണം. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എൻ്റെ ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വരും. എൻ്റെ ക്യാമറ സെലക്ട് ആയിരിക്കുന്ന ആ സമയത്ത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഈ കാണുന്ന ഈ റൊട്ടേഷൻ വാല്യൂ ഇല്ല ഇതെല്ലാം ഫിക്സ് ചെയ്യും. സോ ഓബിയസ്ലി എക്സ് ആക്സിസ് എനിക്ക് 90 ഡിഗ്രി വേണം. സോ ഞാനിത് 90 ആക്കും. സോ പെർഫെക്റ്റ് 90 ഇരിക്കും. എൻ്റെ കാണുന്ന രണ്ട് വാല്യൂ സെലക്ട് ചെയ്ത് അത് 0 ആക്കും. സോ എൻ്റെ ക്യാമറ പെർഫെക്റ്റ്ലി ഒരു സ്ട്രേറ്റ് പൊസിഷൻ ഉണ്ടോ, കാരണം കംപ്ലീറ്റ് സ്ട്രേറ്റ് ആയിട്ട് നോക്കിയിരിക്കണേ നല്ല രീതിയിലായിരിക്കണം. ഇത് ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാനിത് എനിക്ക് എൻ്റെ എക്സാക്ട് സെൻറ്ററിൽ കൊണ്ട് വെക്കണം എക്സ് ആക്സിസിൽ. സോ ഞാൻ ഇത് വരുന്നു. ഇത് 0 ആയി കഴിഞ്ഞാൽ കണ്ടോ പെർഫെക്റ്റ്ലി സെൻട്രലായിട്ട് ലോക്കാവും. ഓക്കെ, എപ്പോഴും ഓർക്കുക ഇത് ഫ്രണ്ട് വ്യൂ തന്നെ ഇരിക്കണം. കണ്ടോ മോഡൽ റെൻഡർ ചെയ്യുന്ന സമയത്ത്. ഇനി എനിക്ക് എൻ്റെ ഈ Y ആക്സിസ് ചിലപ്പം പൊറോട്ടയ്ക്കും തള്ളനായിരിക്കും. സോ അത് വേണമെങ്കിൽ എനിക്കൊന്ന് Y അടിക്കാം. പക്ഷെ അത് ഒത്തിരി പൊറോട്ടയ്ക്ക് പോലെ. സോ ഞാൻ ഒന്ന് സ്ക്രോൾ സോ അതിനുവേണ്ടി ഞാൻ എന്നാ ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ആരോ പ്ലേസ് ചെയ്യും. ഇങ്ങനെ അത് മൂവ് ചെയ്തെടുക്കും. ഓക്കെ, എൻ്റെ ക്യാമറയിൽ പിന്നെ Z ആക്സിസ് ഞാൻ ആസ് യൂഷ്വൽ 0 ആക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബേസിസ് അനുസരിച്ച് ഞാൻ എൻ്റെ മോഡൽ
പതുക്കെ എൻ്റെ സീൻ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ നോക്കും. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ലിപ്സ്റ്റിക് അല്ലേ. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കും ബോക്സും കാണും. ലിപ്സ്റ്റിക്കും ബോക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഔട്ട്പുട്ട് വാല്യൂ 1925 1080p വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം റെൻഡർ പിന്നെ ബോക്സും റെൻഡർ ആക്കി ലിപ്സ്റ്റിക്കും ബോക്സും കൂടി ഒരു റെൻഡർ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് കാണിക്കാം. എന്നിട്ട് ബോക്സിൻ്റെ വേറെ റെൻഡർ കാണിച്ചു തരാം. എന്നിട്ട് അവസാനം വേറെ വീഡിയോ രണ്ടും ജോയിൻ ചെയ്തുകൊണ്ടുള്ളത് ഞാൻ കാണിച്ചു തരാം റെൻഡർ. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്നാ ചെയ്യുമ്പോൾ പറഞ്ഞാൽ എൻ്റെ ഈ സ്കെയിൽ വാല്യൂ എനിക്ക് സ്ക്വയർ ആക്കിയാൽ മതി. കാരണം എനിക്കൊരു സ്ക്വയർ ഇമേജിൽ റെൻഡർ മതി എനിക്ക്. സോ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് രണ്ടെണ്ണത്തിന് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഹവർ ചെയ്യുക, മുകളിൽ ക്ലിക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഒറ്റ ഡ്രാഗ് താഴോട്ടേക്ക് ഈ രണ്ടെണ്ണം മാത്രം. എന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2000 കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് 2000 രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് 2000 കൊടുത്താലും മതി. ഓക്കെ, സോ മനസ്സിൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിലോട്ട് പോകും. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ ചേഞ്ചസ് ഈ പോർഷൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മളിത് 2000 by 2000 കൊടുത്തു. എന്നിട്ട് ഇത് നമ്മളൊരു 300 കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 200 കൊടുത്തു, കുഴപ്പമില്ല. ഓക്കെ, 300 ഒരു 6000 റെൻഡർ ആയിക്കോട്ടെ. ഇത് 200 എന്ന് പറയുമ്പോൾ എന്താണ് ഈ 2000 ഇതിൻ്റെ റെസൊല്യൂഷൻ 2000 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യൂ അതാണ്. അപ്പം 6000 പിക്സലായിട്ട് നമ്മൾ റെൻഡർ ചെയ്യാൻ പോകണം. ഓക്കെ, ഇങ്ങനെ 6K റെൻഡർ ചെയ്യാൻ പോകണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ റെൻഡർ റീജിയൻ ഇതിനകത്തുള്ള മാത്രം റെൻഡർ ചെയ്ത് പുറത്തുള്ള റെൻഡർ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന റെൻഡർ റീജിയൻ അങ്ങ് ഓഫ് ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും റെൻഡർ ആവത്തില്ല, ഇതിനുള്ളിലുള്ള മാത്രം റെൻഡർ ആവത്തുള്ളൂ. ഓക്കെ, സോ പിന്നെ നമ്മുടെ ഇമേജിൻ്റെ കളർ എപ്പോഴും 16 ബിറ്റ് ആക്കുക. സോ സേവ് ചെയ്ത് നമുക്ക് 16 ബിറ്റ് ആക്കേണ്ട ആവശ്യമില്ല, നേരെ സേവ് അടിച്ചിട്ടാൽ മതി. ഓക്കെ, സോ വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ആയല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ബേസിക്കലി അങ്ങ് റെൻഡർ അടിക്കും. സോ ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെഷീൻ നമുക്ക് ഇതൊക്കെ ഇത് നമുക്ക് ഊരാം. കാരണം നമ്മുടെ ജസ്റ്റ് 3Dക്ക് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്താൽ ഇതാണ് നമ്മുടെ മെയിൻ റെൻഡർ ഇമേജ് അല്ലേ. സോ മെയിൻ റെൻഡർ ഇമേജ് ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പ്രസ് ചെയ്ത് അങ്ങ് ബാക്കിലോട്ട് മാറ്റാൻ പോവാം. എനിക്ക് കാണുന്നൊന്നും വേണ്ട. സോ ഞാനിത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ആ പോയിന്റ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒന്നും എൻ്റെ ഇതിൻ്റെ ഇമേജിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എനിക്ക് പ്രോപ്പർലി സ്ട്രേറ്റ് ആയ ഒരു ഇമേജ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഓക്കെ, സോ ഞാനിതിനെ ഇങ്ങനെ അങ്ങ് ആക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം എൻ്റെ മോഡൽ. ഓക്കെ, സോ എൻ്റെ ഇതായിരിക്കും എൻ്റെ റെൻഡർ ഇമേജ്. സോ നമ്മൾ ആദ്യം വെച്ചാൽ നമ്മൾ എവിടെയാണ് റെൻഡർ ചെയ്യുന്നത് ആ റെൻഡർ മാത്രം നമ്മൾ സെഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ പാനലിൽ റെൻഡർ കൊടുക്കാം. സോ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വരും അല്ലേ. ഓബിയസ്ലി ഇതിലൊരു ഷെയ്ഡിങ് ഉണ്ട്. സോ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വേൾഡിനകത്ത് പോയിട്ട് അത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഫുള്ള് ഡാർക്ക്. ഇതൊരു പ്രോഡക്റ്റ് ഒക്കെ റെൻഡർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് HDRI ആഡ് ചെയ്യാൻ HDRI ആഡ് ചെയ്യാം. പക്ഷേ HDRI വഴി അല്ലാണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലത്തെ സിമ്പിൾ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെയും ഹൈലൈറ്റ് റെൻഡർ അടിക്കാൻ പറ്റും. ഓക്കെ, സോ ആദ്യമേ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എൻ്റെ ഈ മോഡൽ എനിക്കൊരു ക്യാരക്ടർ കൊടുക്കണം. സോ എനിക്കറിയാം എൻ്റെ ക്യാമറ ആംഗിളിൽ എൻ്റെ മോഡൽ ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ. സോ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഇതിൻ്റെ പേരൻറ്റ് ബട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യും. ഈ പേരൻറ്റിന് ഓഫ് ചെയ്യാൻ മറന്നുപോയി. സോ ഓബിയസ് എൻ്റെ ക്യാമറ ചെരിഞ്ഞെന്നാണ് തോന്നണേ. അതെ എല്ലാം പോയി. ഓക്കെ, സോ ഇത് വീണ്ടും 0 അടിക്കണം. എന്നിട്ട് വൈ അങ്ങനെ ഇരിക്കട്ടെ, ആക്സസ് അവിടെ ഇരിക്കട്ടെ. ഇത് 90 0 എന്നിട്ട് ബാക്കിയല്ല 0. ഓക്കെ, സോ ഞാൻ നോക്കുമ്പോൾ പ്രോപ്പർ. ഓക്കെ, ഇനിയും എനിക്ക് ചിലപ്പോൾ ഇത് എൻ്റെ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ 6 ഞെക്കി എനിക്കിതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം എൻ്റെ വൈവ. ഓക്കെ, സോ നോക്കിയിട്ട് ലാറ്റിനെ തിരിഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ലാറ്റിനെ ഇങ്ങോട്ടേക്ക് കാണുന്ന രീതിയിൽ എൻ്റെ പൊസിഷനിൽ ഞാൻ ഇതിനിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോകാം. ഇതെല്ലാം ഞാൻ ഈ കൺട്രോളർ മാത്രം സെലക്ട് ചെയ്തതാണ്. എൻ്റെ ഇമേജാണ് ഈ കാണുന്നത്. സോ ഞാൻ ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് സെൻറ്റർ ബേസിസിൽ ഞാൻ വേണമെങ്കിൽ ഇനി നോക്കാം. ഓക്കെ, സോ ഇത് ലാറ്റിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 45 ഡിഗ്രി എനിക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിങ്ങനെ ഇവിടെ ചെയ്യാം. സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. 37 ആക്കണം. സോ ഞാനത് 45 ആക്കാൻ പോവാം. സോ പ്യുവർ 45 റെൻഡർ വരും. എന്നിട്ട് ഇത് ഞാൻ 0 ആക്കാൻ പോവാം. ഈ താഴത്തത് ഞാൻ 0 ആക്കാൻ പോവാം. വേറെ ഒന്നിനും എനിക്ക് റെൻഡറിന് അഫക്റ്റ് ചെയ്യണ്ട. എനിക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടാൽ മതി എനിക്ക്. ഓക്കെ, ഈ വ്യൂവിൽ സോ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. എനിക്ക് ചിലപ്പോൾ ഈ മുകൾ വശത്തെ ക്യാപ്പ് ഒന്ന് മാറ്റി കാണിക്കണം, ലിപ്സ്റ്റിക്കും കൂടി എനിക്ക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കിതിങ്ങനെ ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് പക്ഷേ ഇതിങ്ങനെ വെച്ചെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കൺട്രോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താനെ എല്ലാം വരും അല്ലേ. സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ട രീതിയിൽ ഓൾമോസ്റ്റ് ഈ ഒരു സീനിൻ്റെ ഈ ഒരു സ്പേസിങ് ഞാൻ നോക്കും, ഈ ഒരു സ്പേസിങ് നോക്കും. ഈ സ്പേസിങ് രണ്ട് ഈക്വലാണ്. സോ ഞാൻ മുകളിലത്തെ സ്പേസിങ് നോക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പോയിന്റ് നോക്കും, പിന്നെ ഈ ഒരു പോയിന്റ് നോക്കും. സോ അതിൻ്റെ ബേസിസിൽ ഞാൻ ചെറുതായിട്ട് വീക്ക് ഇവിടെ നടത്തും. സോ ഇതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ കോമ്പസിഷൻ എങ്ങനെ നിങ്ങളുടെ സ്ട്രൈറ്റ് എടുത്തിട്ട് ആ രീതി ചെയ്യാം. ഓക്കെ, സോ എൻ്റെ കോമ്പസിഷൻ ഇങ്ങനെ റെഡിയാക്കി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്യാമറയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാം. ഓക്കെ, നമ്മുടെ നംപാഡിൽ 0 ക്ലിക്ക് ചെയ്താൽ മതി. 0 ക്ലിക്ക് ചെയ്യുന്ന ക്യാമറ അകത്തോട്ട് പോകാം, പുറത്തോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ടോ ഷോർട്ട് കട്ട് എഴുതി വെച്ചിട്ടുണ്ട് നംപാഡ് 0. ഓക്കെ, ഇനിയും നമ്മൾ ഇനിയിപ്പോൾ ഇത് ലൈറ്റ് ചെയ്യാൻ പോകാം, സെറ്റപ്പ് ആക്കാൻ പോകാം. സോ എപ്പോഴും ഓർക്കാം, നമുക്ക് ആദ്യം നമ്മൾ എന്ത് പ്രോഡക്റ്റ് റെൻഡർ ചെയ്താലും അതിന് റിം ലൈറ്റ് വേണം. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ എഡ്ജസ് കാണാൻ വേണ്ടിയുള്ള റിം ലൈറ്റ്, എഡ്ജസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് വരുന്നു, നമ്മൾ പോയിന്റ് ലൈറ്റ് ആക്കി വളരെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഷേപ്പാണ് നേരെ പുറത്തേക്ക് മാറ്റി വെക്കാം റിം ലൈറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫേഡിങ് കാണാൻ പറ്റും അല്ലേ.
സോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുക, നമ്മൾ ഇതുകൊണ്ട് അങ്ങ് എൻഡ് ചെയ്ത് നിർത്തുന്നില്ല. ഓക്കെ, നമ്മളിത് ഓൾമോസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തും. സോ ഈ ഹൈലൈറ്റും ഈ ഒരു ഹൈലൈറ്റ് കിട്ടുന്ന പോലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പോകും. ലൈറ്റ് സെലക്ട് ആയിരിക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു 50 വല്ലതും വെച്ച് കൊണ്ടെന്ന് വെച്ചോ, കുഴപ്പമില്ല തൽക്കാലത്തേക്ക്. ഓക്കെ, എന്നിട്ട് ഈ റേഡിയസ് അവിടെ ഒരൊറ്റ വരി വലിക്കും. ഇപ്പം കണ്ടോ, നമുക്കൊരു ഹൈലൈറ്റ് ഒന്നും ഉണ്ടോ? ഇങ്ങനെയാണ് അവിടെ പ്രോഡക്റ്റിൻ്റെ ഔട്ടർ എഡ്ജിൻ്റെ റിം ലൈറ്റ് നിന്ന് വിളിക്കും. റിം ലൈറ്റ് കൊടുക്കണം. ഓക്കെ, സോ ഇത് കുറയ്ക്കും തോറും കണ്ടോ ഹൈലൈറ്റ് സ്ട്രോങ് ആയി വരും, ലൂസ് ആക്കും തോറും കുറയും കൂടി സ്മൂത്ത് ആയിട്ട് വരും. ഇത് നല്ലതാണ്, കാരണം നമുക്ക് ഇവിടുത്തെ ഒരു എഡ്ജിൻ്റെ ഹൈലൈറ്റ് കിട്ടും, ഇവിടുത്തെ ഒരു എഡ്ജിൻ്റെ ഹൈലൈറ്റ് കിട്ടുമല്ലോ, നല്ല രസമുണ്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 50യുടെ വാല്യൂ ഒന്ന് കൂട്ടിയാൽ മാത്രം മതി, ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ മേജറായ ഹൈലൈറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ, സോ വൺസ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ഇനി ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കണം. സ്പോട്ട് ലൈറ്റ് കൊടുത്താൽ നമുക്ക് മുകളിൽ നിന്നുള്ളൊരു ഒരു ഫേഡിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടി. ഇതാണ് നമ്മൾ 3 പോയിന്റ് ലൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇവിടെ വരുന്നു, ഞാൻ സ്പോട്ട് ലൈറ്റ് കൊടുക്കാൻ പോകും. ഇനി ഈ സ്പോട്ട് ലൈറ്റ് ഞാൻ എടുത്തിട്ട് മുകളിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ കണ്ടോ നമുക്ക് ഓബിയസ്ലി അടുത്തൊരു ടോണിങ് വരാൻ തുടങ്ങും. നമ്മുടെ മോഡലിൻ്റെ ആ ഫീഡ് ആ ഒരു ഫീല് കാണാൻ തുടങ്ങും അല്ലേ. സോ ഞാൻ ഈ സ്പോട്ട് ലൈറ്റ് ചെറുതായിട്ടൊന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കുക. ഓക്കെ, എൻ്റെ ഈ സീനിൻ്റെ അടുത്തോട്ടേക്ക് എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫേഡ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫേഡ് കാണാനാണ് എന്ന രീതിയിലാണെങ്കിൽ ഞാനിങ്ങനെ കൊടുക്കും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ മോഡലിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഫേഡ് ഡീറ്റെയിൽ കണ്ടു തുടങ്ങാൻ പോകാം. സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഫേഡിൻ്റെ ഒരു ഫീൽ കിട്ടി. സോ നമുക്കിപ്പോൾ ഒരു നല്ലൊരു ഇത് കിട്ടി തുടങ്ങി അല്ലേ, ഒരു നല്ലൊരു പ്രോഡക്റ്റിൻ്റെ ഒരു വൈബ് കിട്ടി തുടങ്ങി. സോ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ട്വീക്സ് ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇനിയിപ്പം അങ്ങേ ഏരിയയിലോട്ട് കുറച്ചും കൂടി ഹൈലൈറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ പരമാവധി എല്ലാം കോണേഴ്സും നല്ല ഹൈലൈറ്റ് കൊടുക്കണമെന്നാണ്. ഓക്കെ, സോ ഇത് നല്ല രസമാണ് കാണാൻ, ഒരു ഓവറോൾ ഒരു നല്ലൊരു വൈബുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ഈ റേഡിയസ് വാല്യൂ വെച്ചൊന്ന് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാം. ഓക്കെ, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, ഇത് നല്ല രസമാണ്. സോ ഞാൻ ഈ ഒരു ഫേഡിൽ ഇങ്ങനത്തെ ഒരു എഫക്റ്റിൽ ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകാം ഈ ഒരു. ഓക്കെ, സോ ഇനിയും നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് കാണിച്ചു തരാം. സോ ജസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയ നല്ല ഷാർപ്പായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ ലൈൻ വരണം. മുമ്പാണെങ്കിൽ ഇച്ചുണ്ടോ ഇങ്ങനെ ഒരു കയറ്റം വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കയറ്റം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ ഈ ഒരു മെഷീൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് വെക്കുക സൈഡിലോട്ടേക്ക്. അപ്പം ആ ഒരു ഫേഡ് അത്രയും നോർമലൈസ് ആയി വരാൻ വേണ്ടി. ഓക്കെ, സോ നമുക്ക് എന്തായാലും നല്ലൊരു ക്ലീൻ ഒരു ഹൈലൈറ്റ് കിട്ടുന്നുണ്ടോ നമ്മുടെ മോഡൽ. സോ നമുക്കതിന് വലിയ പ്രശ്നമില്ല അതുകൊണ്ട്. സോ സോ ഇങ്ങനെ നല്ല ഹൈലൈറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ റെൻഡറാണ് മൂന്നാമത്തെ ലൈറ്റ്, നമ്മുടെ ലാസ്റ്റ് ലൈറ്റ്. ഈ ലൈറ്റ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏരിയ ലൈറ്റ് ആയിരിക്കും. ഈ ഏരിയ ലൈറ്റ് ഞാൻ സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന എക്സ് ആക്സസിൽ ഞാൻ 90 ഡിഗ്രി കൊടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും സ്ട്രൈറ്റ് ആയിട്ട്. അപ്പോൾ നോക്കാം ഈ ലൈൻ പോകുന്നിടത്താണ് ലൈറ്റ് പോകുന്നത്. സോ ഇത് ഞാൻ വലിച്ചെൻ്റെ ഫ്രണ്ടിൻ്റെ മോഡൽ ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഓക്കെ, ഓബിയസ്ലി കണ്ട് നമുക്ക് നമ്മുടെ ലാക്മിയുടെ ആ ഒരു ഗോൾഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഓബിയസ്ലി ക്വാളിറ്റി ഇച്ചിരി ഒത്തിരി കൂടിപ്പോയി. സോ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എൻ്റെ ലാക്മിയുടെ ഈ പറയുന്ന ഈ ലോഗോയിൽ മാത്രം എനിക്കൊരു മെറ്റാലിക് ഫീൽ കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതനുസരിച്ച് സ്കെയിൽ ചെയ്തു എൻ്റെ ഇവിടുത്തെ ഇത്. സോ ബേസിക്കലി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്കെയിൽ ചെയ്ത് കളിച്ചതേ ഉള്ളൂ. ഞാൻ പരമാവധി ചെറുതാക്കി എന്നിട്ട് ഞാൻ ആരക്കി ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് മൂവ് ചെയ്ത് എവിടെയാണ് എനിക്ക് ഹൈലൈറ്റ് കാണേണ്ടത് ആ ഹൈലൈറ്റ് അവിടെ കൊടുക്കുന്നത്. സോ കൊണ്ടെനിക്ക് നല്ല ലാക്മിയുടെ ഒരു വൈബിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ബേസിക് ലൈറ്റ്. ഇതേ ഉള്ളൂ ലൈറ്റിങ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടോ എന്താണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ചെയ്യാം. സൈസ് വെച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാം. ഓക്കെ, സൈസ് വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റാലിക് വൈബ് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ ഇങ്ങനെയുമ്പം ആ ലാക്മിയുടെ അവിടെ കണ്ടോ ആ ഒരു ഹൈലൈറ്റ് ഇടുന്നുണ്ടോ. സോ അത് നമുക്ക് സൈസ് വെച്ച് കളിക്കാം. ഓക്കെ, ആ ഹൈലൈറ്റിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ആക്സസ് ഒത്തിരി വലിക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഡീറ്റെയിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഞാനിങ്ങനെ ചെയ്യുന്ന കാണുന്നത് എനിക്ക് ആ മെറ്റാലിക് വൈബ് കാണും എൻ്റെ മോഡലിനകത്ത്. ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സോ ഇതൊക്കെ അതാ പറയുക, പല രീതിയിൽ നമുക്ക് ഇതിന് ട്വീറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ വൈബിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് എൻ്റെ ലാക്മി ഇങ്ങനെ കാണണം. ഓക്കെ, ഇതൊരു നല്ലൊരു ഹൈലൈറ്റ്, ഇത് നല്ല രീതിയിൽ എനിക്കിത് കാണണം. സോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഹൈലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടോ എൻ്റെ ബ്രാൻഡിങ് എൻ്റെ നല്ല നീറ്റായിട്ട് വന്നു. മെറ്റാലിക് ഫീൽ ഇതിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുന്നുണ്ട് മോഡലിനകത്തോട്ട്. സോ നല്ല നീറ്റായിട്ട് ഒരു നല്ല പ്യുവർ റെൻഡറിങ് കിട്ടാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എൻ്റെ ഇമേജിൻ്റെ ഒരു ഇത് നോക്കുക, ലൈക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് ഈ പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും. സോ വശവും താഴ്വശവും ഞാൻ അതന്നെ പെർഫെക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. സോ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാം. ഈ ക്യാമറയുടെ ഈ ഒരു വാല്യൂ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് വലിച്ച് നോക്കട്ടെ. എനിക്ക് കുറച്ചും കൂടി സെൻറ്ററായിട്ട് തന്നെയാണോ കിട്ടിയേക്കണമെന്ന് അറിയാൻ വേണ്ടി. സെൻറ്ററാ. സോ ഇനിയിപ്പോൾ നമ്മൾ എത്ര ചെയ്താലേ, ഇനി നമ്മൾ നോക്കും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ചിലപ്പോൾ കാണാൻ ഒരു വൈബ് കാണില്ല അല്ലേ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നു.
ഒരു മെഷ് എടുക്കുന്ന ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒബിയസ്ലി മെഷ് ഇങ്ങനെ ഇരിക്കും, കാണാൻ സുഖമില്ല. സോ ഞാൻ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലാക്കാൻ പോവാം. ഇനി ഞാൻ ഈ മെഷ് അങ്ങ് പുറത്തേക്കുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, ഇനി ഞാൻ കണ്ടോ. സോ നമ്മൾ മെഷീൻ്റെ പുറത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ അങ്ങ് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ BG എന്ന് വരും, കാരണം ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ, അല്ലെങ്കിൽ പ്ലെയിൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്. സോ BG ഇതിന് കൊടുക്കാം പേരിൽ. പിന്നെ ഒരു കാര്യമൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽസ് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് കാണാൻ പാടില്ല. ലൈക്ക് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ഒന്നും കാണാൻ പാടില്ല. സോ ഞാൻ തൽക്കാലത്തെ കഴിഞ്ഞാൽ ഈ പോയിന്റും സ്പോട്ട് ലൈറ്റും ഒന്ന് മാറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ BG ഏരിയയിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇതെല്ലാം എടുത്ത് ഞാൻ എൻ്റെ കളക്ഷനിൽ കൊണ്ടുവന്നിടാൻ പോകും. സോ ഇവിടെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മോഡൽ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കി ഇതിനകത്തോട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പാടും. ഇനി ഞാൻ ഈ മെഷർ ക്ലിക്ക് ചെയ്യുന്നു. മെറ്റീരിയൽ ഞാൻ ഓൾറെഡി കൊടുത്തു. എന്നിട്ട് ഞാനിതിന് ഒരു മെറ്റാലിക് ടോണും കൊടുക്കുക. ഉണ്ടോ, ഒറ്റ വില വലിച്ചപ്പം നമുക്കൊരു നല്ലൊരു ഫേഡായ ഒരു ഫീൽ വന്നു അല്ലേ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ റഫ്നെസ് വാല്യൂ വെച്ച് കളിക്കാം. ഓക്കെ, സോ ഞാൻ റഫ്നെസ് വാല്യൂ കുറയ്ക്കും തോറും കണ്ട ഡീറ്റെയിൽ വരുന്നുണ്ടോ. സോ എനിക്കിങ്ങനെ കൂട്ടി എനിക്ക് വേണ്ട രീതിയിൽ എനിക്ക് ഇങ്ങനെ നല്ല ഫീലും ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മോഡൽ നല്ലൊരു വൈബ് കിട്ടിയല്ലേ. മോഡൽ ഓവറോൾ നല്ല വൈബുണ്ട്. ഇനിയും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കളർ അങ്ങ് പിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മോഡലിന് നിങ്ങൾക്ക് കൊടുക്കേണ്ട ടൈപ്പായ വൈബ്. ഓക്കെ, സോ എൻ്റെ പ്രൊഡക്റ്റ് ഞാനിപ്പം ചുമ്മാ തോന്നിയ ദിവസം കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാനൊരു കളർ ടോൺ ആഡ് ചെയ്യാൻ പോവാം. സോ ഈ ഒരു കളർ ടോൺ വെച്ചും കൂടി നല്ലൊരു വൈബി ആയിട്ട് തോന്നുന്നു. ഒരു ഓൾമോസ്റ്റ് ഫെമിനിൻ ടൈപ്പ് ടച്ച് ഉണ്ട് ഈ ഒരു ടോണിന്. സോ ഞാൻ ഈ ഒരു ഫെമിനിൻ ടച്ചിന് വേണ്ടിയുള്ള ഈ ഒരു ടോൺ ഞാൻ യൂസ് ചെയ്യും. ഓബിയസ്ലി നമ്മുടെ ലിപ്സ്റ്റിക് ഇതിൻ്റെ കൂടെ ഒത്തിരി അങ്ങ് സാച്ചുറേറ്റഡ് ആയി പോവാം. സോ അതുകൊണ്ട് ഞാൻ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം. സോ ലിപ്സ്റ്റിക് ഒരുപാട് അതിൻ്റെ കൂടെ അങ്ങ് ഇതായി പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് മൂവ് ചെയ്ത് ടോണിങ് കറക്റ്റാക്കി നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, മുകളിട്ട് വലിക്കുക താഴോട്ട് വലിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏത് രീതി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടോ ആ രീതി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഹൈലൈറ്റ്സ് ആണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ്. അതിലൊരിക്കലും ഒരു ഇതുണ്ടാകാൻ പാടില്ല. ഓക്കെ, ഒബിയസ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റഫ്നെസ് വാല്യൂ ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഹൈലൈറ്റ്സ് ബാക്കിലുള്ള ഈ ഹൈലൈറ്റ്സ് നട്ടെടുത്ത് കാണുന്നുണ്ടെങ്കിൽ കൂട്ടാം. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇത് ഇത്രയും ഒരു ടൈപ്പ് ഫേഡ് എടുക്കും. സോ എനിക്ക് നടുക്കൊരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, എന്നാൽ പുറത്ത് നല്ലൊരു ഫേഡ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ പോയിന്റ് ലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പോയിന്റിൻ്റെ സ്ട്രെങ്ത് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഹൈലൈറ്റ് നല്ല നീറ്റായിട്ട് പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടാം. സ്പെഷ്യൽ കൂട്ടല്ലോ അത് പണിയാം, ജസ്റ്റ് അതിൻ്റെ വാല്യൂ മാത്രം ഒന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, സോ ഇങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ഒരു വൈബ് കൊടുക്കും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പഴയ പോലെ കളർ കൊടുക്കാൻ പോകാം, കാരണം ഓവർലി ബ്രൈറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് വൈറ്റ് വാഷ് അടിച്ച പോലെയാവും. സോ എനിക്കത് അങ്ങനെ ആക്കാൻ താല്പര്യമില്ല. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ എൻ്റെ ഒരു വൈബിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഡാർക്ക് ടോണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ടോണിലോട്ട് പുഷ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ ഇങ്ങനെ ഡാർക്ക് ടോണിൽ കൊണ്ടുപോകണമെങ്കിൽ അതായിരിക്കും കുറേ നല്ലത്. നിങ്ങളുടെ മോഡൽ എഫക്റ്റീവ് കാണും, നിങ്ങളുടെ ഹൈലൈറ്റ്സ് കാണും, എന്നിട്ട് പോപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ ജസ്റ്റ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂ ഒന്ന് വലിച്ചാൽ മതി. ഓക്കെ, ഓബിയസ്ലി ഒരുപാട് ഡാർക്കിലോട്ട് ഞാൻ പോകാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ കംപ്ലീറ്റ്ലി അതിൻ്റെ പൊസിഷൻ മാറും. ഓക്കെ, സോ ഇതൊരു നല്ല ഒരു റെൻഡർ ഷോട്ടാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ റെൻഡർ അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോപ്പർ റെൻഡർ ഷോട്ട് അടിക്കാം. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു മോഡലിൻ്റെ ഈ റെൻഡർ നന്നായി. ഇനിയിപ്പം നമുക്ക് ഇത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി റെൻഡർ അടിക്കാം അല്ലേ. സോ റെൻഡർ അടിക്കുന്നതിന് മുന്നേ ഒന്നുകൂടെയും ഫയലിൽ പോവുക. എപ്പോഴും ഓർക്കുക കുറച്ച് ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ സോളിഡ് മോഡിൽ പോകുന്നു, എന്നിട്ട് ഈ ഫയലിന് സേവ് ചെയ്യാം. എങ്ങാനും ക്രാഷായി പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ തുറക്കുമ്പോൾ അത് ക്രാഷ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ റെൻഡറിനകത്തോട്ട് പോയിട്ട് റെൻഡർ ഇമേജ് കൊടുക്കും. ഓക്കെ, സോ ഇതിപ്പം അതിനെ റെൻഡർ ചെയ്യാൻ പോകും. അപ്പോൾ റെൻഡർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പുറത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മുടെ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ ഫുള്ള് റെൻഡറായി. നമ്മുടെ പ്രോഡക്റ്റ് എവിടെ വരുന്നു അവിടെ ആയിരിക്കും നമ്മുടെ കുറച്ചും കൂടി ടൈം എടുക്കുന്നത് റെൻഡർ അടിച്ചാൽ. വൺസ് അതിൻ്റെ ബേസിക് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഓൺ ആക്കിയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് ബാക്കിയുള്ളത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്ത് അതിൻ്റെ റെൻഡർ എടുത്തുതരും. സോ ഓബിയസ്ലി ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിരിക്കും കേട്ടോ. ലൈക്ക് നമ്മുടെ സാമ്പിൾസ് എത്ര വേണം, നമ്മളിപ്പോൾ 204 സാമ്പിൾസിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് റെൻഡർ ചെയ്യുന്നത് 3000 ഇതില്ല, 6K ഞാൻ റെൻഡർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഓബിയസ്ലി ഞാൻ ചിലപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1024 സാമ്പിൾസ് ആക്കിയിട്ട് ഒരു എന്നിട്ട് ഇമേജ് അറൗണ്ട് 400 കൊടുത്താൽ മതി നമ്മുടെ ഔട്ട്പുട്ടിലെ ആ ഓപ്ഷൻസ്. സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഔട്ട്പുട്ട്സിൽ നമുക്കൊരു 400 കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റെൻഡർ ഒന്ന് കൊണ്ടിട്ടുണ്ടാകാറ്. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കെച്ച് ഫാബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, സോ നോർമലി
സ്കെച്ച് ഫാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് ഒരു അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട്. സോ അത് ചിലപ്പം ഈ ഗെയിംസ് ആയിട്ട് നിങ്ങളൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾ ബിഹാൻസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ അതിനകത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വരും. സോ ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ അത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഡൈലൈൻ. ഈ ഡൈലൈൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഈ പറയുന്ന ഈ പാക്കേജിങ് കവർ. ഓക്കെ, ഈ സംഭവം. ഓക്കെ. സോ ഞാൻ ഇതിന് വേണ്ടി എന്നെ ചെയ്യുന്നത്, ഞാൻ നേരെ ChatGPT-നകത്ത് പോയിട്ട് ഒരു കവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു. സോ ചിലരുണ്ട്, ചിലർക്ക് ഡൈലൈൻ ഇല്ല, അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. സോ സിമ്പിളായിട്ട് ലൈക്ക് നിങ്ങൾക്ക് ചില മെഡിസിന് വേണ്ടി ഒരു ബോക്സ് ഉണ്ടാക്കണം, അപ്പോൾ അതിന് ഡൈലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ക്രിയേറ്റ് എ ഡൈലൈൻ. ഈ പറയുന്ന ഐറ്റത്തിന് വിളിക്കുന്നതാണ് ഡൈലൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാം ക്രിയേറ്റ് എ ഡൈലൈൻ ഫോർ എന്താണ് മെഡിക്കൽ പ്രോഡക്റ്റ്. ലൈക്ക് നിങ്ങളൊരു ഓയിലാണെങ്കിൽ ഓയിൽ മസാജിങ് പ്രോഡക്റ്റ് ആണോ, അങ്ങനെ മെഡിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ എന്തുവാണ്, ലൈക്ക് അതൊരു പിന്നെ കഫ് സിറപ്പാണോ അതോ അതൊരു ഇതാണോ എന്താണോ കൊടുക്കുക, ആ ഒരു പേര് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇതാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് തന്നെ വരും. ഓക്കെ. എന്നിട്ട് നിങ്ങൾ വൺസ് ഇതിനോട് പറയാം ജസ്റ്റ് നിങ്ങൾ റീസർച്ച് ഒന്ന് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ രീതിയിൽ ഒരു പാക്കേജിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം ഇൻ 4K. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ ഹൈ ചെയ്യും. സോ വൺസ് എനിക്ക് ഉണ്ടാക്കി തന്നു, പക്ഷേ എൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിരുന്നു. സോ ഞാൻ ഒന്നേരം പറഞ്ഞു അതിൻ്റെ ഹൈ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് തരാൻ പറഞ്ഞു 4K പോലെ. പക്ഷേ അത് തന്നു. ഇപ്പം ഓൾമോസ്റ്റ് ഒരു നല്ല റെസൊല്യൂഷനിലും കിട്ടി. പക്ഷേ എന്നിട്ട് ഇത് എനിക്ക് പോരായിരുന്നു. സോ ഓബിയസ്ലി ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇമേജ് അപ്സ്കെയിലർ എന്ന സംഭവമുണ്ട്, ഇമേജ് അപ്സ്കെയിലർ എന്നൊരു സംഭവം. സോ ഇതിനകത്തൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒന്ന് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുഴപ്പമില്ല, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പം എടുത്ത ഇമേജ് പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ 300 സംതിങ്ങിൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഈ ലോഗോ എന്ന് ഓർത്ത് നമുക്ക് ഇമേജ് AI ഇമേജ് അപ്സ്കെയിലർ എന്ന് പറയുന്നത്. ഈ ചൂസ് ഇമേജസിനകത്ത് പോകുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഇമേജ് ഏതാണോ അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് പറയും എത്രയിൽ റെൻഡർ ചെയ്യുന്നത്, 200 റേഷ്യോ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2000/2000 റെൻഡർ ചെയ്യണോ, അല്ലെങ്കിൽ 4000/4000 4K റെൻഡർ ചെയ്യണം എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് 4K 2000 ഏതാണ് ചൂസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അപ്ലോഡ് അടിച്ചാൽ മതി. വൺസ് അത് റെൻഡർ ചെയ്ത് സെറ്റ് ആയി കഴിയുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് കുറേ കൂടി ഹയർ വാല്യൂവിൽ റെൻഡർ കിട്ടും. ഓക്കെ. സോ നല്ല ക്വാളിറ്റി കൂടെ നല്ല നീറ്റായ നല്ലൊരു ക്വാളിറ്റി കിട്ടും അതിൽ. ഓക്കെ. സോ അങ്ങനെ നമുക്ക് ഈ ഒരു പേജ് ഉണ്ടാക്കാം. വൺസ് ഈ പേജ് ഉണ്ടാക്കി കഴിഞ്ഞ് വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ അവിടെ ആഡ് ചെയ്യണം. സോ നിങ്ങൾ എന്നാ ചെയ്യണം തന്നെ, ഇവിടെ വരുമ്പോൾ നമുക്ക് എഡിറ്റ് ഒരു പടം ഉണ്ടല്ലോ, ഈ എഡിറ്റ് ബട്ടണിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വിടാം. ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് എടുത്തിട്ട് ലൈക്ക് ഫോട്ടോഷോപ്പിലോ എവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് വരയ്ക്കാം. ഇങ്ങനെ റെഡ് കളർ സർക്കിൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഇമേജ് എടുത്ത് ഇവിടെ കൊണ്ടിടണം, ഇതിനകത്ത് കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലോഗോ എടുത്ത് ഇതിനകത്ത് കൊണ്ടാക്കിടണം. എന്നിട്ട് പറയണം ഈ മാർക്ക് ചെയ്തേക്കുന്ന ആ റെഡ് ഏരിയ എൻ്റെ ഈ ലോഗോ ആയിട്ട്, ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന എൻ്റെ ഈ ലോഗോ ആയിട്ട് അവിടെ മാറ്റിയിടാം. എന്നിട്ട് എവിടെയൊക്കെ ആ പേരുണ്ടോ, അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു പേജിൽ, അപ്പോൾ ഇവർ തന്നെ തരുമ്പോൾ ഒരു വേറൊരു പേരിലേക്ക് തരണം. എവിടെയൊക്കെ പേരുണ്ടോ ആ പേരിനൊക്കെ ഞാൻ കൊടുത്തേക്കുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പം ആ ഓട്ടോമാറ്റിക്കലി ആ ലോഗോ ഒക്കെ എവിടെയുണ്ടോ ആ ലോഗോയിൽ മൊത്തം അത് നിങ്ങളുടെ ലോഗോ ഒട്ടിച്ച് മുറിച്ച് തരും. ഓക്കെ. എന്നിട്ട് ആ ആഡ് കൂടെ എടുത്താൽ മതി. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ഈ ഒരു ഡൈലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും, നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഡൈലൈൻ. ഓക്കെ. പേരാണ് ഇത്, ഈ കാണുന്ന പേര് ഡൈലൈൻ. ഓക്കെ. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബോക്സിൻ്റെ പേജ് കിട്ടും. സോ അത് ഞാൻ നെക്സ്റ്റ് റെൻഡറിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചത്. ഓക്കെ. സോ ഇങ്ങനെ എൻ്റെ റെൻഡർ താണ്ടെ കംപ്ലീറ്റ് ആയി. സോ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ നല്ലൊരു റെൻഡർ തന്നിട്ടുണ്ട്. സോ ഞാൻ എന്നെ ചെയ്യുമ്പോൾ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു, സേവ് ആസ് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെ ഇമേജിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക് റെൻഡർ ആയിട്ട് കൊടുക്കും. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഫൈനൽ റെൻഡർ എന്ന് കൊടുക്കാം. ഓക്കെ. ഫൈനൽ റെൻഡർ സോ ഇതൊന്ന് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ റെൻഡർ കംപ്ലീറ്റ് ആയില്ലേ. സോ ഇതോടെ തീർന്നില്ല. ലൈക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ഷോർട്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ അടച്ചു വെക്കണം, അങ്ങനെ വെച്ചുകൊണ്ട് ഒരു റെൻഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ച് റെൻഡർ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ സപ്പോസ് നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഇത് പീസാക്കി എടുത്തു, ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണം, അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇത് മാത്രം മൂവ് ചെയ്തല്ലേ, ഇതാണ് അതിൻ്റെ മെയിൻ സാധനം, ഇത് മാത്രം മൂവ് ചെയ്തുണ്ടായിരുന്നുള്ളൂ. ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ഇതിൻ്റെ വാല്യൂ എല്ലാം സെലക്ട് ചെയ്യുക, ഇത് ഫുള്ളങ്ങ് 0 ആക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മുകളിൽ തന്നെ വന്ന് അറിഞ്ഞിരുന്നത്. അതാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം. ഓക്കെ. ഇതിനകത്തൊന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പഴയ പോലെ തിരിച്ച് കൊണ്ടുവരണം. ജസ്റ്റ് ഇതെല്ലാം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 1 അടിച്ചാൽ 0 അടിച്ചാൽ മതി. അപ്പോൾ തിരിച്ചതിൻ്റെ പഴയ പൊസിഷൻ വരും. ഈ റൊട്ടേഷൻ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 0 അടിച്ചാൽ മതി, തിരിച്ച് പഴയ പോലെയാവും. ഓക്കെ. പക്ഷേ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരു റെൻഡർ ഷോട്ടും കൂടെ എടുക്കാനുണ്ട് ഇതിൻ്റെ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഫ്ലാറ്റ് ആക്കും. ഓക്കെ. ഫ്ലാറ്റ് അങ്ങനെ ആക്കും, ഫ്ലാറ്റ് ആക്കി മാറ്റും. എന്നിട്ട് ഞാനിവിടെ ചില ഓപ്ഷൻസ് എനിക്ക് ഓൺ ആക്കണം. സോ ഒന്നാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് കളർ. അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു ഷാഡോ ഓൺ ആക്കി കൊടുക്കും, ജസ്റ്റ് ഷാഡോ ഫീൽ വരാൻ വേണ്ടി. സോ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് മാത്രമേ ആ ഒരു ഷാഡോയുടെ എഫക്റ്റ് തോന്നുന്ന പോലെ നല്ല നീറ്റായിട്ട് വരുള്ളൂ. ഓക്കെ. ചില സമയത്ത് ഈ ഷാഡോ ഒട്ടും
നല്ലതായിരിക്കില്ല. സോ ആ നിങ്ങൾ നോക്കി ആ ഒരു ബേസിസിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ അതിനകത്ത് ഷാഡോ കൊടുക്കാൻ പോകും, കാരണം കാണാനൊരു വൈബുണ്ട്. അതുകൊണ്ട് പിന്നെ ക്യാവിറ്റി മാപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കും, എന്നിട്ട് അത് ബോത്താക്കി മാറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സെയിം സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ അതിനകത്ത് ചെയ്യാം. ഒബ്ജക്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ ഒബ്ജക്റ്റിൻ്റെ വയർ ഫ്രെയിം കൊടുക്കാനാണ്. സോ ഇവിടെ വരാൻ നിങ്ങൾ വയർ ഫ്രെയിം മോഡ് ഒന്ന് ഓണാക്കാം. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് മോഡോ മെറ്റീരിയൽ മോഡോ ഏത് ഇതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു വയർ കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വയർ കളർ തീമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത്രയും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സസ് കട്ട് കളയാം. സോ ഇതെനിക്ക് വേണ്ട, ഫ്ലോർ എനിക്ക് കാണണ്ട, അതൊക്കെ നമുക്ക് 3D കഴ്സർ ഊരി കളയാം, അതിൻ്റെ ആവശ്യമില്ല. എക്സ്ട്രാസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്ട്രാസും പിന്നെ ഈ കാണുന്ന ലൈൻ നമ്മുടെ റിലേഷൻഷിപ്പ് ലൈന്, ആ റിലേഷൻഷിപ്പ് ലൈൻ ഊരി കളയാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒറിജിൻ പോയിന്റ് ഊരി കളയാം. ഓക്കെ, സോ അവസാനം നമുക്ക് കിട്ടുന്നത് ആകെ നമ്മുടെ ഈ ഒരു റെൻഡർ മാത്രമായിരിക്കും. ഓക്കെ, അത് നീറ്റായിട്ട്. സോ ഇതിനെ ഞാൻ என்ன ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനെ ഞാൻ ഔട്ട്പുട്ട് സേവ് ചെയ്യാൻ പോകും. സോ ഇതെങ്ങനെയാണ് ഈ റെൻഡർ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതുപോലത്തെ റെൻഡർ ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ സെലക്റ്റിനകത്ത് പോവുക, വ്യൂവിനകത്ത് പോവുക, എന്നിട്ട് റെൻഡർ റിവ്യൂ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ടി ഇങ്ങനെ റെൻഡർ റിവ്യൂ എടുത്ത് തരും. ഒരു സൂമിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒന്നും അത് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് സേവ് ആസ് ചെയ്യുന്നു. സെയിം 16 ബിറ്റ് തന്നെ റെൻഡർ ആയിരിക്കും. സോ ഇവിടെ ഫൈനൽ റെൻഡറിന് പകരം നമ്മളിവിടെ ഈ ഫൈനൽ അങ്ങ് മാറ്റിയിട്ട് ഇത് വയർ ഫ്രെയിം റെൻഡറാക്കി അങ്ങ് എടുക്കും. ഓക്കെ, സോ ഫ്രെയിം എന്നിട്ട് റെൻഡർ. ഓക്കെ, സോ ഞാൻ ക്ലിക്ക് ചെയ്ത് വയർ ഫ്രെയിം അങ്ങ് എടുക്കാൻ പോവാം. സോ വൺസ് വയർ ഫ്രെയിം എടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങ് ക്ലോസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഇതിനുള്ള എല്ലാ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു 3D ആക്കിയൊക്കെ മാറ്റാൻ പോകും. ഓക്കെ, സോ നമ്മൾ ഈ ആമസോണിലെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സാധനം ഇങ്ങനെ മോഡൽ മൂവ് ചെയ്യുന്ന പോലെ. സോ എങ്ങനെയെന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ഈ സ്കെച്ച് ഫാബിൻ്റെ ചെന്ന് വരുമ്പം ഒരു പരിപാടി ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും. സോ ജസ്റ്റ് തലക്കത്തെ കാണിച്ചാൽ ലൈക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ തുറക്കുമ്പം ലൈക്ക് നമ്മളിങ്ങനെ വ്യൂ ചെയ്യുമല്ലോ. സോ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി ആ സംഭവം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. സോ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ റെൻഡർ ഷോട്ട്സിനൊന്നും ആവശ്യമില്ല. ഈ ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കാം. സോ ഇത് നിങ്ങളുടെ ബേസിക് ഫൈനൽ റെൻഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തിരിച്ച് പഴയ പോലെ തന്നെ ഒന്ന് തിരിച്ച് കൊണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, രണ്ട് എക്സ് ആൻഡ് വൈ ക്ലിക്ക് ചെയ്യുക, 3D കഴ്സർ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാ ക്ലിക്ക് ചെയ്യുക, റിലേഷൻഷിപ്പ് ലൈൻ എന്ന് വെച്ചു. ഓക്കെ, ഇതൊന്ന് ഓണാക്കാം. വയർ ഫ്രെയിം മോഡ് ഒരു കാണുന്നതിന് ഒരു കാണുന്ന കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ ചെയ്തിരുന്ന കുറേ ചേഞ്ചസ് ലൈക്ക് ഫ്ലാറ്റ് മാറ്റി സ്റ്റുഡിയോയിലോട്ട് മാറ്റാം. ഒബ്ജക്റ്റ് വയർ ഫ്രെയിം ഒബ്ജക്റ്റ് തീമാണ് തീം വെച്ചോ കുഴപ്പമൊന്നുമില്ല. മെറ്റീരിയൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കൊടുക്കാം. അത് പോകുന്നു. ഷാഡോസ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ മോഡലിൻ്റെ ഷേപ്പ് തിരിച്ചു കിട്ടും. സോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിങ്ങളുടെ വെക്കണം തുടങ്ങി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഇത് ഞാൻ ഒരു 1 ബ്ലെൻഡർ ഫയലായിട്ട് സേവ് ചെയ്യാൻ പോകാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ റെൻഡർ ഇമേജ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ഇമേജ്. സോ ഞാൻ എൻ്റെ ബ്ലെൻഡ് ഫയലിലൂടെ കൊടുക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് എന്നിട്ട് എൻ്റെ റെൻഡർ. ഓക്കെ, എന്താണ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ വേറെ രീതിയിൽ നമ്മൾ ഒരു ബാക്കപ്പ് പോലെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ അവർക്കറിയാം നമ്മൾ ഈ ഫയൽ തുറന്നാൽ നമ്മൾ നമ്മുടെ റെൻഡറിലോട്ട് പോകാം. സോ നമുക്ക് ഇവിടെ വീണ്ടും വേറെ റെൻഡർ അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് റെൻഡർ അടിക്കാം. സോ ഞാൻ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് എൻ്റെ റെൻഡർ ഫയൽ എടുക്കാൻ പോകാം. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് റെൻഡർ അല്ലാത്ത ടൈപ്പ് ഫയൽ. സോ അത് നമുക്കെല്ലാം ലിപ്സ്റ്റിക് എന്നുള്ള പേര് കൊടുക്കാം. സോ ആദ്യം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ കാണുന്ന പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പോകാം. സോ ഞാൻ ഇവിടെ കൊണ്ട് മൗസ് കവർ ചെയ്തിട്ട് ജോയിൻ ഡൗൺ കൊടുത്താൽ താഴോട്ട് ക്ലോസ് ചെയ്യാം. എനിക്ക് ഇത് ഞാൻ എൻ്റെ ലെഫ്റ്റിലോട്ടൊന്ന് പുഷ് ചെയ്യാൻ പോകാം. സോ ഇതിന് ക്ലിക്ക് ചെയ്യുന്നു, ജോയിൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോകും. സോ അങ്ങനെ എൻ്റെ ഈ മോഡലിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇതെല്ലാം ഞാൻ ക്ലോസ് കളയാൻ പോകും. ഓക്കെ, എനിക്ക് എൻ്റെ ഇതിൻ്റെ മോഡൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, സോ ഇവിടെ എൻ്റെ ഈ മോഡലിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് വ്യൂ സെലക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ നംപാഡിലെ ഡോട്ട് ബട്ടൺ, ഓക്കെ 0 അടുത്തിരിക്കുന്ന ഡോട്ട് ബട്ടൺ പീരിയഡ്. ഓക്കെ, സോ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഞാൻ ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് 0 ആക്കി എല്ലാം എടുക്കാൻ പോകും. സോ ഈ 0 ആക്കുന്നു, എന്നിട്ട് ഈ വാല്യൂ എല്ലാം സെലക്ട് ചെയ്യുന്നു, ഇതിനെ 0 ആക്കും. ഓക്കെ, സോ അങ്ങനെ ഫുൾ സ്ട്രൈറ്റ് ആയാലേ. ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഇതിന് മുകളിൽ ഒന്ന് കിടക്കണം. സോ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിടക്കുന്നുണ്ടോ, ക്ലിക്ക് ചെയ്യുക, 0 അടിക്കുക, എൻ്റർ അടിക്കുക. സോ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വന്ന് അറിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് ചിലപ്പോൾ 2 ടൈപ്പ് റെൻഡർ ഷോട്ട്സ് അടിക്കണം. സോ റെൻഡർ ഷോട്ട് അടിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് നമ്മളൊന്ന് ടെക്സ്ചറാക്കി മാറ്റണം. എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷെയ്ഡർ ടാബിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഷെയ്ഡർ മെറ്റീരിയൽ എസ്പെഷ്യലി താഴത്തെ മെറ്റീരിയൽ, കാരണം ഇവിടെ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ 2 ഷെയ്ഡർ ഉപയോഗിച്ച് കണ്ടോ, പ്രിൻസിപ്പൽ PSDF, പ്രിൻസിപ്പൽ PSDF 2 ഷെയ്ഡർ എടുത്ത് ആ 2 ഷെയ്ഡറിനെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ റെൻഡർ എടുക്കുക. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടൈപ്പ് ഈ ഒരു ടൈപ്പ് 3D പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ GLB നമ്മളിതിന് വിളിക്കും. ഇതുപോലത്തെ മോഡൽസിനെ എന്നിട്ട് നമ്മൾ GLB എന്ന് വിളിക്കുന്നത്. ഇതുപോലത്തെ GLB ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബ്ലെൻഡറിനകത്ത് ഈ 2 ഷെയ്ഡർ ഉള്ളത് അല്ലെങ്കിൽ ഒരു മിക്സ് ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സോ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഒരു ഒറ്റ പ്രിൻസിപ്പൽ PSDF ആയിട്ട് മാറ്റണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഇതെല്ലാം ഈ കാണുന്ന ഈ ഒരു മെഷിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഭാഗം മൊത്തം നമ്മളത് ബേക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒരൊറ്റ ടെക്സ്ചർ പേജ് ആയിട്ട് മാറണം. ഇതുപോലെ രണ്ടാക്കാൻ പറ്റത്തില്ല, ഒരൊറ്റ മെറ്റീരിയൽ ആയിട്ട് തന്നെ മാറ്റണം. ഈ മിക്സ് ഷെയ്ഡർ ഒന്നും കാണാൻ പാടില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ബേസിക്കലി ഞാനിവിടെ വന്നിട്ട് പ്രിൻസിപ്പൽ PSDF എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഒരൊറ്റ മെറ്റീരിയൽ ആയിട്ട് വരാൻ പാടില്ല. ലൈക്ക് ഇവിടെയൊക്കെ നമ്മൾ ചെയ്ത പോലെ കണ്ടോ, ഒരൊറ്റ പ്രിൻസിപ്പൽ PSDF തന്നെ ആവാൻ പാടുള്ളൂ, വേറൊന്നും ആടാവാൻ പാടില്ല. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ സിമ്പിളായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിലാകെ നമ്മളിവിടെ യൂസ് ചെയ്ത് എന്തൊക്കെയാണ്, നമ്മൾ ഓബിയസ്ലി ഒരു മെറ്റീരിയൽ നമുക്ക് കളർ മാപ്പ് ഉപയോഗിച്ചു, അതാണ് ഈ കളർ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് റഫ്നെസ് കൊടുത്തു അല്ലേ, റഫ്നെസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ, റഫ്നെസ് മെറ്റാലിക്ക്, പിന്നെ കളർ. സോ ബേസിക്കലി നമ്മൾ ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡീറ്റെയിൽ ഒന്ന് ബേക്ക് ചെയ്യാൻ പോകാം. ഓക്കെ, സോ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ കാണുന്ന ഈ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു ലോഗോ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ടെക്സ്ചറിൽ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു മെറ്റൽ ഉണ്ടല്ലേ, സോ നമുക്ക് മെറ്റൽ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഒരു ലാക്മയുടെ ഒരൊറ്റ ഡിസൈൻ മാത്രമല്ല, ഈ ഇമേജ് തന്നെ നമ്മൾ വെച്ചിരുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാം, നമ്മൾ ഇമേജ് ചെറുതാക്കൊന്നും ചെയ്തിട്ട് ഈ ഒരു ഇമേജ് തന്നെ വെച്ചുകൊണ്ടാകുന്നത്. ആ ഒരു ബേസിസിലാണ് നമ്മൾ റെൻഡർ എടുത്തത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം മെറ്റൽ വാല്യൂ വേണം, റഫ്നെസ് വാല്യൂ വേണം, കളർ വാല്യൂ വേണം. നമുക്ക് നോർമലിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ നോർമൽ ഇട്ടിട്ടില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ ഒരു ഇമേജ് റെൻഡറിലൂടെ കൊണ്ടുവന്നു. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻപുട്ടിനകത്ത് പോകാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്ചർ പേജിനകത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഇമേജ് ടെക്സ്ചർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇമേജ് ടെക്സ്ചർ ഉണ്ടെന്നുണ്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ ന്യൂവിൽ ഞാൻ പറയും ഇതെൻ്റെ ബേസ് കളർ ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ കളർ ഇങ്ങനെ ഈ കാണുന്ന ഈ കളറും ഈ കാണുന്ന ഈ കളറും കൂടി ജോയിൻ എന്നാണ് ഈ ബേസ് കളർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയും എത്ര വാല്യൂ കൊടുക്കണം. ഇത് നമ്മൾ 4096 കിട്ടും. ഓക്കെ, 4K ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ 4K കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ന്യൂ ഇമേജ് ആയിട്ട് കൊടുക്കും. സോ ബേസ് ഇമേജ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് sRGB കൊടുക്കാം. ഓക്കെ, പക്ഷേ റഫ്നെസ്സും മെറ്റൽ മാപ്പും പിന്നെ നോർമൽ മാപ്പും നോർമലി നോൺ കളർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ sRGB മാറ്റി നോൺ കളർ കൊടുക്കാം. ഓക്കെ, സോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിന് തന്നെ ഷിഫ്റ്റ് D വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതങ്ങ് കംപ്ലീറ്റ്ലി ഞാൻ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ന്യൂ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ മെറ്റൽ മാപ്പിന് വേണ്ടി മെറ്റൽ കൊടുക്കും. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. sRGBക്ക് പകരം അത് നോൺ കളർ ആക്കും. ഓക്കെ, സെയിം തന്നെ വന്നിട്ട് ഷിഫ്റ്റ് D ലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ പ്രാവശ്യം ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന് ഞാൻ റഫ്നെസ് കൊടുക്കും. നമ്മളിത് റഫ്നെസ് ഷോർട്ട്കട്ട് RNS എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ റഫ്നെസ് എന്ന് പേരങ്ങ് എഴുതി കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ ന്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ പറഞ്ഞ പോലെ നോൺ കളർ കൊടുക്കാം. ഇവിടെ ആകെ കളർ എന്ന് പറയുന്നത് ബേസ് കളറിന് വേണ്ടി മാത്രം. സോ ഇത് മാത്രം sRGB ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. ബാക്കി രണ്ടെണ്ണം നോർമൽ നോൺ കളർ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇത് ഡൺ. ഇത് നമ്മൾ എന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നായിട്ട് ബേക്ക് ചെയ്യാൻ പോകും. സോ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മെഷർ സെലക്ട് ചെയ്യുക, പിന്നെ ബേക്ക് സെലക്ട് ചെയ്യുക, പിന്നെ അങ്ങനെ ചെയ്യണം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ ഫയലൊക്കെ ഇട്ട് സേവ് ആസ് പോയിട്ട് ഇത് നമ്മുടെ റെൻഡറിന് വേണ്ടി വെച്ചേക്കുന്നതല്ലേ, ഇതാണ് നമ്മുടെ നോർമൽ ഇതിനായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ഞാൻ ഓവർ റൈഡ് ചെയ്യാൻ പോകാം. സോ അത് നമ്മുടെ ഒരു ബേസ് റെൻഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ജൂണ്ടർ ഫയൽ. ഓക്കെ, സോ ഇവിടെ വരുന്നു. ഞാൻ എൻ്റെ ഈ ബേസ് കളർ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഏത് ഭാഗം എനിക്ക് ബേക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്തിൻ്റെ മെഷീൻ അവിടെ സെലക്ട് ചെയ്യും. സോ എനിക്ക് ഇതാണ് ബേക്ക് ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ പേരുണ്ട്, ഇതിനാണ് മൾട്ടിപ്പിൾ ഷെയ്ഡ് ഉള്ളത് അല്ലേ, കണ്ടോ മൾട്ടിപ്പിൾ ഷെയ്ഡ്. അപ്പോൾ ഞാൻ ആദ്യം ബേസ് ഇട്ട് ഈ ബേസിൽ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തണം. ഒന്ന് ബേസ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മെറ്റാലിക് വാല്യൂ കൊടുക്കാൻ പാടില്ല. നമുക്കറിയാം ഇതിന് മെറ്റാലിക് വാല്യൂ ഇല്ല, പക്ഷേ ഇതിന് മെറ്റാലിക് വാല്യൂ ഉണ്ട്. സോ ഞാൻ ഈ മെറ്റാലിക് വാല്യൂ 0 ആക്കും. ബേസ് കളർ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. സോ ബേസിൽ റെൻഡർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടെക്സ്ചർ ബേക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് മെറ്റാലിക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ ബേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലോട്ടാണ് നമ്മൾ ആ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ കാണുന്ന ഈ ഡീറ്റെയിൽ നമ്മൾ ഉണ്ടാക്കിയത് ഈ ടെക്സ്ചർ മൊത്തം ഇതിലോട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ലാക്മേയുടെ ഇതിനകത്ത് ഈ മെഷ് നമ്മുടെ താഴത്തെ ഏതാണ് ബേക്ക് ചെയ്യേണ്ടത് ആ ഒരു മെഷ് നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം, ബേസ് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ റെൻഡർ ഇമേജ് സൈക്കിൾസിനകത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ കാണുന്ന ഓപ്ഷൻ ബേക്ക്. ഓക്കെ, സോ ബേക്കിനെ തുറന്ന് ഈ കമ്പൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഞാൻ ഡിഫ്യൂസ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, സോ ഡിഫ്യൂസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കാം, നമുക്ക് ഇവിടെ വേറെ ലൈറ്റിനൊന്നും സോഴ്സിൻ്റെ അഫക്റ്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ബേസ് കളർ മാത്രം കിട്ടിയാൽ മതി അല്ലേ, നമ്മൾ സബ്സ്റ്റൻസിലൊക്കെ ചെയ്യുന്ന പോലെ. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് ഡിഫ്യൂസ് ഓൺ ആക്കി നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അതങ്ങ് ഓഫ് ആക്കാം. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് നേരെ ബേക്ക് ക്ലിക്ക് ചെയ്യും. പക്ഷേ നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവുക. സോ നമുക്ക് ഒബിയസ്ലി നല്ല റെൻഡറിൻ്റെ പവറിൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ ഈ റെൻഡറിനകത്ത് വന്നിട്ട് നമ്മുടെ ഈ റെൻഡർ വ്യൂ പോർട്ട് ഉണ്ടല്ലോ, സോ ഈ റെൻഡർ വ്യൂ പോർട്ട് നമുക്ക് വേണമെങ്കിൽ ഈസിലി അത് ഒരു 1 ആക്കിയാൽ മതി. സാമ്പിൾസ് മതി, കാരണം നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് റെൻഡർ ബേക്കിംഗാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വേറെ ആവശ്യമില്ല. സോ ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് ക്ലിക്ക് ചെയ്യും. ഓക്കെ, സോ ഓർക്കുക ഈ മെഷ് ആയിരിക്കണം, പിന്നെ ഇത് സെലക്ട് ചെയ്യണം. സോ താഴെ എഴുതി കാണിക്കുക ബേക്ക് മാപ്പ് സേവ് തന്നെ എഴുതി കാണിച്ചു. സോ ദാറ്റ് മീൻസ് നമ്മുടെ ബേക്ക് ഡൺ. ഇപ്പോൾ ഈ ബേക്ക് ഡൺ ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും താഴെ നിന്ന് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പോകും. ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചാൽ എങ്ങനെ ചെയ്യും. കവർ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഞെക്കാം,
ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് അടിക്കുക, എന്നിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേജ് കിട്ടും. ഇവിടെ നമ്മൾ ഇമേജ് എഡിറ്റർ ആക്കും. ഇത് ഞാൻ ജസ്റ്റ് ഈ ബേസിൽ നിന്ന് ക്ലിക്ക് ചെയ്യും. ഇത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും ഇത് ടെക്സ്ചർ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, സോ ബേസ് ഒന്നും വന്നില്ലല്ലോ, അൺഫോർച്ചുനേറ്റ്. സോ ഒന്നുകൂടെയും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം വന്നതാണ്. ഓക്കെ, ഇമേജ് സെലക്ട് ആയി ബേക്ക്. ഓക്കെ ഓക്കെ, ബേക്ക് ആയി. ഓക്കെ, സോ നമ്മൾ ലാക്മേ എന്നുള്ളൊരു പേരിൽ ഇങ്ങനെ നമ്മുടെ ടെക്സ്ചർ പ്രോപ്പറായിട്ട് ബേക്ക് ആയി. ഓക്കെ, സോ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഞാൻ സേവ് ചെയ്യണില്ല, കാരണം നമ്മൾ ഓബിയസ്ലി GLB ആയിട്ട് മാറ്റും. നമ്മൾ ഓബിയസ്ലി ഇത് തന്നെ അല്ല യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ GLBക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്ചറായിട്ട് നിങ്ങൾക്ക് വേറെ സോഫ്റ്റ്വെയർ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ പേജ് ഒന്ന് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ലൈക്ക് ഇമേജിനകത്ത് പോവുക, എന്നിട്ട് സേവ് ആസ് കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ടെക്സ്ചർ എന്ന് കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് വേറെ സോഫ്റ്റ്വെയറിനകത്ത് കൊണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ടെക്സ്ചേഴ്സിനകത്ത് പോവാം, എന്നിട്ട് ഈ ടെക്സ്ചറിനകത്ത് കയറിയിട്ട് ഇതിന് ബേസ് കളർ എന്ന് കൊടുക്കാം. ഇത് നമ്മുടെ ബേസ് കളറായിട്ട് വരും. 16 ബിറ്റ് ആണെങ്കിൽ 16 ബിറ്റ് അയക്കും, എന്നിട്ട് സേവ് കൊടുത്താൽ. ഓക്കെ, സോ അത് സേവ് ആവും. ഇനി അടുത്ത് നമ്മുടെ മെറ്റൽ മാപ്പ്. സോ മെറ്റൽ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ മെറ്റലിക്ക് വേണ്ടി തിരിച്ച് പഴയ പോലെ ഫുള്ളാക്കി മാറ്റാം. പക്ഷേ ഇവിടെ നമുക്ക് ആകെ മെറ്റലിൻ്റെ ഒരു ഇത് മാത്രം കിട്ടിയാൽ മതിയല്ല, വേറെ ഒന്നും നമുക്ക് വേണ്ട. സോ നമുക്ക് ജസ്റ്റ് ആ വൈറ്റ് കളർ മാത്രം കിട്ടിയാൽ മതി. സോ അതിനോട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെറ്റാലിക് വാല്യൂ ഞാനിത് യൂസ് ചെയ്തില്ല. ഞാൻ പകരം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മാസ്ക്, കാരണം ഈ ഒരു മാസ്ക് ആണ് നമ്മുടെ ഈ ഒരു മെറ്റാലിക് അല്ലേ. ഈ ഒരു ഇമേജ് നല്ല വേറെ ഒന്നും നമ്മൾ മാറിയിട്ടില്ല. നമ്മുടെ ഇപ്പോൾ നമ്മുടെ ബേസ് കളർ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ലാക്മേയുടെ സെയിം തന്നെയാണ് ഇവിടെ. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ് സംഭവം. ഓക്കെ, സോ ഞാനതുകൊണ്ട് വലുതായിട്ട് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല ഇതിനകത്ത്. ഓക്കെ, പഴയ പോലെ എങ്ങനെ ആക്കണം അതുപോലെ തന്നെ വെക്കാൻ പോവാം. സോ ഇതെൻ്റെ മെറ്റാലിക് മാപ്പ് ആണെങ്കിൽ ഞാൻ ഇതെൻ്റെ മെറ്റാലിക് മാപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് ഞാൻ തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ വെക്കാൻ പോവാം. സോ ഇതവിടെ അങ്ങനെ കിടക്കട്ടെ. മെറ്റാലിക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ബേസ് മെറ്റ് തന്നെ അവിടെ മെറ്റാലിക് ആയിട്ട് ഞാൻ ഇട്ടോളാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് പോയിട്ട് ഈ ലാക്മേയുടെ ലോഗോ ആയിരുന്നു നമ്മൾ മെറ്റാലിക് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ബേസിന് വരെ മെറ്റലിൽ മാറ്റും. കാരണം ഇതേ ഡിസൈൻ തന്നെ ബ്ലാക്ക് ആണ് ഔട്ട്സൈഡ്, ഇവിടെയാണ് റൈറ്റ്. സോ ഇത് നമുക്ക് മെറ്റലായിട്ടാണ് യൂസ് ചെയ്യാം. നമുക്ക് വേറെ ഒരു നോർമൽ ആവശ്യമില്ല. പക്ഷേ നമ്മൾ റഫ്നെസ് ഒരിക്കലും ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ റഫ്നെസ്സിൽ നമുക്ക് എപ്പോഴും ഈ ഒരു മോഡലിന് ഒരു റഫ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഈ കൊടുത്തിരുന്ന മെറ്റലിന് ഒരു റഫ് വാല്യൂ ഉണ്ട് അല്ല. സോ അതുകൊണ്ട് നമ്മൾ ആ റഫ്നെസ് നമ്മൾ എടുത്തേ പറ്റും, ബേക്ക് ചെയ്തേ പറ്റും. സോ റഫ്നെസ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ആകെ ബേസ് മെറ്റലിൽ മാത്രമേ മെറ്റൽ ഓഫ് ആക്കാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. റഫ്നെസ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഞാൻ ഇതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ റഫ്നെസ്സിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് റഫ്നെസ്സിലോട്ട് മാറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ബേക്ക് കൊടുക്കും, ഒറ്റ ക്ലിക്ക്. ഓക്കെ, സോ ഇനിയിപ്പോൾ അത് ബേക്ക് ചെയ്യാൻ പോവാം എനിക്ക് വേണ്ടി. സോ ബേക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മുടെ റഫ്നെസ് വെക്കാം. ഇതായിരിക്കും നമ്മുടെ മെറ്റാലിക് വാല്യൂടെ ഇത്. ഈ വൈറ്റ് ആയിട്ട് വരുന്ന അവിടെയൊക്കെയാണ് നമ്മുടെ റഫായ ഡീറ്റെയിൽസ് നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ റഫ്നെസ് വാല്യൂ ബേക്കായി. ഓക്കെ, ഇനി റഫ്നെസ് വാല്യൂ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം. ഇവിടെ കണ്ടു ഒരു ആരോഗ്യ കാണിക്കും. എന്നാലും അത് പറയുന്നത് സേവ് ചെയ്തോ അല്ലെങ്കിൽ സാധനം പോകുന്നു ഉള്ള രീതി പറയണം. ഇവിടെ പോവുക, സേവ് ആസ് ചെയ്യുക, എന്നിട്ട് ഈ സേവ് ആസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ RMS സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ 16 ബിറ്റ് ആക്കി സേവ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് വേണ്ട 3 ടെക്സ്ചേഴ്സ് കിട്ടും. പക്ഷേ നമുക്ക് ടെക്സ്ചേഴ്സിന് ആവശ്യമില്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന് വേണ്ടി ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകണം, നമ്മുടെ ഈ ബേസിക് പേജിനകത്ത് നമ്മൾ ഈ പറഞ്ഞത് ഒറ്റ പ്രിൻസിപ്പൽ BSTF ഇതെല്ലാം ഉണ്ടാക്കാൻ പോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നു പ്രിൻസിപ്പൽ BSTF എടുക്കും. പ്രിൻസിപ്പൽ BSTF എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടാണ് ഇടാൻ പോകും. ഓക്കെ, എന്നിട്ട് ഞാൻ പറയും, എന്നിട്ട് ഈ പ്രിൻസിപ്പൽ BSTF നമുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് മിനിമം ചെയ്യാം. ഓക്കെ, നമ്മൾ സർഫസിലോട്ട് കൊടുക്കാം. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാം വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് വേണ്ട അടിച്ചെടുക്കാം. സോ നമ്മൾ ഓൾറെഡി കളർ ബേക്ക് ചെയ്തല്ലോ. സോ കളർ എടുത്തിട്ട് ഞാൻ കളർ ബേസ് ആപ്പിൽ കൊണ്ടാക്കി ഇടും. അപ്പോൾ താഴെ നമ്മുടെ ഇതുണ്ടോ ലാക്മേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോന്നിയ ദിവസം പോലെ എല്ലായിടത്തും ഇങ്ങനെ പാറ് നടക്കണം. ഓക്കെ, സോ റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലിപ്പ് അടിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിപ്പ് അടിക്കുമ്പോഴാണ് നമ്മുടെ മെഷീൻ ഇങ്ങനെ ഇരിക്കുമല്ലേ. അയ്യോ ഇതന്നെ ഇത് ഷിഫ്റ്റായിട്ട് പോയാലോ അറിയേണ്ട ഒരു ആവശ്യമില്ല. എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ പോവാം, റൈറ്റ് ക്ലിക്ക് ഞെക്കുക, വെർട്ടിക്കൽ സ്പ്ലിറ്റ് വീണ്ടും പഠിക്കാം. ഇവിടെ ഇപ്രാവശ്യം UV പേജിലോട്ടങ്ങ് പോവാം. ഓക്കെ, സംഭവിച്ച ഇത്രയേ ഉള്ളൂ. ടെക്സ്ചർ വന്നോടെ ഇതിന് മനസ്സിലാവുന്നില്ല എന്തിലോട്ടാണ് ഇത് ടെക്സ്ചർ സേവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. സോ അതാണ് നമ്മൾ ബാക്കി ഇത്ര ഏരിയ ചുമ്മാ പുറത്ത് കിടക്കും അല്ലേ. ലാക്മേയുടെ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് ഇന്നത്തെ കിടപ്പുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ലാക്മയുള്ള ഭാഗങ്ങൾ മാത്രം ഇതിനകത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ചെറുതാക്കി ഒരു മൂലം കൊണ്ട് ഒതുക്കാൻ നോക്കാൻ പോവാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഡിറ്റ് മോഡിലോട്ട് പോവാം മെഷീൻ്റെ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഈ ലാക്മേയുള്ള ഭാഗം മാത്രം തൽക്കാലത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാൻ പോവാം. സോ ഞാൻ എൻ്റെ ഫേസ് മോഡ് അങ്ങ് പോകുന്നു. എന്നിട്ട് എൻ്റെ ലാക്മേയുടെ ഡീറ്റെയിൽ എവിടേക്ക് തന്നെ അതിൻ്റെ ഉള്ളിലുള്ളവരെ എത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് പോകും അങ്ങനെ എടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം ഇതൊന്ന് ഇത്രയൊരു ഭാഗം കളയാം. ഇപ്പോൾ ലാക്മേയുടെ ഇപ്പുറത്തായിട്ട് കിടക്കുന്നുണ്ട്. സോ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഞാൻ Ctrl+I ചെയ്യും. ഓക്കെ, എന്നാൽ ഇത്രയും ഭാഗം എനിക്ക് വിടണം, പക്ഷേ ഇത്രയും ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി മാറ്റിക്കണം അതിന് വേണ്ടി.
ഈ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് എന്നൊരു സംഭവമുണ്ട്. സ്പ്ലിറ്റ് പോവാം, സെലക്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് സ്പ്ലിറ്റായി മാറും. കണ്ടോ, ഒരു സെപ്പറേറ്റ് സ്പ്ലിറ്റ് ഒരു മെഷീൻ മാറും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് 0 ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ലാക്മേ മാത്രം ഇവിടെ ഇരിക്കുന്നു, എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ആക്കി 0 ആയി, അവിടെ ഒന്നുമില്ല. സോ ഞാൻ ചെയ്യുന്നത് പരമാവധി നിങ്ങൾ സ്കെയിൽ ഇത് കുഞ്ഞാക്കിയിട്ട് ഞാൻ ഈ മൂലം കൊണ്ടുവരുന്നത്. കണ്ടോ, വലിയ വ്യത്യാസം അറിയുന്നുണ്ടാവില്ല അല്ലേ? സോ ഇങ്ങനെ ഞാനിതിനെ അൺട്രാപ്പ് ചെയ്ത് ഈ മൂലം കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് വെക്കുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല. ഓക്കെ, അൺട്രാപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് അൺട്രാപ്പിൻ്റെ രീതിയിൽ അത്രയും ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നത് ചെയ്യുമ്പോഴത്തേക്ക് ശരിയായി. ഇനി തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റഫ്നെസ് മാപ്പ്. സെയിം കളർ എടുക്കാം, റഫ്നെസ് കൊണ്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ആ റഫ്നെസ്സിൻ്റെ ഫീൽ ഉണ്ടോ അത് വന്നു തുടങ്ങി. കണ്ടോ, നമ്മുടെ മോഡലിൽ മുമ്പില്ലായിരുന്നു. കണ്ടോ, മുമ്പ് ആ ഫീൽ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ റഫ്നെസ് കണക്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ പതുക്കെ നമുക്ക് ആ ഫേഡിങ് വന്നു തുടങ്ങി. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ട, അവസാനം മെറ്റാലിക് മാപ്പ് അല്ലേ, അത് നമ്മുടെ ഈ മാപ്പ് തന്നെ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മെറ്റാലിക് മാപ്പ് ഒന്ന് ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക്, ഞാൻ അവിടെ നിന്ന് കോപ്പി ഇവിടെ കൊണ്ട് വെച്ച സ്ഥിതിക്ക് ഇതേ മെറ്റീരിയൽ തവിടെ തന്നെ അത് ഫ്ലോ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഇവിടുന്ന് എടുത്താൽ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത് തന്നെ ഷിഫ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഡി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അതിലോട്ട് കണക്ട് ചെയ്താലും മതി, പ്രശ്നമില്ല. പക്ഷെ ഞാനിത് എന്തായാലും ബേക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞിട്ട് വെക്കുന്നതായിരിക്കില്ല നല്ലത്. സോ ആ ഒരു രീതിയിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മെറ്റൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ മെറ്റാലിക് വാല്യൂ കണക്ട് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് ആ മെറ്റാലിക് വാല്യൂ തിരിച്ചു കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിക് ആയ ഈ മോഡലിൻ്റെ റെൻഡർ അല്ല ബേസിക് ആയ ടെക്സ്ചർ പാർട്ട് ഡണ്ണായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചേക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർ റെൻഡറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വന്നെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ബേസിക് ആയ എല്ലാം ടെക്സ്ചർ മെറ്റീരിയൽ എല്ലാം സെറ്റായി നമുക്ക് അല്ലേ, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം ജോയിൻ്റ് ആണ് അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് ജോയിൻ റൈറ്റോട്ട് അടിച്ചു വിടാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ മോഡലായി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് വെക്കാൻ പോകാം. ഓക്കെ, ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന പോലെ, ലൈക്ക് ഇതിനകത്ത് ഇയാൾ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ നല്ല രീതിയിൽ ഒരു 3D ആക്കി സേവ് ചെയ്യാൻ പോകുന്ന പോലെ രീതിയിൽ ചെയ്യാൻ പോവാം. സോ മെഷിനകത്ത് വന്നു പ്ലെയിൻ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് പ്ലെയിൻ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി ഉള്ളിൽ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇതിനുള്ളിൽ മാത്രം എനിക്ക് ഇത് പ്രോഡക്റ്റ്സ് ഒന്ന് വെക്കണം അങ്ങനെ കാണിക്കാനാണെങ്കിൽ. ഓക്കെ, സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, എനിക്ക് കാണുന്ന ഒരു സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഹോളി കൊണ്ട് മെഷീൻ മാറ്റി ഇതിനെ തൽക്കാലത്തേക്ക് മോളിൽ കൊണ്ട് വെക്കാൻ പോവാം. മോളിൽ വെക്കണ്ടല്ലേ. സോ ജസ്റ്റ് ഈ ഒരു മെഷ് ഇതിന് ഞാൻ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്ലെയിനിനെ ഞാൻ ഒരു ക്യൂ പോലാക്കാൻ മാറ്റുക. സോ ഞാൻ ഫേസ് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് താഴത്തേക്ക് അങ്ങ് മാറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഞാനിതിൻ്റെ ഫേസ് ഓറിയൻറ്റേഷൻ ഓൺ ആക്കുക, തോന്നി റെഡായിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മെഷ് ഫുള്ള് ഞാൻ എ കൊണ്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ മെഷിനകത്ത് പോയിട്ട് നോർമൽ മാപ്പിനകത്ത് പോയിട്ട് റീകാൽക്കുലേറ്റ് ഔട്ട്സൈഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ നോർമൽ മാപ്പ് തിരിച്ചു കിട്ടും, റെഡായിട്ട് ഇരിക്കില്ല, ക്ലീൻ ആയിട്ട് വരും. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാ മാപ്പിൻ്റെ എല്ലാം എ കൊണ്ടങ്ങ് സെലക്ട് ചെയ്യും, കൺട്രോൾ ടി കൊടുത്ത് ഞാനൊരു ബിവൽ കൊടുക്കും. ഓക്കെ, സോ ഒരു മെറ്റാലിക് ടൈപ്പ് ബിവൽ കൊടുക്കണം, എനിക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പക്ഷേ ഇവിടെ നല്ല പോളിഗൺ കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഞാൻ നല്ലൊരു പോളിഗൺ കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഷെയ്ഡ് ഔട്ട് സ്മൂത്ത് കൊടുക്കും, അല്ല ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സബ്ഡിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ സബ്ഡിവിഷൻ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ എൻ്റെ രീതിയിൽ ഞാനിത് ഇങ്ങനെ എടുക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി ചെറുതാക്കാം, ലൈക്ക് ചെറിയൊരു പ്രോഡക്റ്റ് മാത്രമല്ലേ. സോ ഇവിടെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ലാക്മേഡ് ഇങ്ങനെ ഇരിക്കുന്നു ഇമേജ്, ഓൾമോസ്റ്റ് ഒരു സെൻട്രലായിട്ട് വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. സോ ഞാൻ എൻ്റെ ഈ കൺട്രോൾ സെലക്ട് ചെയ്ത ലാക്മേഡ് കൺട്രോൾ സെലക്ട് ചെയ്ത് എൻ്റെ ലാക്മേഡ് ഈ ഒരു മോഡൽ ഇവിടെ ഇങ്ങനെ വെക്കുക, സ്ട്രൈറ്റ് വെച്ച് നോക്കാം. ഇവിടെ ഈ ഒരു ഗ്രിഡ് പോയിന്റിൽ ഇവിടെ ആയിട്ട് ഞാൻ ലാക്മേഡ് വെക്കുന്നു. എന്നിട്ട് ഈ മോഡൽ ഇരിക്കുന്ന ഭാഗം അത് ഞാൻ ഇവിടുന്ന് ഒരു സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഇവിടെ ആയിട്ട് ഞാൻ വന്നിട്ട് നേരെ അടിയിൽ കൊണ്ടുവന്നിങ്ങനെ സ്നാപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം പ്രോപ്പറായിട്ട് സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസസ്റ്റ് വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ണിൻ്റെ ലെവലിൽ ഐ ലെങ്ത്തിൻ്റെ ബേസിസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ സ്നാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടോ ആ രീതി നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഞാൻ അങ്ങനെ എൻ്റെ ഇത് രണ്ടും നമ്മൾ വെച്ചു എൻ്റെ മോഡൽ ഇതല്ലേ. ഓക്കെ, ഇനി ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വേറൊരു വേരിയേഷൻ വേണമായിരിക്കും, ലൈക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അടച്ച് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ തറയിൽ കിടക്കുന്ന രീതിയിൽ. സോ അവിടെ ഞാൻ ചെറിയ ചേഞ്ച് ഇതിപ്പോൾ നമ്മൾ എല്ലാം ഈക്വലായിട്ട് ഇരിക്കാൻ പാടില്ല, ഒരു വേരിയേഷൻ വേണ്ട. സോ ഞാൻ തൽക്കാലത്തേക്ക് ഈ അടപ്പ് ഇങ്ങനെ ആക്കാൻ പോവാം. വ്യൂ പോയിന്റിൽ മാറി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെക്കണ്ട, അങ്ങനെ അല്ലെങ്കിൽ അതിന് റിയലിസം കാണൂല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് റിയലിസ്റ്റിക് അല്ല. സോ ഇത് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണം, അല്ല ഇത് ക്യൂടെക്സ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് വേണം. സോ ഞാൻ ഷിഫ്റ്റ് ഡി ഞെക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. സെയിം പരിപാടി തന്നെ നമ്മൾ ഇതിൻ്റെ ഇത് തിരിച്ച് ക്ലിക്ക് ചെയ്യുന്നു, അടച്ചു വെക്കാൻ പോവുക. സോ അതിന് വേണ്ടി ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു, ഈ വാല്യൂ എല്ലാം 0 ആക്കി ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂല്യം ഒന്ന് അടങ്ങിയിരിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു കൺട്രോളർ സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ 6 ഞെക്കി റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന് ഞാൻ 90 എന്ന് കൊടുത്ത് 90 ആക്കും. ഓക്കെ,
കീബോർഡിൽ 90 അടിച്ചാൽ മതി റൊട്ടേറ്റ് ഓൺ ആക്കിക്കൊണ്ട്. ഞാൻ എക്സാക്ട് ഇതിന് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് അടച്ചു. കൃത്യം തറയിലാണോ കിടക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കണ്ടത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നല്ലതാണ്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യം ഫ്ലോർ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ ഇതിനെ അങ്ങ് ആക്കും. ഓക്കെ, ഓബിയസ്ലി ഇതും റിയലിസ്റ്റിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തറയിൽ സ്ട്രൈറ്റ് അടിക്കാൻ പാടില്ല. ഓക്കെ, അത് റിയലിസ്റ്റിക് അല്ല. സോ ഓബിയസ്ലി അതിനൊരു ബെൻഡ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ബെൻഡോ ഇങ്ങനെ അങ്ങനെ കൊടുക്കണ്ട. കൂടുതൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഷെയ്ഡ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. സോ ആൾക്കാർ കാണാൻ പറ്റും ഇതെന്താ ഈ പ്രൊഡക്റ്റ്. ഓക്കെ, ലാക്മേയുടെ ആണോ ഇതിൻ്റെ ആണോ. സോ നല്ലൊരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. സോ അതുപോലെ തന്നെ ഞാൻ റൊട്ടേഷൻ ചെയ്യാൻ പോവാം. ഓബിയസ്ലി ഇതിന് റൊട്ടേഷൻ ആംഗിൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. സോ എൻ്റെ ഗ്ലോബൽ മാറ്റി ഞാൻ ലോക്കലാക്കാൻ പോവാം. ലോക്കലായി കഴിയുമ്പോൾ അതിൻ്റെ ലോക്കൽ ഓറിയൻറ്റേഷനിൽ അത് ഓറിയൻറ്റ് ചെയ്ത് ഇരിക്കും. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ വെച്ചു എൻ്റെ ലാക്മേ. കാരണം ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ കാണണം ലാക്മേയുടെ ലോഗോ. ഓക്കെ, സോ അവരിങ്ങനെയാണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ലാക്മേയുടെ ലോഗോ ഇവിടെ ലാക്മേ ഉണ്ട്. സോ ഒരു പ്രത്യേക വൈബ് കണ്ടോ, ഇതിനൊരു ഫേഡിങ് ഉണ്ട്, നല്ല രസം കാണാം. സോ അവർക്കൊരു ഐഡിയ കിട്ടും. ലൈക്ക് ഓക്കെ ഇവൻ ചെയ്ത മോഡലാണ്, ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ്, മറ്റേതാണ്, മറിച്ചാണ്, എന്തൊക്കെയാണത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബേസിക് ആയ ഒരു ഷേപ്പിൻ്റെ റെൻഡർ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു ടെക്സ്ചർ കൊടുക്കണം. സോ ഓബിയസ്ലി ഇത് മറക്കല്ലേ, ഇതിനോട് BGയുടെ ടെക്സ്ചറാണ്. സോ ഇത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും സർഫസ് എന്ന് പറഞ്ഞ പേര് കൊടുത്താൽ മതി. ഓക്കെ, സർഫസ് എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. സോ ഞാൻ നോർമലി ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തോന്നുന്ന കളറൊക്കെ ഞാൻ കൊടുക്കണം. ഓക്കെ, ഞാൻ ചെയ്തപോലെ തന്നെ ചെയ്യണമെന്നാണ്. എനിക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ വൈബിൽ ചെയ്യുന്ന പോലെ ഞാനങ്ങ് ചെയ്തങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. ഇത് കൊടുക്കുന്നു. മെറ്റാലിക് വാല്യൂ ഞാൻ ഫുള്ളാക്കും. റഫ്നെസ് വാല്യൂ ഞാൻ ഒരു രീതിയിൽ ചെറുതായി കുറയ്ക്കും. ആയിക്കോട്ടെ, ഈ റെഡ് വാല്യൂ കൊടുക്കുന്നു. വാല്യൂ ടാപ്പ് ഇച്ചിരി കൂട്ടുന്നു. ഇതുപോലെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു മാച്ചായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു. ഓക്കെ, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കാരണം ഒബിയസ്ലി നിങ്ങൾക്ക് നിങ്ങൾ ടൈം ബൗണ്ടഡ് ആണ്. സോ ഒരുപാട് സമയം സ്പെൻഡ് നിങ്ങൾക്ക് 27-25 സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി കിടന്നതിൽ തലവാക്കേണ്ട ആവശ്യമില്ല. ഒരു നല്ല രീതിയിലൊന്ന് നല്ലൊരു കാണുമ്പോൾ പ്രസൻറ്റബിൾ ആയിരിക്കുന്ന രീതിയിലൊന്ന് വെച്ചാൽ മതി. ഓക്കെ, വേറെ ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറ്റി നോക്കാം. ഓക്കെ, അതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ എൻ്റെ മോഡൽ ഇങ്ങനെ ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ഫയൽ. സോ ഓബിയസ്ലി നമ്മൾ ചെയ്യുമ്പോൾ അറിയാം ഇത് നമ്മുടെ സർഫസ് ആണ്. സർഫസ് മേഡിൽ ഇരിക്കാൻ പാടില്ല. സോ എല്ലാം അങ്ങ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആരോ കീ ഓൺ ആക്കുന്നു. എന്നിട്ട് വലിച്ച് മോഡിൽ കൊണ്ട് നോക്കാം. ഓബിയസ്ലി ലോക്കൽ ആക്സസ് ആണ്. സോ ഗ്ലോബലിലോട്ട് മാറ്റാം. എന്നിട്ട് ഇത് വലിച്ചിട്ട് ഇത് വലിച്ച് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ ഒരു മോഡൽ കംപ്ലീറ്റ് ചെയ്യും. സോ അങ്ങനെ നിങ്ങളുടെ ലാക്മേയുടെ ആ ഒരു പരിപാടിയുടെ എന്താണോ അതൊക്കെ അത് സെറ്റപ്പ് ചെയ്യാനിരുന്നത് അത് സെറ്റായി. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മെഷർ മൊത്തം സെലക്ട് ചെയ്യും. നമ്മൾ ഇത് വന്നിട്ട് ഇത് നമ്മളൊന്ന് സേവ് ചെയ്യുന്നു. നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഫയലിനകത്തോട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പോർട്ട് ആസ് GLB ചെയ്യും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ GLB എക്സ്പോർട്ട് ഒന്ന് ഓൺ ആക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ സെയിം ഏരിയയിൽ തന്നെ ഇടാൻ പോകും. സോ ഒരു കാര്യം ഓർക്കുക, നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം നമുക്ക് ഇടാൻ പാടുള്ളൂ. സോ സെലക്റ്റഡ് ആയ ഒബ്ജക്ട്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം ആനിമേഷൻ നമുക്ക് ഓഫ് ആക്കാം. അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഒബ്ജക്റ്റ് വാല്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് വന്നിട്ട് ഡേറ്റിനകത്ത് പോയിട്ട് അതൊക്കെ കളയാം. ഓക്കെ, വേണ്ടത് മാത്രം വെച്ചാൽ മതി. വേണ്ടാത്തൊന്നും ഇതിനകത്ത് കാണാൻ പാടില്ല. അപ്ലൈ മോഡിഫൈസ് ഉണ്ടെങ്കിൽ അപ്ലൈ മോഡിഫൈസ് ചെയ്തു. ഓക്കെ, അത് വേണ്ടി ഓപ്പൺ ആയി അപ്പുറത്തേക്ക് കിടപ്പുണ്ടെങ്കിൽ അതിനകത്ത് എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് അടിക്കുക. എക്സ്പോർട്ട് GLB അടിക്കുക. വൺസ് എക്സ്പോർട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഫയൽ തുറന്നിട്ട് നമ്മുടെ ടെക്സ്ചർ സ്പേസിനകത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരു GLB വന്ന് കിടപ്പുണ്ടായിരിക്കും അല്ലേ. സോ ഓബിയസ്ലി എൻ്റെ ചെറിയതായതുകൊണ്ട് നമുക്ക് കണ്ടോ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അമ്മേ ഓക്കെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. സോ നമ്മുടെ ഗ്രേഡിൻ്റും കൂടി നമ്മൾ അതുപോലെ തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നണേ. സോ നമ്മളിപ്പം ബേക്ക് ചെയ്ത പോലെ തന്നെ ഗ്രേഡിൻ്റും ബേക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂ കണ്ടിവിടെ വൈറ്റ് ആയിട്ടിരിക്കണേ. സോ ഇതാ പറഞ്ഞത് ലൈക്ക് നമ്മൾ ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നം വരുന്നതെന്ന്. സോ നമുക്കതൊന്നും ഫിക്സ് ചെയ്യാം. സോ അതിന് വേണ്ടി വീണ്ടും ഇതിനകത്ത് വരുന്നു. പണ്ടത്തെ ചെയ്താൽ മതി. ഓബിയസ്ലി മറ്റേ അഫക്റ്റ് ചെയ്യും കാരണം രണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണല്ലോ. സോ ഞാൻ തൽക്കാലത്തേക്ക് ഇതങ്ങ് സെലക്ട് ചെയ്യുന്നു. സെയിം പരിപാടി തന്നെ ഇവിടെ ചെയ്യാൻ പോവാം. നമ്മൾ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. വെർട്ടിക്കൽ ഇമേജ് സ്ലാഷ് ചെയ്തിങ്ങ് കൊണ്ടുവരാൻ പോവുക. അവിടെ നമ്മൾ ഒന്നരയും ഇതിനെ ഷെയ്ഡ് റൈറ്റർ ആക്കാൻ പോവുക. ഓക്കെ ഇനി പറഞ്ഞ പോലെ ഓക്കെ ഇവിടെയാണല്ലോ അല്ലേ. സോ എനിക്കൊന്നും നമ്മൾ ഈ കളർ റാമ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓബിയസ്ലി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, കളർ റാമ്പ് ഒരു ഷെയ്ഡർ ആയിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യണേ. സോ അത് ഒരിക്കലും GLB അക്സെപ്റ്റ് ചെയ്യാറില്ല കളർ റാമ്പ്. സോ നമ്മളത് ഫിക്സ് ചെയ്യണം.
ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വലി ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ഇതിനെ ബേക്ക് ചെയ്യണം. ഓക്കെ, സോ 2 ന്യൂ ഇമേജ് ആക്കി. സോ ഞാൻ എൻ്റെ ക്യാപ്പ് സെലക്ട് ചെയ്യുന്നു, ആദ്യത്തെ ബേസ് കളർ സെലക്ട് ചെയ്യുന്നു. ഞാൻ നോക്കുന്നു ഇതിനകത്ത് ഞാൻ എവിടെയെങ്കിലും അബദ്ധത്തിൽ മെറ്റാലിക് കൊടുത്തിട്ടുണ്ടോ ഇല്ല, കൊടുത്തിട്ടില്ല. സോ ഞാൻ ബേസ് കളർ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വീണ്ടും വരുന്നു, എന്നിട്ട് എൻ്റെ ബേക്ക് മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് റഫ്നെസ്സിന് പകരം ഞാൻ ഡിഫ്യൂസ് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിഫ്യൂസ് ആണ് വിളിക്കുന്നത് ഈ കളർ മാപ്പിനെ. ഓക്കെ, സോ കളർ മാപ്പിന് പോകുന്നു, ഇനി ഞാൻ ബേക്ക് അടിക്കുന്നു. ഓക്കെ, സോ നോ ആക്റ്റീവ് സെലക്ഷൻ അത് വിഷയമായിട്ടുണ്ടാകും. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്പ്ലിറ്റ് ഒന്ന് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇമേജ് വ്യൂ നോക്കാം എങ്ങനെയാണ് വന്നത് ടെക്സ്ചർ. സോ നോക്കുമ്പോൾ ഫേഡ് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ലൊരു ഫേഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഫേഡ് ഇവിടെ സെറ്റായി. ഇനിയും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്പിൻ്റെ റഫ്നെസ് മാപ്പാണ്. സോ റഫ്നെസ് സേവ് ആസ് ഇവിടെ വരുന്നു ക്യാപ്പ് ബേസ് പേരിൽ ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് റഫ്നെസ് മാപ്പ് ഓപ്പൺ ആക്കുന്നു, ഇവിടെ വന്നിട്ട് ഡിഫ്യൂസിനെ മാറ്റി ഞാൻ അതിനെ റഫ്നെസ് ആക്കി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്യുക. ഓക്കെ, സോ ബേക്കിംഗ് നടക്കുന്നുണ്ട്. വൺസ് ബേക്ക് കഴിയുമ്പോൾ താണ്ടെ നമുക്ക് വേണ്ട ആ ഒരു റഫ്നെസ്സിൻ്റെ ബേക്കും ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി, വേറൊന്നും ചെയ്യാനില്ല. സോ ഇനിയിപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ഇതിലോട്ട് ലിങ്ക് ചെയ്യണം. സോ താല്പര്യത്തേക്ക് ഈ ഒരു കട്ട് ഞാൻ ഊരി മാറ്റുക. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട് ആ ഫേഡ് അങ്ങ് പോയി കംപ്ലീറ്റ്ലി. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആദ്യം ക്യാപ്പിന് ഈ ഒരു ബേസ് കളർ ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ഫേഡ് ഇങ്ങനെ ഇരിക്കുന്നത്. കാണാൻ വല്ലാത്തൊരു സുഖമൊന്നുമില്ല. സോ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എൻ്റെ എഡിറ്റ് മോഡിലോട്ട് അങ്ങ് പോകാൻ പോവാം, യു എഡിറ്ററിലോട്ട്. ഓക്കെ, സോ ഇതാണ് എൻ്റെ യു എഡിറ്റർ. സോ അതിൻ്റെ യു എഡിറ്റർ ഉണ്ട്, ഇങ്ങനെ ഒരു ബെൻഡ് പോലത്തെ ഷേപ്പ് വന്ന് ഇങ്ങനെ കുളമായിട്ടിരിക്കുക. സോ ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. സോ സോ ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ എനിക്കിത് നല്ല പ്രോപ്പറായിട്ടൊന്ന് അൺട്രാപ്പ് ചെയ്യണം ഈ ഒരു ഭാഗം. പക്ഷേ എനിക്കിതിൻ്റെ അടിയിൽ വെച്ചൊരു സ്ലീം ആഡ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു പോയിന്റ് വരെ ഞാൻ ഫുള്ളി ഒന്ന് സെലക്ട് ചെയ്ത് പിന്നെ ഒന്ന് ഇവിടെ വരുമെന്ന് ഞാനൊന്ന് അൺട്രാപ്പിൽ ഒരു സ്ലീം ഇടാൻ പോകാം, മാർക്സ്. ഓക്കെ, സോ ഞാൻ ഇവിടെ മാർക്സിങ് കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു മെഷീനെ അങ്ങ് സെലക്ട് ചെയ്യും. ഈ ഒരു ഏരിയ, ഈ ഒരു മെഷീൻ മൊത്തം ഞാൻ കൊണ്ട് സെലക്ട് ചെയ്യും, യു ഞെക്കുന്നു, എന്നിട്ട് അൺട്രാപ്പ് അടിക്കാൻ പോകാം. ഓക്കെ, സോ ഒന്ന് നീറ്റായിട്ടൊന്ന് അൺട്രാപ്പ് ചെയ്തിട്ട് കയറ്റി നോക്കാം. സോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുത്തെ ഇതൊന്ന് ഓഫാക്കാൻ പോവാം. സോ എനിക്ക് കാണാൻ വേണ്ടി, പേജ് കാണാൻ വേണ്ടി. സോ ഒന്ന് എനിക്കറിയാം ഇത് ഫ്ലാറ്റാണ് ഒരു ഇമേജ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ ബെൻഡ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ വളഞ്ഞിരിക്കാൻ പാടില്ല. സോ ഇത് സ്ട്രേറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് വേറെ അൺട്രാപ്പിൻ്റെ ഒരു മെത്തേഡ് പഠിക്കാം. അതാണ് നമ്മുടെ എഡ്ജ് മോഡിൽ 2 എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യും. ഓഫീസിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആരോഗ്യ ഓൺ ആണെങ്കിൽ. സോ നമ്മൾ ടി പ്രസ് ചെയ്ത് നമ്മുടെ ആരോഗ്യം ഇവിടെ ഓൺ ആക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് വൈ ആക്സസ് അല്ലേ. സോ നമുക്കിത് സ്ട്രേറ്റ് ആയിട്ട് മാറ്റണം. സോ ഞാനിവിടെ എസ് നിൽക്കുന്നു, പിന്നെ വൈ നിൽക്കുന്നു, 0 അടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ജോയിൻ ആക്കും. നമുക്കിങ്ങനെ ജോയിൻ ആക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കത് പ്രോപ്പറായിട്ട് സ്ട്രേറ്റ് ആക്കി എടുത്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സോ ഈ കീബോർഡിനകത്ത് വന്നിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഓപ്ഷൻസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം സംഭവം തന്നെ എസ്, പിന്നെ വൈ ആക്സസ്, പിന്നെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രേറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് സ്ട്രേറ്റ് ആക്കേണ്ടതാണ് നമ്മുടെ എക്സ് ആക്സിസിൽ. സോ എക്സ് ആക്സിൽ സ്ട്രേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 മെഷർ സെലക്ട് ചെയ്യുക, എസ് എക്സ് കൊടുക്കുക, പിന്നെ 0 അടിക്കുക. ഓക്കെ, സോ ഇവിടെ സ്ട്രേറ്റ് ആയി. മസ്റ്റ് സ്ട്രേറ്റ് ആയെങ്കിൽ ഈ ഒരു മെഷർ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഐ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ഇൻവേഴ്സ് ആയ സെലക്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക, പിന്നെ കൺട്രോൾ എൽ സെലക്ട് ചെയ്യുക, ഐ അല്ല കൺട്രോൾ എൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഫോളോ ആക്റ്റീവ് പോൾസ് കൊടുക്കും, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഫുൾ ഒരു സ്ട്രേറ്റ് ആയ ഒരു മെഷീൻ മാറും. ഓക്കെ, എന്നിട്ട് ഈ മെഷീനെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാക്ക് ചെയ്യും. ഓക്കെ, സോ ഇതെല്ലാം സെലക്ട് ചെയ്യുക, യു വി പോവുക, എന്നിട്ട് പാക്ക് ഐറ്റംസിൽ പോയിട്ട് പാക്ക് കൊടുക്കുക. എന്നിട്ട് അത് ചോദിക്കും ഏത് രീതിയിലാണ് സ്കെയിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത് ഹൊറിസോണ്ടലാണോ, ജസ്റ്റ് നമ്മൾ തലക്കാലത്തേക്ക് നോക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. സോ ഇത് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് എന്നിട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. സോ ഇവിടെ ഞാൻ എൻ്റെ ഈ കാണുന്ന എലമെൻറ്റ് അങ്ങ് ഓൺ ആക്കിയിട്ട് ഇത് 2 പെട്ടെന്ന് സെലക്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ഈ മെഷീനെ എടുത്ത് ഞാൻ ഇതിന് മുകളിലോട്ട് കൊണ്ടുവരും. സോ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ബ്രൈറ്റ് ഏരിയ, ബ്രൈറ്റ് ഇവിടെ വരണം, ഡാർക്ക് ഏരിയ ഇവിടെ വരണം അല്ലേ. സോ ഞാൻ 6 ഞെക്കി ഇത് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്നാപ്പ് ചെയ്യാൻ പറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കൊണ്ട് ഇങ്ങനെ ഏറ്റി വെക്കും ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, എന്നിട്ട് ഇനിയും തൊട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്യാൻ പോവാണ്. സോ ഞാൻ സ്കെയിൽ മെഷർ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ യു വി ഒന്ന് അലൈൻ ചെയ്ത് ഇതിനകത്ത് വെക്കാൻ പോവാം. സോ ഇത് ജസ്റ്റ് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ പ്രിസൈസ് ആയിട്ടൊന്ന് സ്കെയിൽ കയറ്റി വെക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, സോ ഇവിടെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തപ്പോൾ താണ്ട് നമുക്ക് നമ്മുടെ ഫേഡ് തിരിച്ച് പഴയ പോലെ തന്നെ കിട്ടിയല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കിടക്കുന്ന ഈ 2 ഭാഗങ്ങളും ഇതിൻ്റെ അടുത്ത്. സോ അത് ഞാൻ എടുത്തിട്ട് ഓബിയസ്ലി ഇതിനകത്ത് തന്നെ കയറ്റി വെക്കും, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉടനെ മാറ്റി വെക്കാം. കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഗോൾഡായിട്ട് വരുന്നില്ല. സോ ഇതിന് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാകുന്നില്ല. സോ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു മെഷ് നമ്മൾ ക്ലിയർ ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ മോളിലോട്ട് ഉരുക്കണമെന്ന് വെച്ചാൽ പറയാം. ഈ മെഷ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഞെക്കുക, സെലക്ട് ഹൈറാർക്കി ചെയ്യും.
അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ മെഷ് സെലക്ട് ആവും. ഷിഫ്റ്റ് ഡി എടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും ഞാൻ, എന്നിട്ട് ഇവിടെ കൊണ്ടിങ്ങനെ വെക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ കഴ്സർ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ വാല്യൂ എല്ലാം 0 ആക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മോഡൽസ് എല്ലാം തിരിച്ച് പഴയ പോലെ തന്നെ കിട്ടി. നമ്മുടെ ടെക്സ്റ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ബേക്കായി. ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ റഫ്നെസ് ആഡ് ചെയ്തില്ല. സോ അടുത്തതിനകത്ത് ക്ലിക്ക് ചെയ്യുക, റഫ്നെസ് കൊടുക്കാം. ഓക്കെ, പണി കിട്ടിയെന്ന് തോന്നുന്നു. സോ വേണമെങ്കിൽ റഫ്നെസ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നും റഫ്നെസ് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കാം. എന്താ പ്രശ്നം? പ്രോപ്പറായിട്ട് ശരി, നമ്മൾ റഫ്നെസ് ബേക്ക് ചെയ്തില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് സോ ഈ സെലക്ട് ചെയ്യുക, ഈ മെഷർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് പോകുന്നു റഫ്നെസ് വാല്യൂയിൽ ബേക്കിനകത്ത് പോയിട്ട് ഈ റഫ്നെസ് ഓൺ ആക്കാം, എന്നിട്ട് ബേക്ക് അടിക്കാം. ഓക്കെ, സോ ഇത് റഫ്നെസ് ബേക്ക് ചെയ്തിട്ട് നമുക്ക് സോ ഓബിയസ്ലി താണ്ട് നമുക്ക് റഫ്നെസ് ബേക്കായി കിട്ടി. സോ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ റഫ്നെസ് കൊണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അതേപോലെ തന്നെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ. ഓക്കെ, സോ ഇതും എനിക്ക് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് സേവ് ആസ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ക്യാപ് റഫ്നെസ് ആണ് പേര് കൊടുത്തേക്കുന്നത്. സോ ജസ്റ്റ് സേവ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ക്യാപ്പിൻ്റെ റഫ്നെസ്സും ഡണ്ണായി, എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഡൺ. സോ നമ്മുടെ എല്ലാം ഓക്കെ. നമുക്ക് സുഖമായിട്ട് ഇതിനെപ്പറ്റി വറി ചെയ്യാണ്ട് നമ്മുടെ ബാക്കി പരിപാടി സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യാം, ഫൈൽ എക്സ്പോർട്ട് അല്ല GLB, എന്നിട്ട് സെലക്ടിനകത്ത് പോവുക, GLB ക്ലിക്ക് ചെയ്യുക, ഓവറായിട്ട് അടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഓവർസൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാം പെർഫെക്റ്റായി. ലാക്മിയുടെ ലോഗോ വരെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കണേ. അത് രസമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടി, നിങ്ങളുടെ ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇത് കാണില്ല. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ പറയുന്ന മോഡൽ വ്യൂവർ. പക്ഷെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മോഡൽ വ്യൂവർ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ചെയ്യുന്നതിനകത്തൊക്കെ. സോ മോഡൽ വ്യൂവർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഓപ്ഷനിൽ മോഡൽ എഡിറ്റർ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. സോ ഇവിടെ നിങ്ങൾക്ക് GLB ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കാം ഇങ്ങനെ മോഡൽ ഇരിക്കുന്നത്. ഓക്കെ, സോ കണ്ടോ, സോ ഇങ്ങനെ മോഡൽ ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മെറ്റീരിയൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ സ്കെച്ച് ഫാബിലകത്ത് കൊണ്ടിടാൻ പോവാം. സോ എനിക്ക് ഓൾറെഡി സ്കെച്ച് ഫാബിൽ അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ വന്നിട്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്യാൻ പോവാം. അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബ്രൗസിൽ പോകും. ബ്രൗസിനകത്ത് പോയിട്ട് ഞാൻ എൻ്റെ GLB എടുത്ത് ആഡ് ചെയ്യും. ഓക്കെ, സോ GLB ആഡ് ആയി, അപ്ലോഡ് ഫയൽസ് കൊടുക്കും. സോ ഇവിടെ നമുക്ക് ലൈക്ക് എന്താ ലിപ്സ്റ്റിക്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാക്മിന്ന് പേര് കൊടുക്കാം. ഓക്കെ, സോ ഇതിവിടെ കണ്ടോ, ഇവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഉണ്ടാക്കിയ മോഡൽ. ഓക്കെ, സോ ഈ GLBന് ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്കിത് ഒരിക്കലും ഫ്രീ ആക്കേണ്ട, സ്റ്റോർ ആക്കേണ്ട, അല്ലെങ്കിൽ ആരും നിങ്ങളുടെ മോഡൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലും വേണ്ട. നമുക്ക് ജസ്റ്റ് നോ ഡൗൺലോഡ് കൊടുത്താൽ മതി. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണിത്, നിങ്ങൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. അഥവാ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ മോഡൽ ആർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ പോയി കൊടുത്തിട്ട് ഒരു എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്തോളും. ഓക്കെ, അടുത്തേക്ക് നിങ്ങൾക്ക് കാശ് വന്നിട്ട് അവർ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്തിട്ട് വേണം ചെയ്യാം ഈ പരിപാടി. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിതിൻ്റെ ഈ പ്രോസസ്സിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. സോ ഞാൻ ജസ്റ്റ് എൻ്റെ 3D മോഡൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്, ഇങ്ങനെ ഇരിക്കുന്നതിന് കാണാൻ. സോ ഞാൻ ഈ കാണുന്ന ഫുൾ സ്ക്രീൻ ബട്ടൺ ഓൺ ആക്കും. സോ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ മോഡൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ മറ്റേ ഷീറ്റിൽ എല്ലാം നീറ്റായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. ലാക്മിയുടെ ക്ലീൻ വൈബിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, സോ ഇതാണ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഫൈനലായ ഔട്ട്പുട്ട്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വേണം ആൾക്കാരെ കാണിക്കാം. സോ വൺസ് ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് എന്നാ ചെയ്യുന്നത് വേണമെങ്കിൽ സേവ് ആൻഡ് പബ്ലിഷ് അടിക്കാം. ഓക്കെ, ആ സേവ് ആൻഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. സോ അതിൽ പറയും ഗോട്ട് ഇറ്റ്, സീ മൈ മോഡൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെയാണ് നിങ്ങളുടെ ബിഹാൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിഹാൻസിനവിടെ എംബഡഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ 3Dയുടെ സൈഡിലോട്ട് നിങ്ങൾ ബിഹാൻസ് വരുമ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു കോണിനകത്ത് 10 ഇമേജസ് എന്ന് കൊടുക്കും, പിന്നെ ടെക്സ്റ്റ് ബ്ലാ 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 ബ്ലാ, അതിൻ്റെ താഴെ ഒരു 3D എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എംബഡ് എന്നൊരു ഓപ്ഷൻ വരില്ലേ. സോ എംബഡ് എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ടു ഈ എംബഡ് എന്ന സംഭവമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക, കോപ്പി ടു ക്ലിക്ക് ബോർഡ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ വന്നിട്ട് ആ എംബഡിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ എംബഡിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ 3D മോഡലായിട്ട് അവിടെ വരും, വ്യൂവറായിട്ട് തന്നെ വരും. സോ അവർ തുറന്ന് നോക്കുമ്പം ആൾക്കാർ നിങ്ങളുടെ മോഡൽ റിവ്യൂ ചെയ്യുന്നവർ നോക്കുമ്പം അവർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളുടെ മോഡൽ കാണാൻ പറ്റും നല്ല നീറ്റായിട്ട്. ഓക്കെ, സോ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എംബഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇതൊരു ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ദെയർഫോർ നമ്മുടെ സ്കെച്ച് ഫാബിൻ്റെ ഇതിൻ്റെ പരിപാടി ഡൺ. ഓക്കെ, സോ ഞാൻ തൽക്കാലത്തേക്ക് ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. സോ ഞാൻ ഡിലീറ്റ് കളയാൻ പോവാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എംബഡിൻ്റെ ഓപ്ഷൻ വന്ന് പോകും. പിന്നെ നിങ്ങളുടെ ബിഹാൻസിൽ ആ മോഡൽ ചിലപ്പോൾ കണ്ടെന്ന് തന്നെ വരികയില്ല. ഓക്കെ, സോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെച്ചാൽ മതി. സെൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സെല്ലിന് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകും, ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ഹോൾ സെക്ഷൻ കംപ്ലീറ്റ് ആയി. സോ ഓർക്കാം, ബിഹാൻസിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മെയിൻ റെൻഡർ ഇമേജ് മാത്രമല്ല, നിങ്ങൾക്ക് 2-3 റെൻഡർ ഇമേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ഒരെണ്ണം മതി, കാണാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് മാത്രമാണ്.
പിന്നെ ഒരു വയർ ഫ്രെയിം ഉണ്ട്, ഇതുപോലത്തെ ഒരു വയർ ഫ്രെയിം ഉണ്ട്. സോ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, നമ്മൾ വയർ ഫ്രെയിം റെൻഡർ അപ്ഡേറ്റ് ചെയ്തില്ല. സോ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ വയർ ഫ്രെയിം റെൻഡർ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. എനിക്ക് ഫോട്ടോഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോപ്പി തന്നെ ചെയ്ത് കാണിച്ചു തരാൻ പോവാം. സോ ഫോട്ടോപ്പിനകത്ത് പോവാം, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇടാം. ഓക്കെ, ഫോട്ടോപ്പിനകത്തോട്ട് ഒബിയസ്ലി ഫയൽ സൈസ് വലുതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. സോ ഞാൻ ഇതൊന്ന് സൂം ചെയ്തിട്ട് ഞാനിതിന് നല്ലൊരു ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ പോകാം. സോ ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് ഫോട്ടോഷോപ്പിനകത്തെ പോലെ തന്നെയാണ് ലെവൽസ് ഞാൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെവൽസ് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലെവൽ വാല്യൂ ഒന്ന് വെച്ചൊന്ന് കളിക്കാൻ പോവാം. ഓക്കെ, സോ ഇവിടെ വരുന്നു, ഞാൻ എൻ്റെ ഇത് ഡാർക്ക് ആക്കുന്നു, എന്നിട്ട് ഈ ഒരു ഇമേജ് മൊത്തം ഞാൻ ബ്രൈറ്റ് ആക്കി ഒന്ന് എടുക്കാൻ പോവാം ഈ ഒരു സെക്ഷൻ. ഓക്കെ, സോ പരമാവധി ഒത്തിരി ബ്രൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും നമുക്ക് വേണ്ട ഷെയ്ഡ്സ് ഒക്കെ കിട്ടണമല്ലോ. സോ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ബ്രൈറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊന്ന് സൂമിനെ നോക്കും എൻ്റെ മോഡൽ. സോ കണ്ട നല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കണേ, നല്ല ബ്രൈറ്റ് ഇമേജ്. നോർമലി ഇതൊക്കെ നമ്മൾ ബ്രൈറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സോ സോ ഇങ്ങനെ നല്ല പ്രോപ്പർ വയർ ഫ്രെയിമിലാക്കാം. എന്നിട്ട് പിന്നെ ഈ ഫയൽ നിങ്ങൾ ഫയലിൽ പോവാം, എന്നിട്ട് എക്സ്പോർട്ട് ആസ് PNG കൊടുക്കാം. ഓക്കെ, PNG ആയിട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയണില്ല. ചിലപ്പം കണ്ടോ 4.1 MB ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ചിലവർക്കൊക്കെ അത് ചിലപ്പം 60, 90 അത്രയൊക്കെ MB പോയെന്നൊക്കെ വരും. സോ ഓർക്ക ബെഹാൻസിനകത്ത് 50 MB താഴോട്ടേക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. 50 MB മുകളിലാണെങ്കിൽ ഇമേജിൻ്റെ സൈസ് എപ്പോഴെങ്കിലും 50 MB മുകളിലാണെങ്കിൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. സോ നമ്മൾ വീണ്ടും അത് കംപ്രസ് ചെയ്യണം. ഓക്കെ, സോ കംപ്രസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 100 പോയി 90 ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ഇത് PNGൻ്റെ പകരം JPEG ആക്കിയാൽ മതി. ഓക്കെ, JPEG ആക്കിയാൽ മതി. സോ എനിക്ക് കുഴപ്പമില്ല, കാരണം 4.1 MB ഒതുങ്ങുക. സോ അതുകൊണ്ട് ഞാനിത് സേവ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഞാനൊന്ന് ഓവറൈറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ എൻ്റെ ഈ ഒരു സെക്ഷന് കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾ ബിഹാൻസിൽ വരുമ്പോൾ ആദ്യമേ നിങ്ങൾ ഈ 2 ഇമേജ് ഡ്രോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമതാകുമ്പോഴത്തേക്കാണ് നിങ്ങൾ സ്കെച്ച് ഫാബിലെ ആ ഇമേജിൻ്റെ എംബഡ് കൊണ്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ നിങ്ങൾ വൺസ് ഫയൽ തരുമ്പോൾ തന്നെ നിങ്ങൾ ഈ മോഡൽ എനിക്ക് തരുമ്പോഴും നിങ്ങൾ എന്നെ ചെയ്യണമെന്നാണ്, ഇത്രയും ഈ ഒരു ഫുൾ മോഡലാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ അല്ലേ. സോ ഓബിയസ്ലി ഞാൻ അത് ഡെസ്ക്ടോപ്പിലായിട്ട് ഇവിടെ കൊണ്ട് സേവ് ചെയ്ത് വെച്ചേക്കണേ. സോ ഞാൻ താല്പര്യം സേവ് ചെയ്യട്ടെ. സോ ഇങ്ങനെ വേണ്ട വെച്ചേക്കണേ. സോ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കംപ്രസ് ടു, എന്നിട്ട് സിപ്പ് അടിക്കുക. ഓക്കെ, ഇങ്ങനെ സിപ്പ് ക്ലിക്ക് ചെയ്യാം. സോ എന്താ ചെയ്യുന്നത് അവർ ഇതുപോലെ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലാണെങ്കിൽ സിപ്പ് ചെയ്ത് കിട്ടും. സോ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സിസ്റ്റത്തിന് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കാം, ഈ ഒരു സിപ്പ് ഫയൽ. ഓക്കെ, സോ ഇത് സിപ്പ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ ഇതുവരെ ചെയ്ത ആ ഒരു പ്രോഡക്റ്റിൻ്റെ മൊത്തം സിപ്പ് ഫയൽ ഇങ്ങനെ ലോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഈ ഒരു സിപ്പ് ഫയൽ മാത്രം എടുത്തിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഡിലീറ്റ് കളയാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, സോ നമുക്ക് ഷിഫ്റ്റ് ഡിലീറ്റ് നോക്കി ഞാൻ പെർമനൻ്റ് ഡിലീറ്റ് കളയാൻ പോകാം. റീസൈക്കിൾ വരുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ട ഒരു ഇമേജ് ഈ നിൽക്കുന്നതിൻ്റെ പോർട്ട്ഫോളിയോ ഫോൾഡറിനകത്ത് ഇത് കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ അതാണ്ട് ഇതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ എല്ലാ മോഡൽസും ടെക്സ്ചേഴ്സും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ ഇതാണ് ഒരു ഫസ്റ്റ് ഫുൾ ബേസിസ്, എങ്ങനെയാണ് ഒരു മോഡൽ തൊട്ട് എൻഡ് വരെ എങ്ങനെ ചെയ്യുന്നതിൻ്റെ എല്ലാം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ബൈ, താങ്ക് യു.